കഥ തുടരുന്നു. ഏ വിജയൻ നടുങ്ങി തറയിലേക്ക് നോക്കി. പകുതി കരിഞ്ഞ ഒരു ശരീരം. മുഖം വ്യക്തമല്ല. കണ്ണുകളുടെ ഭാഗത്തു മാത്രം തിളക്കം കണ്ടു. കത്തിയെരിയുന്ന വാഹനത്തിന്റെ വെളിച്ചത്തിൽ. വിജയെ കരിഞ്ഞുപോയ ചുണ്ടനങ്ങി. അവൾ ശില പോലെ നിന്നു. ആ ശബ്ദം മുറിഞ്ഞു മുറിഞ്ഞ് വീണ്ടും കേട്ടു. ഞാനാ ആർജവ്. ആർജവ്. കരഞ്ഞുകൊണ്ട് അവൾ അയാളുടെ തലയ്ക്കൽ കുത്തിയിരുന്നു. ആർജവിൻ്റെ ചുണ്ടനങ്ങി. മരിക്കും മുൻപ് എനിക്കൊന്ന് പറയണം. ഞാനാ കൽക്കി. വിറച്ചുപോയി വിജയ. മുസഫിർ സുബ്രഹ്മണ്യ ഈശോ. നിങ്ങളെയൊക്കെ മറച്ചുകൊണ്ട് ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തിയതാ. ആർജവ് പല്ലുകൾ കടിച്ചു പിടിച്ചു. രക്തം വാർന്നൊഴുകുകയാണ്. ഞങ്ങൾക്ക് പകരം നീ പൂർത്തിയാക്കണം നമ്മുടെ പ്രതിജ്ഞ. അവൻ നോബിൾ തോമസ് എൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഊന്നുകല്ലിൽ. അയാൾ ആ സ്ഥലം പറഞ്ഞു കൊടുത്തു. ആർജവ് കരച്ചിലോടെ വിജയ വിളിച്ചു. പക്ഷേ അയാളുടെ ചുണ്ടനങ്ങിയില്ല. കണ്ണുകൾ തുറന്നപടി അങ്ങനെ തന്നെയിരുന്നു. വിജയ്ക്കും ചലിക്കാനായില്ല. ആരവത്തോടെ ജനങ്ങൾ ഓടിക്കൂടി കഴിഞ്ഞിരുന്നു. ആ നേരം തിരുവനന്തപുരം ചെമ്പഴന്തിക്ക് അടുത്തുള്ള അണിയൂർ ചന്ത. തോടിനോട് ചേർന്ന ചിറയിൽ ഒരു വീട്. പുറത്ത് ലൈറ്റുകൾ അണഞ്ഞിരുന്നെങ്കിലും അകത്ത് വെളിച്ചമുണ്ടായിരുന്നു. കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിന് അരികിലിരുന്ന് മെഡിക്കൽ കോളേജിലെ നഴ്സ് താര തൻ്റെ ബാഗിൽ നിന്ന് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ പുറത്തെടുത്തു. 8 ബിസ്ക്കറ്റുകൾ. ലൈറ്റിൻ്റെ വെളിച്ചമടിച്ച് അവയിൽ നിന്ന് ഒരു മഞ്ഞപ്രകാശം ചുറ്റും പരന്നു. താരയുടെ ഭർത്താവ് ഗൾഫിലാണ്. അവൾക്കും കുഞ്ഞിനും ഒപ്പം കൂട്ടായി അമ്മ മാത്രമേ ഉള്ളൂ. ആ സ്ത്രീ അടുത്ത മുറിയിൽ കിടന്നുറങ്ങുന്നു. റോഡിലൂടെ അപ്പോഴും സിറ്റി സർവീസ് ബസ് പോകുന്നതിൻ്റെ ശബ്ദം കേട്ടു. പെട്ടെന്ന് താരയുടെ സെൽഫോൺ വിറച്ചു. അവൾ അറിയാതെ ഞെട്ടി. സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വീണ്ടും ബാഗിൽ വച്ചതിന് ശേഷമാണ് ഫോൺ എടുത്തു നോക്കിയത്. അപരിചിത നമ്പർ. എടുക്കണോ വേണ്ടയോ എന്ന് 2 വട്ടം ചിന്തിച്ചു. അപ്പോഴേക്കും ഫോണിൻ്റെ വിറയിൽ നിന്നു. എന്നാൽ തൊട്ടടുത്ത സെക്കൻഡിൽ വീണ്ടും വിറച്ചു തുടങ്ങി. അറ്റൻഡ് ചെയ്യാൻ തന്നെ അവൾ തീരുമാനിച്ചു. ഫോൺ കാതിൽ ചേർത്തു. ഹലോ. അപ്പുറത്തു നിന്ന് അടക്കിയ സ്വരം. താരയല്ലേ? അതെ. നിങ്ങളാരാ ഈ രാത്രിയിൽ? ഞാൻ ധനപാലന CI. താര പിടഞ്ഞുണർന്നു. എന്താ സാർ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ പുറത്തുണ്ട്. താരയിൽ സംശയം. എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാർ? ഇതുവരെയില്ല, പക്ഷേ ഉണ്ടായേക്കാം. അതിൽ നിന്ന് പക്ഷേ നമ്മൾ രക്ഷപ്പെടും. അതിനെ വിളിക്കുന്നത്. വേഗം ഇറങ്ങി വാ. പിന്നെ പുറത്ത് ലൈറ്റ് തെളിക്കേണ്ട. അവൾ എന്തെങ്കിലും പറയും മുമ്പ് കാൽ മുറിഞ്ഞു. താരയ്ക്ക് നെഞ്ചിടിപ്പേറി. താനാണ് രാജസേനൻ സാറിനെ കൊന്നതെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ? ക്ഷണത്തിൽ അവൾ വിയർപ്പിൽ കുളിച്ചു. അമ്മയെ ഉണർത്തണ്ട എന്ന് തന്നെയായിരുന്നു അവളുടെ തീരുമാനം. ഇക്കാര്യം വല്ലതും അറിഞ്ഞാൽ അപ്പോൾ തന്നെ ബഹളം തുടങ്ങും. കുഞ്ഞിനെ ഒന്നുകൂടി നോക്കിയിട്ട് താര മെല്ലെ മുറിക്ക് പുറത്തു വന്നു. ഹാളിലെ ലൈറ്റ് തെളിക്കാതെ ചെന്ന് മുൻവാതിലിൻ്റെ ബോൾട്ടുകൾ മെല്ലെ എടുത്തു. ഒരിക്കൽ കൂടി ഇരുട്ടിൽ തിരിഞ്ഞു നോക്കി. അമ്മ അറിഞ്ഞിട്ടില്ല. അവൾ വാതിൽ പതുക്കെ തുറന്നു. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കണ്ടു സിറ്റൗട്ടിന് പുറത്ത് ഒരു ഇരുണ്ട രൂപമായി CI ധനപാലൻ. താര സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. പിന്നെ മെല്ലെ മുറ്റത്തേക്കും. റോഡിലേക്ക് നോക്കി പുറംതിരിഞ്ഞ് നിൽക്കുകയായിരുന്നു CI ധനപാലൻ. റോഡിൽ തെല്ലെ അപ്പുറത്ത് മാറി ഒരു ഇന്നോവ കാർ കിടക്കുന്നത് അവ്യക്തമായി താരയ്ക്ക് കാണാം. അവൾ ധനപാലൻ്റെ തൊട്ടു പിന്നിലെത്തി. ധനപാലൻ സാറേ. അവളുടെ ഒച്ച പതറിയിരുന്നു. അവൻ വിളിച്ചാലേ നീ ഇറങ്ങി വരത്തുള്ളൂ അല്ലേടി? പിന്നെ കേട്ടത് അമർത്തിയ പച്ചത്തറി. താര കിടുങ്ങിത്തിരിഞ്ഞു. സിറ്റൗട്ടിൻ്റെ മറവിൽ നിന്ന് ഒരാൾ മിന്നൽ വേഗത്തിൽ അവളുടെ പിറകിൽ വന്നു. ഒപ്പം ഒരു കത്തിയെടുത്ത് അവളുടെ താടിക്ക് കീഴെ കഴുത്തിൽ കുറുകെ അമർത്തി. അതിൻ്റെ മൂർച്ചയുടെ നേർത്ത നീറ്റൽ അവൾക്ക് അനുഭവപ്പെട്ടു. അതിനാൽ നിലവിളിക്കാനായി തുറന്നവായി അതുപോലെ തന്നെയിരുന്നു. ആ ക്ഷണം മുന്നിൽ പുറംതിരിഞ്ഞു നിന്നിരുന്ന മനുഷ്യൻ മെല്ലെ അവൾക്ക് അഭിമുഖമായി. മങ്ങിയ ഇരുട്ടിലും ആ മുഖം അവൾ തിരിച്ചറിഞ്ഞു. രാഹുൽ. അവൻ ക്രൂരമായി ചിരിച്ചു. എൻ്റെ അച്ഛനെ കൊന്നിട്ട് കിട്ടിയ നിധിയുമായി സസുഖം വാഴാമെന്ന് നീ കരുതി അല്ലേടേ? താരയ്ക്ക് ഉമിനീർ വിഴുങ്ങുവാൻ പോലും കഴിഞ്ഞില്ല. നടക്കടി. താരയുടെ തോളിൽ ഒരു കൈ കുത്തി പിന്നിൽ നിന്ന് വിക്രമൻ മുന്നോട്ട് തള്ളി. കത്തി ഒട്ടും അനക്കാതെ. അനുസരിക്കുകയല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു താരയ്ക്ക്. അതിനിടെ രാഹുൽ മുരണ്ടു. നിന്റെ നാവിൽ നിന്ന് ഒരു ശബ്ദത്തിൻ്റെ അംശമെങ്കിലും പുറത്തു വന്നാൽ അതോടെ തീർന്നു. നിന്റെ കുരവള്ളി കണ്ടിച്ച് ഞങ്ങളെ തോട്ടിൽ തള്ളും. താരയുമായി അവർ ഇന്നോവയ്ക്ക് അടുത്തെത്തി. രാഹുൽ പിന്നാലെ ഡോർ തുറന്നു കൊടുത്തു. കയറടി. ഒന്നും അടിച്ചെങ്കിലും അവൾ കയറി. ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. താരയ്ക്ക് വലതുഭാഗത്തായി വിക്രമനും കയറി. ഡോർ അടച്ചിട്ട് ഡിക്കിയെ വലം വെച്ച് രാഹുലും മറുഭാഗത്തെത്തി. താരയുടെ ഇടതുവശത്ത് അവനും കയറി. വിട്ടോ സാദിഖേ. രാഹുലിൻ്റെ നിർദ്ദേശം കിട്ടിയ ഉടനെ സാദിഖ് ഇന്നോവ പായിച്ചു. ശ്രീകാര്യം ഭാഗത്തേക്ക്. വിക്രമൻ അപ്പോഴും താരയുടെ കഴുത്തിൽ നിന്ന് കത്തി മാറ്റിയില്ല. ആ നേരത്ത് മുഖ്യമന്ത്രി വേലായുധൻ മാസ്റ്റർക്ക് അരികിലുണ്ടായിരുന്നു CI ധനപാലൻ. സന്തുഷ്ടനായിരുന്നു മാസ്റ്റർ. എനിക്ക് നിന്നോട് എന്നും കടപ്പാടുണ്ടായിരിക്കും ധനപാല. നടക്കില്ലെന്ന് ഞാൻ കരുതിയ കർമ്മം എത്ര വേഗത്തിലാണ് നീ തീർത്തു തന്നത്. മാസ്റ്റർ ഒരു ഗ്ലാസ്സിൽ വിസ്കി പകർന്ന് സോഡ കലർത്തി അയാൾക്ക് നീട്ടി. താങ്ക്സ്. ചെറുചിരിയോടെ ധനപാലൻ ഗ്ലാസ് വാങ്ങി ഒറ്റ വലിക്ക് അകത്താക്കി. പിന്നെ കർച്ചീഫ് കൊണ്ട് ചുണ്ടു തുടച്ചിട്ട് മൊബൈലിൽ സമയം നോക്കി. ഒത്തിരി നേരമായി. ഇനി ഞാൻ പോകട്ടെ സാർ.
ശരി, പക്ഷേ ആ രാഹുൽ എന്തൊക്കെയാണ് പദ്ധതി ഒരുക്കുന്നതെന്ന് ശ്രദ്ധ വേണം, മാസ്റ്റർ ഓർമ്മപ്പെടുത്തി. തീർച്ചയായും. വണ്ടിയുടെ കീച്ചയും കയ്യിലിട്ട് കറക്കിക്കൊണ്ട് ധനപാലൻ ഇറങ്ങി. മുറ്റത്ത് ബൊലോറോ ഉണ്ടായിരുന്നു. തനിച്ചാണ് ധനപാലൻ ഇവിടേക്ക് വന്നത്. നിയോൺ വിളക്കുകളുടെ വെളിച്ചത്തിന് മുകളിൽ ഇരുളിൻ്റെ കുട പോലെ പ്രകൃതി. അയാൾ ബൊലോറോയുടെ ഡ്രൈവിംഗ് സീറ്റിലെത്തി. മിന്നൽ വേഗത്തിൽ ബൊലോറോ പുറത്തേക്ക് റോഡിലെത്തി. അത് ഇടത്തേക്ക് തിരിഞ്ഞു. റോഡ് വിജനമായി തുടങ്ങിയിരുന്നു. ടാർ വലിച്ചു കീറുന്ന ഒച്ചയിൽ ഇടയ്ക്കിടെ പോകുന്ന ചരക്ക് ലോറികൾ. അടുത്ത നിമിഷം ധനപാലിൻ്റെ സെൽഫോൺ ശബ്ദിച്ചു. വണ്ടിയുടെ വേഗത ഒട്ടും കുറയ്ക്കാതെ അയാൾ സ്റ്റിയറിംഗ് ബട്ടൺ പ്രസ് ചെയ്ത് ഫോൺ തോളിനും കാതിനും ഇടയിൽ അമർത്തി. ഹലോ സാറേ, അപ്പുറത്തുനിന്ന് കേട്ടത് ഒരു നിലവിളി. ആ ശബ്ദം ധനപാലൻ തിരിച്ചറിഞ്ഞു. താര. എന്താ താരേ? നടുക്കത്തോടെ CI ധനപാലൻ ഒച്ചയുയർത്തി. ഒപ്പം ആക്സിലേറ്ററിൽ നിന്ന് കാൽ മാറ്റി. ബൊലോറോയുടെ വേഗത കുറഞ്ഞുകൊണ്ടിരുന്നു. സാർ, എന്നെ രക്ഷിക്കണം. വീണ്ടും താരയുടെ കരച്ചിൽ. എന്ത് പറ്റി താരേ? നീ എവിടെയാണ്? മണ്ണന്തലയിൽ. എന്നെ ചിലർ പിടിച്ചുകൊണ്ടു പോന്നു സാർ. എനിക്ക് തന്ന സ്വർണമൊക്കെ അവർ കൊള്ളയടിച്ചു. പിന്നെ ഇവിടെ സർക്കാർ പ്രസിനരികിൽ അവർ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ ഇറങ്ങി ഓടി. വല്ലാത്തൊരു വിറയൽ ബാധിച്ചു കഴിഞ്ഞിരുന്നു ധനപാലനിലും. എന്നിട്ട് നീ ഇപ്പോൾ എവിടെയാ? പ്രസ്സിന് മുകളിലുള്ള ഹൈസ്കൂളിനടുത്തുള്ള കശുമാവിൻ തോപ്പിൽ. അവർ എന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുക. അവർ ആരാണെന്നറിഞ്ഞോ? ഇല്ല. എന്തായാലും നീ അവിടെ തന്നെ നിൽക്ക്. ഞാൻ 10-15 മിനിറ്റിനുള്ളിലെത്തും. അതുവരെ അവർക്ക് പിടികൊടുക്കരുത്. പറഞ്ഞിട്ട് ഫോൺ ഇടതുഭാഗത്തെ സീറ്റിലേക്കിട്ട് ധനപാലൻ. ശേഷം ബൊലോറോ പറത്തിവിട്ടു. 10 മിനിറ്റിനുള്ളിൽ അയാൾ മണ്ണന്തലയിലെത്തി. സ്കൂളിൻ്റെ മുറ്റത്തേക്ക് വളഞ്ഞ് കയറിപ്പോകുന്ന റോഡ് കണ്ടു. ഗേറ്റ് തുറന്ന് കിടക്കുകയാണ്. അയാൾ കുന്നിൻ മുകളിലേക്ക് ബൊലോറോ പായിച്ചു. കശുമാവിൻ തോപ്പിനരികിൽ ബൊലോറോ ബ്രേക്കിട്ടു. അതിൻ്റെ ഹെഡ്ലൈറ്റുകൾ ഓഫ് ചെയ്തിട്ട് ധനപാലൻ തിടുക്കത്തിലിറങ്ങി. കശുമാവിൻ തോപ്പിൽ ഇരുൾ കട്ട പിടിച്ച് കിടക്കുകയാണ്. തപ്പിത്തറിഞ്ഞ് അയാൾ അതിനുള്ളിലേക്ക് കയറി. പിന്നെ പിന്തിരിഞ്ഞ് ശ്രദ്ധിച്ചു. തോപ്പിന് പുറത്തെങ്ങും ആളനക്കമില്ല. താരേ, ശബ്ദം കുറിച്ച് അയാൾ വിളിച്ചു. പെട്ടെന്ന് കുറച്ച് മുന്നിലായി ഒരു ഞരക്കം കേട്ടു. റിവോൾവർ അരയിലുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് ധനപാലൻ ഞരക്കം കേട്ട ഭാഗത്തേക്ക് നീങ്ങി. കശുമാവിനുകൾക്കിടയിൽ കുറ്റിക്കാടുകളായിരുന്നു. അയാൾ ഇരുകൈക്കൊണ്ട് അവ പിന്നോട്ടൊതുക്കി. തൊട്ടുമുന്നിൽ കുറ്റിക്കാട്ടിൽ കിടന്ന് ഒരാൾ പുളയുന്നു. താരേ, വിളിച്ചുകൊണ്ട് ധനപാലൻ മുന്നോട്ടെടുത്തു. മൊബൈലിലെ വെളിച്ചം മിന്നിച്ചുകൊണ്ട് കുനിഞ്ഞു. ആ ക്ഷണം തറയിൽ കിടന്നിരുന്ന ആൾ കാലുയർത്തി ഒറ്റ ചവിട്ട് ധനപാലൻ്റെ നാഭിയിൽ. അടിവയറ്റിൽ കൈ അമർത്തിക്കൊണ്ട് അയാൾ പിന്നിലേക്ക് വേച്ചു. ആ ക്ഷണം കുറുവടി പോലെ എന്തോ കൊണ്ട് ശിരസിൽ ഒരടി കൂടി ഏറ്റു. നിലവിളിക്കാനുള്ള സാവകാശം പോലുമില്ലാതെ ധനപാലൻ കുഴഞ്ഞു വീണു. റിവോൾവറിൽ ഒന്ന് തൊടാൻ പോലും അയാൾക്ക് കഴിഞ്ഞില്ല. 1 മണിക്കൂർ കഴിഞ്ഞു. മുഖത്ത് തണുത്ത വെള്ളം വീണപ്പോൾ ധനപാലൻ കണ്ണുകൾ തുറന്നു. അയാൾ ചുറ്റും പകച്ചു നോക്കി. ശിരസിൽ പൊട്ടിപ്പിളരുന്ന വേദന. ആദ്യം കണ്ണുകൾക്ക് മുന്നിൽ മഞ്ഞുപോലെ. ക്രമേണ അത് മാറി വന്നു. അപ്പോൾ കണ്ടു, ഭിത്തിയിലേക്ക് കൈകൾ മലർത്തിവെച്ച് ആണി തറച്ച നിലയിൽ താര. വായ്ക്ക് മുകളിൽ തേപ്പൊട്ടിച്ചിരിക്കുന്നു. താരേ! ധനപാലൻ ചാടിയെഴുന്നേൽക്കാൻ ഭാവിച്ചു. ആ ക്ഷണം അയാളുടെ നെറ്റിയിൽ ഒരു റിവോൾവറിൻ്റെ കുഴലമർന്നു. ഒപ്പം ഒരു ശബ്ദവും. ഇത് തൻ്റെ സർവീസ് റിവോൾവർ തന്നെയാണ്. ഇതിലെ ഉണ്ട തലച്ചോറിൽ തുളഞ്ഞു കയറി മരിക്കാനാണ് നിനക്ക് യോഗം. ധനപാലൻ പേടിയോടെ മുകളിലേക്ക് നോക്കി. തൊട്ടുമുന്നിൽ രാഹുലിൻ്റെ കത്തുന്ന മുഖം. അവിടെ തെളിഞ്ഞു നിന്ന ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവൻ്റെ കണ്ണുകളിൽ വജ്രത്തിളക്കം. രാഹുൽ, എന്നെ കൊല്ലരുത്! ധനപാലൻ കേണു. അപ്പോൾ രാഹുലിൻ്റെ ഇരുവശത്തും 2 പേർ കൂടി പ്രത്യക്ഷപ്പെട്ടു. വിക്രമനും സാദിഖും. നിന്നെ കൊല്ലാനാണ് ഞങ്ങളുടെ തീരുമാനം. വിക്രമൻ കടപ്പല്ലി ഞെരിച്ചു. ഇനി ആ തീരുമാനം മാറണമെങ്കിൽ കുറേയേറെ ചിന്തിക്കേണ്ടി വരും. കാരണം ഈ താര നടന്നതെല്ലാം ഞങ്ങളുടെ മുന്നിൽ ഛർദ്ദിച്ചു കഴിഞ്ഞു. അതൊക്കെ ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുമുണ്ട്. ധനപാലൻ തളർന്നു പോയി. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. കൊല്ലാതിരുന്നാൽ മതി. കൈകൾ അയാൾ കൂപ്പി. പുലിമുരളും പോലെ ഒരൊച്ച രാഹുലിൽ നിന്നുയർന്നു. ഒപ്പം ധനപാലൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ഉയർത്തി. ശേഷം റിവോൾവർ ഇടം കൈയിലേക്ക് മാറ്റിയിട്ട് വലത് കൈ വീശി ഒറ്റയടി. ധനപാലൻ്റെ കവിളടക്കം. നനഞ്ഞ തുണി കല്ലിൽ അടിക്കുമ്പോഴത്തേതുപോലെ ഒരു ശബ്ദം കേട്ടു. ധനപാലൻ്റെ മുഖം കോടിപ്പോയി. രാഹുൽ അയാളുടെ താടിയിൽ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി. തുടർന്ന് ആ കണ്ണുകളിലേക്ക് നോട്ടം നട്ടു. ധനപാല, നിന്നെ ഞാൻ കൊല്ലാതിരിക്കണോ എന്ന് പിന്നീട് ചിന്തിക്കാം. പക്ഷേ ഇവളെ ഉപയോഗിച്ച് എൻ്റെ അച്ഛനെ കൊല്ലിച്ചത് എന്തിന്? ആര് പറഞ്ഞിട്ട്? ധനപാലൻ വല്ലവിധനയും ഉമിനീരിറക്കി. രാജസേന സാറിനോട് എനിക്ക് യാതൊരു വിരോധവും ഉണ്ടായിരുന്നില്ല. പക്ഷേ CM പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അയാൾ വിറച്ചുകൊണ്ട് പറഞ്ഞു. രാഹുൽ തലകുടഞ്ഞു. സംഭവിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ അത് നിന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണമായിരുന്നു. രാഹുൽ റിവോൾവർ അയാളുടെ തൊണ്ടക്കുഴിയിൽ കുത്തി. 1 സെക്കൻഡിൻ്റെ 10-1 സമയം മതി നിനക്ക് പരലോകത്തേക്ക് പോകുവാൻ. തീർത്തേക്കട്ടെ? അയ്യോ വേണ്ട! ധനപാലൻ വല്ലാതെ വിളറി. മുഖത്ത് മുത്തുമണികൾ പോലെ വിയർപ്പ് തുള്ളികൾ രൂപം കൊണ്ടു. എങ്കിൽ നിന്റെ ഫോൺ എടുക്ക്, രാഹുൽ കൽപ്പിച്ചു. വിറപ്പുണ്ട വിരലുകൾ കൊണ്ട് ധനപാലൻ ഫോൺ എടുത്തു. നീ CMനെ വിളിക്കേ. പിന്നെ ഞാൻ പറയുന്നത് പോലെ പറയും. രാഹുൽ ധനപാലനോട് ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചു. മുഖ്യമന്ത്രി വേലായുധൻ മാസ്റ്റർ അപ്പോൾ സംതൃപ്തമായ മനസ്സോടെ കിടക്കാൻ ഭാവിക്കുകയായിരുന്നു. താൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നിരിക്കുന്നു.
ഇനി തനിക്കെതിരെ കളിക്കാൻ രാഹുൽ ധൈര്യപ്പെടില്ല. രാജസ്ഥാൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട MLA-മാരെയും വരുതിക്ക് നിർത്തുവാൻ കഴിയും. അല്ലെങ്കിൽ എല്ലിൻ കഷ്ണങ്ങൾ പോലെ വല്ലതും ഇട്ടുകൊടുത്താൽ മതി. നായ്ക്കളെപ്പോലെ വാലാട്ടിക്കൊണ്ട് അവന്മാർ തനിക്ക് പിന്നാലെ നടന്നോളും. മാസ്റ്റർ കിടക്കയിലിരുന്നു. ഭാര്യ വേറെ മുറിയിലാണ് ഇപ്പോൾ ഉറങ്ങുന്നത്. അയാൾക്ക് ഒരു ജാരസന്തതിയുണ്ട് എന്ന വാർത്ത പ്രചരിച്ചപ്പോൾ മുതലാണത്. വേലായുധൻ മാസ്റ്റർ തലയിണയെടുത്ത് ഹെഡ് റെസ്റ്റിലേക്ക് അല്പം ചരിച്ചു വെച്ചു. പിന്നെ അതിലേക്ക് ചാഞ്ഞ നിമിഷത്തിലാണ് സെൽഫോൺ ഇരമ്പിയത്. മാസ്റ്റർ അതെടുത്ത് നോക്കി. മെഡിക്കൽ കോളേജ് CI ധനപാലൻ. എന്താടോ? മാസ്റ്റർ ഫോൺ കാതിലമർത്തി. സാർ, ഞാൻ വരുന്ന വഴി രാഹുലിനെ പിടികൂടി. എൻ്റെ സേഫ് കസ്റ്റഡിയിലുണ്ട്. മാസ്റ്റർ ആവേശത്തിലായി. അവൻ ഇനി പുറം ലോകം കാണരുത് ധനപാല. അതൊരിക്കലുമില്ല. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കണം. ഇവൻ്റെ മനസ്സിൽ ബോംബ് പോലെ ചില രഹസ്യങ്ങളുണ്ട്. സാറിൻ്റെ സാന്നിധ്യത്തിൽ വേണം എനിക്കത് കേൾക്കാൻ. ഈ രാത്രിക്കപ്പുറം ഇവനെ വെച്ചുകൊണ്ടിരിക്കുന്നതും പന്തിയല്ല. നീ എവിടെയാ? ഞാൻ അങ്ങോട്ട് വരാം. അവനോട് ആ മുഖത്ത് നോക്കി എനിക്കും ചിലത് സംസാരിക്കാനുണ്ട്. മാസ്റ്റർക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ലായിരുന്നു. ധനപാലൻ സ്ഥലം പറഞ്ഞു കൊടുത്തു. മാസ്റ്റർ അപ്പോൾ തന്നെ വേഷം മാറി സ്റ്റേറ്റ് കാറോ അകമ്പടി പോലീസുകാരോ ഗൺമാനോ ഇല്ലാതെ തന്നെ ഒരു വാഗണർ കാറിൽ അവിടെ നിന്ന് യാത്രയായി. 15 മിനിറ്റ്. കാർ തെങ്ങിൻ തോപ്പിന് നടുവിലെ ഒഴിഞ്ഞ കെട്ടിടത്തിന് മുന്നിൽ നിന്നു. പുറത്തിറങ്ങി മാസ്റ്റർ വാതിലിന് നേരെ നോക്കി ശബ്ദം താഴ്ത്തി. ധനപാല. വിളി കേട്ടില്ലെങ്കിലും വാതിൽ തുറക്കപ്പെട്ടു. അകത്ത് കനത്ത ഇരുട്ട്. തപ്പിത്തറഞ്ഞ മാസ്റ്റർ വാതിൽക്കിലെത്തി. അടുത്ത നിമിഷം അകത്തുനിന്ന് ആരോ അയാളെ വലിച്ചകത്തേക്കിട്ടു. അയ്യോ! ഒരു ചാക്കുകെട്ട് പോലെ വേലായുധൻ മാസ്റ്റർ തറയിൽ വീണു. അമർത്തിയ ഒരു നിലവിളി ആ കണ്ടത്തിൽ നിന്നുയർന്നു. പെട്ടെന്ന് വാതിലടഞ്ഞ് ലോക്ക് വീഴുന്ന ഒച്ച കേട്ടു. ആരാ? ഇരുട്ടിൽ തപ്പിത്തറിഞ്ഞ് എഴുന്നേൽക്കുന്നതിനിടയിൽ മാസ്റ്റർ വിളിച്ചു. ധനപാല. തൊട്ടടുത്ത സെക്കൻഡിൽ മുറിയിൽ ലൈറ്റ് തെളിഞ്ഞു. നടുക്കത്തോടെ മാസ്റ്റർ കണ്ടു. മുന്നിൽ രാഹുൽ, അവനോടൊപ്പം 2 പേർ. രാഹുൽ, നീ? മാസ്റ്റർ അവൻ്റെ നേർക്ക് കൈ ചൂണ്ടി. ഞാൻ ഈ നാടിൻ്റെ മുഖ്യമന്ത്രിയാണ്. കോപ്പ്. രാഹുൽ പുച്ഛിച്ചു. മുഖ്യമന്ത്രി എന്തിനാ അകമ്പടി പോലുമില്ലാതെ ഈ നേരത്തെ ഇങ്ങോട്ട് ഓടിപ്പാഞ്ഞു വന്നത്? തൻ്റെ കട്ടിലമ്മ ഇവിടെ പ്രസവിക്കാൻ കിടക്കുകയൊന്നും ആയിരുന്നില്ലല്ലോ. എന്നെ നിനക്ക് കൊല്ലണം അല്ലടാ? എൻ്റെ അച്ഛനെ കൊന്നതുപോലെ. അതിന് ഭൂലോക ഫ്രോഡായ ധനപാലൻ നിന്നെ സഹായിക്കുമെന്ന് കരുതി. നടുങ്ങി വിറച്ചു മാസ്റ്റർ. സത്യം രാഹുൽ കണ്ടെത്തിയിരിക്കുന്നു. നീ തേടി വന്നവൻ ദാ നിൽക്കുന്നു. എൻ്റെ അച്ഛനെ കൊന്നവളും. രാഹുൽ തല കൊണ്ട് മാസ്റ്റർക്ക് പിന്നിലേക്ക് ആംഗ്യം കാട്ടി. മാസ്റ്റർ തിരിഞ്ഞു നോക്കി. അടുത്ത ഞെട്ടൽ. ധനപാലനെയും ഒരു യുവതിയെയും ഭിത്തിയിൽ ആണിയടിച്ച് നിർത്തിയിരിക്കുന്നു. താരയെ മാസ്റ്റർക്ക് അറിയില്ല. മാസ്റ്റർ നോക്കുന്നത് കണ്ട് ധനപാലൻ നിസ്സഹായനായി കണ്ണുകൾ ഇറുക്കിയടച്ചു. മാസ്റ്റർ പെട്ടെന്ന് പുറത്തേക്ക് ഓടാനാഞ്ഞു. എന്നാൽ വിക്രമൻ അയാളുടെ കാലിൽ തട്ടി. മാസ്റ്റർ മുഖമടച്ച് തറയിൽ വീണു. അങ്ങനെ അങ്ങ് രക്ഷപ്പെടാമെന്ന് കരുതിയോ താൻ? രാഹുൽ അയാളുടെ ഷർട്ടിൻ്റെ പിൻകോളറിൽ പിടിച്ചുയർത്തി. മാസ്റ്ററുടെ ചുണ്ട് ചതഞ്ഞ് ചോര കിനിഞ്ഞു. രാഹുൽ, എന്നെ പോകാൻ അനുവദിക്കണം, അയാൾ യാചിച്ചു. എൻ്റെ അച്ഛനെ കൊന്ന നിന്നെ വിടാനോ? അത് ഏതായാലുമില്ല. ഇത്രയും കാലം നാട് മുടിച്ച് ഭരിച്ച് നീ രസിച്ചില്ലേ? ഇനി അത് വേണ്ട. ഈ ചെയ്തതൊക്കെ ഏറ്റുപറഞ്ഞ് നിയമത്തിന് കീഴടങ്ങാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ എൻ്റെ ഒപ്പം ജയിലിൽ കൂട്ടായി താനും ഉണ്ടാകും. കാരണം ഈ നിൽക്കുന്ന ധനപാലനും മെഡിക്കൽ കോളേജ് നഴ്സും എല്ലാം പറഞ്ഞത് ഞാൻ റെക്കോർഡ് ചെയ്തു. മാത്രമല്ല മീഡിയയ്ക്ക് മുന്നിൽ ഇവർ രണ്ടാളും എല്ലാം തുറന്നു പറയാൻ പോകുകയാണ്. രാഹുൽ ഒന്ന് നിർത്തി ശ്വാസം വലിച്ചെടുത്തു. പിന്നീട് തുടർന്നു. നാളെ നേരം പുലരുന്നതോടെ കഥ മാറും. കൊലയാളി ചീഫ് മിനിസ്റ്റർ ഔട്ട്. രാഹുൽ തിരിഞ്ഞു. സാദിക്കേ? സാർ. സാദിഖ് മുറിയുടെ മൂലയിൽ നിന്ന് ഒരു കന്നാസ് എടുത്തുകൊണ്ട് വന്ന് തുറന്നു. പെട്രോളിൻ്റെ രൂക്ഷാന്തം മുറിയിൽ പരന്നു. മാസ്റ്റർ വിറയ്ക്കാൻ തുടങ്ങി. ഇതെന്തിനാ? കത്തിക്കാൻ. പറഞ്ഞതും രാഹുൽ കന്നാസ് വാങ്ങി. വിക്രമനും സാദിഖും കൂടി മാസ്റ്ററെ പിടിച്ച് നിർത്തിക്കൊടുത്തു. രാഹുൽ മാസ്റ്റർ തലയിലൂടെ പെട്രോൾ ഒഴിച്ചു. മാസ്റ്റർ പെട്രോളിൽ കുളിച്ചു. രാഹുൽ കന്നാസ് വലിച്ചെറിഞ്ഞു. പിന്നെ ലൈറ്റർ എടുത്തു. നിന്നെ കത്തിക്കുന്നതിനും ഇവർ കൂടി സാക്ഷിയാകണം. പക്ഷേ നീ മുഴുവനായി മരിക്കും മുമ്പ് ഞാൻ തീ കെടുത്തു. കാരണം പകുതി വെന്ത ശരീരത്തോടു കൂടി വേണം നീ എനിക്കൊപ്പം ജയിലിൽ കിടക്കാൻ. അവൻ ലൈറ്റർ തെളിക്കാൻ ഭാവിച്ചു. വേണ്ട രാഹുൽ. മാസ്റ്റർ അവൻ്റെ കാൽക്കൽ വീണു. ഈ നിമിഷം മുതൽ നീ പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യൂ. അയാളുടെ ശരീരത്തിൽ നിന്ന് പെട്രോൾ തുള്ളികൾ ഇറ്റു വീണു. ഉറപ്പാണോടോ? ഉറപ്പ്. എങ്കിൽ രാഹുൽ കൽപ്പിച്ചു. നാളെ എനിക്ക് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യണം. ഇലക്ഷൻ 6 മാസത്തിനുള്ളിൽ മതിയല്ലോ. അച്ഛൻ്റെ സീറ്റിൽ ഞാൻ മത്സരിക്കും. മുഖ്യമന്ത്രിയായ ശേഷമേ ഞാൻ അച്ഛൻ്റെ ശരീരം പത്തനംതിട്ടയ്ക്ക് കൊണ്ടുപോകൂ. എന്തു പറയുന്നു? സമ്മതിച്ചു. മാസ്റ്റർ ഉറപ്പ് നൽകി. രാഹുൽ മാസ്റ്ററുടെ പല പോസിലുള്ള ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തി. ആണിയിൽ നിന്ന് താരയെ വേർപ്പെടുത്തി. അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മാസ്റ്റർ നിൽക്കുന്ന ചിത്രങ്ങൾ വരെ എടുത്തു. ശേഷം ധനപാലൻ്റെ കൈകളിലെയും ആണികൾ വലിച്ചൂരി. ഒപ്പം അറിയിച്ചു. ധനപാല, പോലീസിലെ നിന്റെ സേവനം ഈ രാത്രി കൊണ്ട് അവസാനിക്കുകയാണ്. ഒന്നുകിൽ വോളണ്ടറി റിട്ടയർമെൻറ്റ് വാങ്ങിക്കൊള്ളണം, അല്ലെങ്കിൽ റിസൈൻ ചെയ്തേക്കണം. ചോയ്സ് നിനക്കാണ്. അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. 3 തരം. ധനപാലന് ശബ്ദിക്കാൻ പോലും കഴിഞ്ഞില്ല. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുവാൻ ഭാവിക്കുകയായിരുന്നു പിങ്ക് പോലീസ് സംഘം. SI വിജയ എല്ലാവരെയും അടുത്തു വിളിച്ച് സ്ഫോടനത്തിൽ മരിച്ച 5 SIമാരുടെയും വീടുകളിൽ പോയതിനു ശേഷം അവർ തിരിച്ചെത്തിയതേയുള്ളൂ. എന്താ മാഡം?
CPO നിർമ്മല തിരക്കി. ഒരു നിമിഷം എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി നിന്നു വിജയ. പിന്നെ പതുക്കെ ചുണ്ടനക്കി. നിങ്ങളെ സ്വന്തം ചേച്ചിമാരായിട്ടോ അഞ്ചത്തിമാരായിട്ടോ ആണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. മുഖവര കേട്ടിട്ടും ആർക്കും ഒന്നും മനസ്സിലായില്ല. വിജയ അവരോടെല്ലാം തുറന്നു പറഞ്ഞു. തങ്ങൾ 6 SIമാർ ചേർന്ന് തിന്മയ്ക്കെതിരെ പോരാടാൻ റെഡ് എന്ന വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയതു മുതൽ അമ്പരന്ന് പോയി മറ്റുള്ളവർ. വിജയ തുടർന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിട്ട് പോലും എനിക്ക് അച്ഛൻ, ഏട്ടൻ, അനുജൻ ഒക്കെ നഷ്ടമായി. ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ അപ്പോൾ സാധാരണക്കാരുടെ അവസ്ഥ എന്താണ്? ഏതാനും ചിലരെ നശിപ്പിച്ചാൽ ഭൂരിഭാഗം പേരും രക്ഷപ്പെടുമെങ്കിൽ സംഹാരം ഒരു തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ 6 പേർ ഒന്നിച്ചെടുത്ത തീരുമാനം ഇനി ഒറ്റയ്ക്ക് നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ആവശ്യം വന്നാൽ നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കുമോ? നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. മാഡം, ഡ്രൈവർ സുമം അമ്പരപ്പിൽ വിളിച്ചു. സുമത്തിന് പേടിയാണെങ്കിൽ സഹകരിക്കേണ്ട, വിജയ് ചിരിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ നിന്ന് പുറത്തു പോകരുത്. ഒരിക്കലുമില്ല മാഡം. പക്ഷേ ഞാൻ പറയാൻ ഭാവിച്ചത് അതല്ല. നമ്മളെ കൊണ്ട് അതൊക്കെ ആവുമോ? വിജയ തലയാട്ടി. തീർച്ചയായും. എങ്കിൽ ഞങ്ങളുണ്ട് മാഡം ഒപ്പം. പറഞ്ഞത് ശാന്തിനിയാണ്. മറ്റുള്ളവരും അത് ആവർത്തിച്ചു. എങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ ഒരിടം വരെ പോകുന്നു. പിങ്ക് പോലീസിൻ്റെ ഇന്നോവ സ്റ്റാർട്ടായി. ടൊയോട്ട വർക്ക്ഷോപ്പിലാണ്. കഴിഞ്ഞ ദിവസം ആക്സിഡൻറ്റ് സംഭവിച്ചതിനാൽ വണ്ടി ഓടിയെത്തിയത് ചെന്നീർക്കര പഞ്ചായത്തിലെ ഊന്നുകൽ എന്ന സ്ഥലത്താണ്. അവിടെ കുരിശടിക്ക് അടുത്ത് നിന്ന് മാത്തൂർ റോഡിലേക്ക് തിരിഞ്ഞു. റോഡ് തീർത്തും വിജനം. അവർ ആർജവ് വിജയോട് പറഞ്ഞ കെട്ടിടത്തിലെത്തി. അതിനുള്ളിൽ അർദ്ധമയക്കത്തിൽ അവനുണ്ടായിരുന്നു. നോബിൾ തോമസ്, മുഖ്യമന്ത്രിയുടെ ജാരസന്തതി. പിങ്ക് പോലീസ് അവനെ കസ്റ്റഡിയിലെടുത്ത് ഇന്നോവയിൽ കയറ്റി. ഏതോ മയക്കുമരുന്ന് നൽകിയിരുന്നതിനാൽ അവൻ്റെ ബോധം ശരിക്ക് വീണിരുന്നില്ല. ഇവന് വേണ്ടിയാണ് അയാൾ സത്യനെ കൊല്ലിച്ചത്. വിജയുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. ഇവനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? തിരികെ വണ്ടി ഓടിക്കുന്നതിനിടയിൽ സുഭം തല ചരിച്ച് വിജയെ നോക്കി. തൽക്കാലം എൻ്റെ വീട്ടിലേക്ക്, വിജയ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അടുത്ത പ്രഭാതത്തിൽ കേരളത്തിലെ ജനങ്ങൾ കേട്ടത് അമ്പരപ്പിക്കുന്ന ഒരു വാർത്ത ആയിരുന്നു. മുഖ്യമന്ത്രി വേലായുധൻ മാസ്റ്റർ രാവിലെ തന്നെ പ്രസ് മീറ്റിംഗ് നടത്തി. താൻ സ്ഥാനം ഒഴിയുകയാണെന്നും പകരം രാഹുൽ ചീഫ് മിനിസ്റ്റർ ആകുകയാണെന്നും മീഡിയക്കാർ ഒരു 100 ചോദ്യം എറിഞ്ഞു. നോ കമൻസ്, അതായിരുന്നു മാസ്റ്ററുടെ മറുപടി. പ്രസ് മീറ്റിംഗ് കഴിഞ്ഞ് വേലായുധൻ മാസ്റ്റർ എഴുന്നേറ്റു. അപ്പോൾ ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അയാൾ പുറത്തേക്ക് നടക്കാൻ ഭാവിച്ചപ്പോൾ റിപ്പോർട്ടേഴ്സ് പിന്നാലെ ചെന്നു. എന്നാലും പെട്ടെന്ന് സാറ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്തിനാണെന്നെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ? ഒരു റിപ്പോർട്ടർ തിരക്കി. ജനങ്ങൾക്ക് മുന്നിൽ സത്യസന്ധമായി കാര്യങ്ങൾ പറയാൻ അങ്ങേക്ക് ബാധ്യതയില്ലേ? മാസ്റ്റർ ചുണ്ടുകോട്ടി ഒന്ന് ചിരിച്ചു. നിങ്ങളോട് ഞാൻ ഈയിടെയായി മാന്യത അല്പം കൂടുതൽ കാണിക്കുന്നുണ്ട്. അത് വെച്ച് മുതലെടുക്കാൻ നോക്കല്ലേ. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു രാജസേനൻ. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഉണ്ടായപ്പോൾ മകനെ അതിലും നല്ല ഒരു പദവിയിൽ എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. എൻ്റെ പാർട്ടിക്കാർക്കും അത് സമ്മതമായിരുന്നു. ഇതിൽ കൂടുതൽ എന്ത് പറയണം ഞാൻ? സാർ, മറ്റൊരാൾ മുഖ്യമന്ത്രിയോട് വീണ്ടും എന്തോ ചോദിക്കാനാഞ്ഞു. മാസ്റ്റർ പക്ഷേ മുഖം കൊടുത്തില്ല. അങ്ങോട്ട് മാറി നിൽക്കിൻ. സെക്യൂരിറ്റി പോലീസ് മീഡിയക്കാരെ തള്ളി അകറ്റി. അവർക്കിടയിലൂടെ ചെന്ന് വേലായുധൻ മാസ്റ്റർ കാറിൽ കയറി. കാറിന് പിന്നാലെ പോലീസ് വാഹനങ്ങളും ഇരമ്പിപ്പാഞ്ഞു. നേരെ ഗവർണറുടെ അടുത്തേക്ക്. രാവിലെ യൂണിഫോം ധരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിനിടയിൽ TV കാണുകയായിരുന്നു പിങ്ക് പോലീസ് SI വിജയ. അതിൽ വേലായുധൻ മാസ്റ്ററുടെ പിന്മാറ്റത്തെക്കുറിച്ചും രാഹുലിൻ്റെ അവരോധത്തെക്കുറിച്ചുമുള്ള വാർത്തകൾ കേട്ട് അവൾ അമ്പരന്നു. ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ് നടക്കാൻ പോകുന്നത്. ചീഫ് മിനിസ്റ്ററായി കഴിഞ്ഞാൽ രാഹുലിനെ ഒന്ന് തൊടാൻ പോലും ആവില്ലെന്ന് അവൾക്കറിയാം. കിച്ചണിൽ നിന്ന് മാലിനിയും അങ്ങോട്ട് വന്നു. മോളെ, ആ മുറിയിൽ അടച്ചിട്ടിരിക്കുന്ന ചെറുക്കന് കാപ്പി കൊടുക്കണ്ടേ? വേണ്ട. വിജയുടെ ശബ്ദം കടുത്തു. കൊടുക്കേണ്ട നേരത്തെ ഞാൻ കൊടുത്തോളാം. ഇന്നലെ ഞാൻ അമ്മയോട് പറഞ്ഞതാണ് നമ്മുടെ സത്യൻ മരിക്കാൻ കാരണക്കാരൻ അവനാണെന്ന്. അതുകൊണ്ട് ഇനി അവൻ്റെ കാര്യം സംസാരിച്ചു പോകരുത്. പറയുന്നതിനിടയിൽ വിജയ പാൻസിൻ്റെ പോക്കറ്റിൽ തപ്പി നോക്കി. നോബിൾ തോമസിനെ പാർപ്പിച്ചിരിക്കുന്ന മുറിയുടെ താക്കോൽ ഭദ്രമായുണ്ട്. വളരെ പെട്ടെന്ന് വിജയ കാപ്പി കഴിച്ചു. അപ്പോൾ മുറ്റത്ത് പിങ്ക് പോലീസിൻ്റെ ഇന്നോവ വന്നു നിന്നു. അമ്മ ആ മുറിയുടെ ഭാഗത്തേക്ക് പോലും പോകണ്ട. ഒരിക്കൽ കൂടി അവൾ മാലിനിയെ താക്കീത് ചെയ്തു. വൈകിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. രാഹുൽ മുഖ്യമന്ത്രിയാകും. അവൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ചിലരെ കൂടി മന്ത്രിയാക്കാനും തീരുമാനമുണ്ട്. ഭരണകക്ഷിയിൽപ്പെട്ട പലർക്കും ഈ വിധ സംഭവങ്ങളോട് കടുത്ത അമർഷമുണ്ടായിരുന്നു. എന്നാൽ ഉറച്ച തീരുമാനത്തിൽ വേലായുധൻ മാസ്റ്റർ നിന്നതിനാൽ അവർക്ക് ഒന്നും ചെയ്യാനായില്ല. കയ്യിൽ ഉള്ളതുകൂടി നഷ്ടപ്പെടുത്താൻ അവരാരും ഒരുക്കമായിരുന്നില്ല. ഉച്ചയ്ക്ക് മുൻപ് മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് രാഹുലും മാസ്റ്ററും കൂടി ഒരു കൂടിക്കാഴ്ച നടത്തി. പേഴ്സണൽ റൂമിൽ. ഞാൻ ആഭ്യന്തരം കൈകാര്യം ചെയ്യാം രാഹുൽ, അതിനെങ്കിലും നീ സമ്മതിക്കണം. യാചനായിരുന്നു മാസ്റ്ററുടെ ശബ്ദത്തിൽ. പക്ഷേ രാഹുൽ വഴങ്ങിയില്ല. എനിക്ക് അച്ഛനെന്ന് പറയുവാൻ ഒരാൾ മാത്രമേയുള്ളൂ. അതുകൊണ്ട് എൻ്റെ തീരുമാനങ്ങൾക്കും മാറ്റമുണ്ടാകില്ല. മാസ്റ്റർ കുറച്ചുകാലം ഒന്ന് വിശ്രമിക്കേ. രാഹുൽ ഇടംകാലിന് മേൽ വലതുകാൽ കയറ്റിവെച്ച് വിറപ്പിച്ചു. മാസ്റ്റർ പക്ഷേ രോഷമൊന്നും പുറത്തു കാട്ടിയില്ല. എങ്കിൽ എൻ്റെ മകൻ നോബിളിനെയെങ്കിലും വെറുതെ വിട്ടുകൂടെ? തീർച്ചയായും, അത് ഞാൻ ചെയ്തിരിക്കും. അപ്പോഴും നോബിൾ തൻ്റെ കസ്റ്റഡിയിലില്ല എന്ന കാര്യം രാഹുൽ മറച്ചുവെച്ചു.
സമയം വൈകിട്ട് 6 മണി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ പാർട്ടി പ്രവർത്തകർക്ക് മുന്നിൽ ശവം പോലെ ആയിക്കഴിഞ്ഞ വേലായുധൻ മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ രാഹുൽ ഗവർണർ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്തു മുഖ്യമന്ത്രിയായി. അടുത്ത ദിവസം അലങ്കരിച്ച വോൾവോ ബസ്സിൽ മുൻ ആഭ്യന്തരമന്ത്രി രാജസേനന്റെ മൃതദേഹം വിലാപയാത്രയായി പത്തനംതിട്ടയ്ക്ക് കൊണ്ടുപോയി. മന്ത്രിമാരും പാർട്ടി പ്രവർത്തകരും അടങ്ങുന്ന വൻ സംഘം മൃതദേഹത്തെ അനുധാവനം ചെയ്തു. എല്ലാ ടൗണുകളിലും മെയിൻ ജംഗ്ഷനുകളിലും അനുശോചനം നടന്നു. വോൾവോ ബസ്സിൽ രാഹുലും വേലായുധൻ മാസ്റ്ററും ഉണ്ടായിരുന്നു. വഴിനീളെ പോലീസ് പട. പെട്ടെന്ന് മാസ്റ്ററുടെ പ്രൈവറ്റ് ഫോൺ ഇരമ്പി. അയാൾ എടുത്തു നോക്കിയപ്പോൾ തികച്ചും അപരിചിതമായ നമ്പർ. ഒന്നുകൂടി സംശയിച്ചിട്ട് കാൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ആരാ? അത് പിന്നീട് പറയാം. ഒരു സ്ത്രീ ശബ്ദം. താങ്കൾക്ക് ഗുണമുള്ള ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. മാസ്റ്റർ ഇടം കണ്ടിട്ട് രാഹുലിനെ ഒന്ന് നോക്കി. പിന്നെ കാതിലേക്ക് ഫോൺ അല്പം കൂടി അമർത്തി. പറയൂ. രാഹുൽ മുഖ്യമന്ത്രിയായത് സാറിന് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണെന്ന് എനിക്കറിയാം. അവനെ താഴെ ഇറക്കാനുള്ള മാർഗമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, സാറിന് വേണമെന്നുണ്ടെങ്കിൽ. മാസ്റ്റർ ഒരിക്കൽ കൂടി രാഹുലിനെ നോക്കി. മുഖ്യമന്ത്രി ആയതിൻ്റെ ഗമയിൽ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് അവൻ. ഞാൻ എന്ത് ചെയ്യണം? മാസ്റ്റർ പതുക്കെ തിരക്കി. ഇപ്പോഴൊന്നും ചെയ്യണ്ട. ചെയ്യേണ്ട നേരത്തെ ഞാൻ പറയാം. പിന്നെ സാറിൻ്റെ മകൻ രാഹുലിൻ്റെ കസ്റ്റഡിയിലൊന്നുമില്ല. മാസ്റ്റർ ഞെട്ടി. പിന്നെ എവിടെയാണ്? അതും പറഞ്ഞു തരാം, സമയമാകുമ്പോൾ. നമുക്ക് തമ്മിൽ നേരിട്ടൊന്ന് കാണാനാവുമോ? മാസ്റ്റർക്ക് ആവേശമായി. കാണാം, പക്ഷേ ഇപ്പോഴല്ല. ഈ നമ്പറിൽ എന്നെ വിളിക്കാനും ശ്രമിക്കരുത്, കിട്ടത്തില്ല. എങ്കിൽ പേരെങ്കിലും ഒന്ന് പറയൂ. പൊടുന്നനെ അപ്പുറത്തെ സ്ത്രീ ശബ്ദത്തിന് മൂർച്ച കൂട്ടി. തൽക്കാലം കൽക്കി എന്ന് വിളിച്ചോളൂ. രാഹുലിൻ്റെ അന്തകയാവും ഞാൻ. മുസഫിർ സുബ്രഹ്മണ്യ ഈശോയുടെ ഭാര്യയാണ് ഞാൻ. പറഞ്ഞതും അപ്പുറത്ത് കാൽ മുറിഞ്ഞു. ഫോണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഇരുന്നു പോയി വേലായുധൻ മാസ്റ്റർ. മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കൊട്ടാരക്കരയിലെത്തിയിരുന്നു. ധാരാളം ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തു നിന്നിരുന്നു. അപ്പോൾ പിങ്ക് പോലീസ് SI വിജയ സബോർഡിനേറ്റ്സിനെ നോക്കി ചിരിച്ചു. എങ്ങനെയുണ്ട്? മുൻമയ്ക്കിന് വിശ്വാസമായി കാണുമോ? പിന്നെ ഉറപ്പല്ലേ? അമല ചിരിച്ചു. മറ്റുള്ളവരും അതിൽ പങ്കുചേർന്നു. ഞാൻ പറയുന്നത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ ഒന്നുകൂടി ചെയ്യാനുണ്ട്. പറഞ്ഞുകൊണ്ട് വിജയ രാവിലെ ഫോണിലെടുത്ത നോബിൾ തോമസിൻ്റെ ചിത്രം മാസ്റ്ററുടെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്തു. പിന്നെ ഫോൺ എടുത്ത് തുറന്നു. അതിൽ അപ്പോൾ ഉണ്ടായിരുന്ന സിം കാർഡ് എടുത്ത് നടുവേ ഒടിച്ചു. പിന്നെ 2 വിരലുകൾക്ക് ഇടയിൽ വെച്ച് പുറത്തേക്ക് തെറിപ്പിച്ചു കളഞ്ഞു. സമയം വൈകിട്ട് 4 മണി. പത്തനംതിട്ട. മുൻ ആഭ്യന്തരമന്ത്രിയുടെ വീടും പരിസരവും ജനനിബിഡമായിരുന്നു. രാജസേനൻ്റെ ബോഡി 1 മണിക്കൂർ കൂടി പൊതുദർശനത്തിന് വെച്ചു. പിന്നെ സംസ്ഥാന ബഹുമതികളോടെ ചിതയിലും വെച്ചു. ചിതയ്ക്ക് തീ കൊളുത്തിയിട്ട് കുളിച്ചു വന്ന രാഹുൽ തൂവെള്ള ഷർട്ടും മുണ്ടും ധരിച്ചു. മന്ത്രിമാരും MLA മാരുമൊക്കെ അപ്പോഴും അടുത്തുണ്ട്. വേലായുധൻ മാസ്റ്റർ സിറ്റൗട്ടിലെ കസേരയിൽ ചിന്താധീനനായിരുന്നു. ഹാളിൽ ഇരുന്നുകൊണ്ട് രാഹുൽ SP അരുണാചലത്തിനെ തൻ്റെ അരികിലേക്ക് വിളിപ്പിച്ചു. സാർ. SP അയാൾക്ക് മുന്നിൽ വന്ന് അറ്റൻഷനായി. രാഹുൽ അയാളെ അടിമുടി നോക്കി. താൻ ഓർക്കുന്നുണ്ടോ അരുണാചലം എന്നെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് വലിച്ചിഴച്ചു കൊണ്ടുപോയത്? SP മിണ്ടിയില്ല. രാഹുൽ തുടർന്നു. അപ്പോൾ താൻ കരുതി കാണില്ല ഞാൻ ഇത്തരത്തിൽ അവതരിക്കുമെന്ന്, അല്ലേ? SP വിളർച്ചയോടെ മറ്റുള്ളവരെ ഒന്ന് നോക്കി. പിന്നെ പല്ലു ഞെരിച്ചു. തനിക്ക് എന്താടോ ഈ നാട്ടിലെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ലേ? പല്ലു ഞെരിക്കുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രി രാഹുൽ തൻ്റെ ശബ്ദത്തിന് മൂർച്ച കൂട്ടി. ബൈ. ഇലക്ഷന് ഞാൻ ജയിച്ചില്ലെങ്കിൽ പോലും 6 മാസം ഞാൻ കസേരയിലുണ്ടാവും. ഹോം മിനിസ്റ്ററും ഞാൻ തന്നെയാണെന്ന കാര്യം മറക്കണ്ട. സാർ. SP അരുണാചലം ഒന്ന് ഇളകി നിന്നു. രാഹുൽ സംസാരിക്കുന്നത് കേട്ട് ഹാളിലുണ്ടായിരുന്നവരുടെ മുഴുവൻ ശ്രദ്ധ അവിടേക്കായി. അരുണാചലത്തിൽ നിന്ന് കണ്ണുകളെടുക്കാതെ അവൻ തുടർന്നു. ഞാൻ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം, നടക്കാൻ പറഞ്ഞാൽ നടന്നോണം. അല്ലാതെ IPS എന്ന 3 അക്ഷരത്തിൻ്റെ പിൻബലം ഉണ്ടെന്ന് കരുതി എന്തെങ്കിലും അഹങ്കാരത്തിന് മുതിർന്നാലുണ്ടല്ലോ. തനിക്ക് മനസ്സിലാകുന്നുണ്ടോ? മറ്റുള്ളവർ പരിഹാസത്തോടെ തന്നെ തുറച്ചു നോക്കുന്നത് അരുണാചലം കണ്ടു. അയാൾക്ക് ആകെ പെരുത്തു കയറി. ശരീരം മുഴുവൻ അസ്വസ്ഥതയുടെ ചോണഞ്ഞുറുമ്പുകൾ പാഞ്ഞു. അയാളുടെ പ്രതികരണം പെട്ടെന്നായിരുന്നു. ഇല്ല സാർ, എനിക്കൊന്നും മനസ്സിലായില്ല. ഇത്തവണ പറയുന്നത് രാഹുലാണ്. എടോ സാർ ഇത്രയും പറഞ്ഞല്ലോ, ഇനി ഞാനും ഒന്ന് പറയട്ടെ. ഈ IPS എന്ന് പറയുന്ന 3 അക്ഷരം കണ്ട അണ്ടനും അടങ്ങോടനും ഒന്നും കിട്ടുന്നതല്ല. അതിന് കഴിവ് വേണം, ബുദ്ധിശക്തിയും കായിക ശേഷിയും വേണം. മന്ത്രിയാകണമെങ്കിൽ ഇതൊന്നും വേണ്ടെന്നും ഓർക്കണം. എടോ അലറിക്കൊണ്ട് ചാടി എഴുന്നേറ്റ് രാഹുൽ അരുണാചലത്തിന് നേർക്ക് കൈ ചൂണ്ടി. താൻ ആരോടാണ് ഇങ്ങനെ സംസാരിച്ചതെന്നറിയാമോ? സംസാരിക്കുന്നത് ആരോടാണെങ്കിലും അതിൽ സത്യവും നീതിയും മതി സാർ. പിന്നെ നല്ല തന്തയ്ക്ക് പിറന്നതിൻ്റെ നട്ടെല്ലും. ആരെയും ചതിക്കുകയോ കൊല്ലുകയോ ചെയ്തിട്ടില്ല എന്ന ആത്മവിശ്വാസവും അരുണാചലവും വിട്ടുകൊടുത്തില്ല. തൻ്റെ ആളുകൾക്ക് മുന്നിൽ നഗ്നനാക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു രാഹുലിന്. അകത്തെ ബഹളം കേട്ട് സിറ്റൗട്ടിലിരുന്ന മുൻ മുഖ്യമന്ത്രി വേലായുധ മാസ്റ്റർ ഗൂഢമായ ഒരു ചിരിയോടെ അകത്തേക്ക് പാളി നോക്കി. രാഹുൽ ഗർജിച്ചു. ഗെറ്റ് ഔട്ട്. താൻ ഓഫീസിലെത്തുമ്പോൾ തൻ്റെ മെയിലിലുണ്ടാവും ട്രാൻസ്ഫർ ഓർഡറും പുതിയ പദവിയും. ഇനി നഷ്ടത്തിലോടുന്ന സർക്കാർ ബസ്സിൻ്റെ സ്റ്റിയറിംഗ് ആയാൽ മതി താൻ. ഏത് പൊന്നുമോനെയും മര്യാദ പഠിപ്പിക്കുന്ന കറത്തീർന്ന യൂണിയൻകാരുണ്ട് അവിടെ. അവർ തന്നെ മര്യാദ എന്തെന്ന് പഠിപ്പിച്ചോളും. അരുണാചലത്തിൻ്റെ മുഖത്തൊരു പുഞ്ചിരിയുണ്ടായി. താങ്ക് യു സാർ.
അവനെ പരിഹസിക്കും വിധം ഒരിക്കൽ കൂടി സല്യൂട്ട് ചെയ്തിട്ട് അരുണാചലം പുറത്തേക്ക് നടന്നു. ഗ്രാനൈറ്റ് ഫ്ലോറിൽ വെടിവെച്ച പോലെ കാലടി ശബ്ദം ഉയർന്നു. സ്കൗണ്ട്രൽ! രാഹുൽ കടപ്പല്ലമർത്തി. വാതിൽക്കൽ എത്തും മുൻപ് അരുണാചലൻ നിന്നു. തോളിന് മുകളിലൂടെ തല തിരിച്ചു നോക്കി. ആ പറഞ്ഞയാൾ തെക്ക് ഭാഗത്തെ ചിതയിൽ എരിഞ്ഞമരുന്നുണ്ട്. കവിളടക്കം ഒരടിയേറ്റതുപോലെയായിരുന്നു രാഹുലിന് വീണ്ടും. അവൻ്റെ പ്രതികരണത്തിന് കാത്തു നിൽക്കാതെ അരുണാചലം ഇറങ്ങിപ്പോയി. അതിനിടെ വേലായുധൻ മാസ്റ്ററെ ഒന്ന് നോക്കുകയും ചെയ്തു. രാഹുൽ എഴുന്നേറ്റ് അകത്തെ മുറിയിലേക്ക് പോയി. അവിടെ വിക്രമും സാദിഖും ഉണ്ടായിരുന്നു. അവൻ അവരെ ചില കാര്യങ്ങൾ പറഞ്ഞ് ഏർപ്പെടുത്തി. ആ സമയം കോഴഞ്ചേരിയിലുണ്ടായിരുന്നു പിങ്ക് പോലീസ്. SI വിജയുടെ ഫോൺ ശബ്ദിച്ചു. അവൾ അതെടുത്തു നോക്കി. പിന്നെ ധൃതിയിൽ അറ്റൻഡ് ചെയ്തു. സാർ, വിജയ, കം മൈ ഓഫീസ് ഇമ്മീഡിയറ്റ്ലി. അപ്പുറത്തുനിന്ന് SP അരുണാചലത്തിൻ്റെ ശബ്ദം. അവൾ ഒന്ന് പകച്ചു. സാർ. വിജയ അങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് ഫോൺ കട്ടായി. അവൾ ഡ്രൈവർ സുമത്തെ നോക്കി. മറ്റുള്ള കോൺസ്റ്റബിൾസും വിജയെ നോക്കിയിരിക്കുകയായിരുന്നു. സുമം, വണ്ടി SP ഓഫീസിലേക്ക് വിട്. ഇന്നോവ സ്റ്റാർട്ടായി. ഇടിമിന്നൽ പോലെ അത് പാഞ്ഞുപോയി. 15 മിനിറ്റ് കൊണ്ട് കാർ SP ഓഫീസിന് മുന്നിലെത്തി. ഞാൻ പോയിട്ട് വരാം, നിങ്ങളിരിക്കെ, സബോർഡിനേഴ്സിനോട് പറഞ്ഞിട്ട് വിജയ 2ാം നിലയിലേക്ക് നടന്നു. അരുണാചലം അവളെ കാത്തിരിക്കുകയായിരുന്നു. അയാൾക്ക് മുന്നിൽ അവൾ അറ്റൻഷനായി. സാർ. വിജയ് ഇരിക്കെ. മുന്നിലെ ലാപ്ടോപ്പ് അരുണാചലൻ അടച്ചു വെച്ചു. ഒന്നും മടിച്ചിട്ട് വിജയായിരുന്നു. എനിക്ക് ട്രാൻസ്ഫറാണ്, അയാൾ പറഞ്ഞു. സാർ, എവിടേക്കാണ്? വിജയ്ക്ക് ആകാംക്ഷ. തിരുവനന്തപുരത്തിന്. പോലീസിലല്ല കേട്ടോ, തൽക്കാലം ആനവണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക്. അരുണാചലൻ ചിരിച്ചു. സാർ, ഇത്ര പെട്ടെന്ന്? വിജയ്ക്ക് മനസ്സിലായില്ല. പുതിയ ചീഫ് മിനിസ്റ്ററുടെ ആദ്യ ഉത്തരവാണ്. വിജയുടെ മുഖം കറുത്തു. അരുണാചലം അത് ശ്രദ്ധിച്ചു. SPയുടെ ക്യാബിനിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഞാൻ വിജയെ വിളിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. വിജയ കാതു കൂർപ്പിച്ചു. നിങ്ങൾ 6 SIമാർ ചേർന്ന് ഒരു സമാന്തര നിയമവ്യവസ്ഥയ്ക്ക് രൂപം നൽകിയത് എനിക്കറിയാം. റെഡ് അല്ലേ? സാർ. വിജയ അമ്പരന്നു. പേടിക്കേണ്ട, ഡിപ്പാർട്ട്മെൻറ്റിൽ മറ്റാർക്കും ഇതറിയില്ല. സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെയായിരുന്നു. കാക്കിയിട്ടുകൊണ്ട് നിയമവ്യവസ്ഥ നടപ്പാക്കാൻ കഴിയില്ലെങ്കിൽ ഈ നാടിനെ രക്ഷിക്കാൻ നിങ്ങളുടെ ഗ്രൂപ്പിന് കഴിയുമെന്ന് ഞാനും വിശ്വസിച്ചിരുന്നു. പക്ഷേ SP ഒന്ന് നിർത്തി. 6 പേരിൽ 5 പേരും ബാക്കിയില്ല. ഇനി അവശേഷിക്കുന്നത് വിജയ മാത്രം. എല്ലാവരുടെയും ലക്ഷ്യം തനിക്ക് ഒറ്റയ്ക്ക് പൂർത്തിയാക്കാൻ കഴിയുമോ? എനിവേ, ഏറ്റവും ദോഷകാരികളായ ചിലരെയെങ്കിലും. എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും തനിക്കുണ്ടാവും. വിജയ SPയുടെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ വല്ലാത്തൊരു തരം തിളക്കം കണ്ടു. എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും സാർ. പെട്ടെന്നായിരുന്നു അവളുടെ മറുപടി. എങ്കിൽ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന ഒരാൾ നാളെ ജാമ്യത്തിലിറങ്ങും. ഭാര്യയും മക്കളും നഷ്ടപ്പെട്ട ഒരാൾ. ആദ്യകാലത്ത് കുറേ തെറ്റുകൾ അയാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ തൻ്റെ കുടുംബം തകർന്നതോടെ ഇപ്പോൾ അയാളുടെ മനസ്സിൽ ശത്രുക്കളോടുള്ള പക മാത്രമാണ്. SI ജെയിംസ്. ഓർക്കുന്നുണ്ടല്ലോ വിജയ? ഉണ്ട് സാർ. നാൽക്കാലിക്കലെ തോട്ടിൽ മരിച്ചു കിടന്നിരുന്ന ജെയിംസിൻ്റെ ഭാര്യ ഷെറിനെയും കുട്ടികളെയും വിജയ ഓർത്തു. വിജയെ! അരുണാചലത്തിൻ്റെ ശബ്ദമാണ് അവളെ ഉണർത്തിയത്. ജെയിംസ് അങ്ങോട്ട് വന്ന് വിജയെ കണ്ടോളും. എന്തിനും ഒപ്പം ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇടയ്ക്ക് എന്നെ വിളിക്കണം. വിളിക്കാം. താങ്ക് യു സാർ. അവൾ എഴുന്നേറ്റു. SPക്ക് മുന്നിൽ ഒരിക്കൽ കൂടി അറ്റൻഷനായി. സമയം രാത്രി. രാജസേനൻ്റെ ചിത എരിഞ്ഞടങ്ങിയിരുന്നു. ലോണിലെ പുൽത്തകടിയിൽ ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രി രാഹുൽ ആ ഭാഗത്തേക്ക് നോക്കി. നൂല് പോലെ വെളുത്ത പുക അച്ഛൻ്റെ ചിതയിൽ നിന്ന് ഉയരുന്നത് കണ്ടു. അവൻ്റെ മുന്നിൽ വിക്രമനും സാദിഖുമുണ്ടായിരുന്നു. സാദിഖ് ഒഴിച്ചു കൊടുത്ത മദ്യം ഒരിറക്ക് കുടിച്ചു രാഹുൽ. പിന്നെ ഗ്ലാസ് കൈപ്പത്തികൾക്ക് ഇടയിൽ വെച്ച് പതുക്കെ ഉരുട്ടി. വിക്രമ! അതിനിടെ അവൻ വിളിച്ചു. പറഞ്ഞോ സാറേ. ഇനി എനിക്ക് പഴയതുപോലെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാത്തിനും ഒരു മറ വേണം. അറിയാം സാർ. തെളിഞ്ഞു നിന്നിരുന്ന നിലാവ് പെട്ടെന്നൊരു കരിമേഘത്തിനുള്ളിൽ ഒളിച്ചു. രാഹുൽ പറഞ്ഞു. കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. അത് ഇന്നുവരെ നടന്നിട്ടില്ല. ഇനി എനിക്ക് ക്ഷമിക്കാനും വയ്യ. അവൻ പറയുന്നത് എന്താണെന്നറിയാൻ വിക്രമനും സാദിഖും കാതുകൂർപ്പിച്ചു. കോളേജ് കാലഘട്ടം ഓർമ്മിക്കുന്നത് പോലെ ഏതാനും നിമിഷങ്ങളിരുന്നു മുഖ്യമന്ത്രി രാഹുൽ. ശേഷം തുടർന്നു. ഒരുപാട് കൊതിച്ച ഒരു മോഹമായിരുന്നു അത്. പല അടവ് പയറ്റിയിട്ടും അടുക്കാതെ പോയ ഒരു പെണ്ണ്. വിക്രമനും സാദിഖും പരസ്പരം നോക്കി. അങ്ങനെ ഒരുത്തി ഉണ്ടായിരുന്നോ സാർ? ഉണ്ടായിരുന്നു. ഇന്നും ഉണ്ട്. കയ്യെത്തുന്ന അകലത്തിൽ. അവളെ എൻ്റെ അടുത്ത് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അല്ലെങ്കിൽ ഞാൻ വരുത്തിയ ഒരു ടീം പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഉത്തമ പാളയംകാർ. ഈ വർക്ക് ഞാൻ അവരെ ഏൽപ്പിക്കണോ അതോ? പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല വിക്രമൻ. എന്തിനാ സാറേ ഇതിനൊക്കെ തമിഴ്നാട്ടുകാർ? ഞങ്ങളില്ലേ ഇവിടെ? സാർ ഒരു വാക്കു പറഞ്ഞാൽ മതി. ആരാണവൾ? രാഹുൽ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. മിഠായി തിന്നുന്നതുപോലെ ചുണ്ടുകളൊന്ന് നുണഞ്ഞു. കാർമേഘത്തിൻ്റെ പിടിയിൽ നിന്ന് നിലാവ് പുറത്തേക്ക് തലനീട്ടി രാഹുൽ അറിയിച്ചു. വിജയ. അതാണ് അവളുടെ പേര്. കോഴഞ്ചേരിയിലെ പിങ്ക് പോലീസ് SI. അവൾക്കിട്ടൊരു പണി കൊടുക്കാൻ ഞങ്ങളും തീരുമാനിച്ചിരിക്കുകയായിരുന്നു സാറേ. അവൾ കാരണമല്ലേ മുൻ മുഖ്യൻ്റെ ജാരസന്തതി നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയത്? വിക്രമൻ ചോദിച്ച നിമിഷത്തിൽ രാഹുലിൻ്റെ ഫോണിൽ നീല വെളിച്ചം മിന്നി. അവൻ ടീപ്പോയിൽ നിന്ന് അതെടുത്തു നോക്കി. മാസ്റ്റർ കാളിംഗ്. അസ്വസ്ഥതയോടെ രാഹുൽ അറ്റൻഡ് ചെയ്തു.
എന്താ മാസ്റ്ററെ, മന്ത്രി കസേര പോയെന്ന് വെച്ച് ഉറക്കവുമില്ലേ? ഗൗരവത്തിലായിരുന്നു അപ്പുറത്ത് നിന്ന് വേലായുധ മാസ്റ്ററുടെ ശബ്ദം. രാഹുൽ, ഞാൻ വാക്കു പാലിച്ചു. എന്നാൽ നീ എന്താ അങ്ങനെ ചെയ്യാത്തത്? രാഹുലിൻ്റെ നെറ്റി ചുളിഞ്ഞു. മനസ്സിലായില്ല. നീ പറഞ്ഞ പ്രകാരം മുഖ്യമന്ത്രി പദവും ആഭ്യന്തരമന്ത്രി സ്ഥാനവും ഞാൻ വിട്ടുതന്നു. പക്ഷേ നീ എൻ്റെ മകനെ തന്നില്ല. ഓ അതോ, തരാമല്ലോ. അവൻ ചിരിച്ചു. പിന്നെ എന്തിനിങ്ങനെ താമസിക്കുന്നു? ഞാൻ പത്തനംതിട്ട TVയിലുണ്ട്. ഒരു കാര്യം ചെയ്യേ, അവനെ ഇവിടെ എത്തിക്കേ, ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. പെട്ടെന്ന് എന്തു മറുപടി നൽകും എന്നറിയാതെ രാഹുൽ ഒന്ന് പതറി. അവൻ്റെ കണ്ണുകൾ വീണ്ടും രാജസാൻ്റെ ചിതയ്ക്ക് നേരെ നീണ്ടു. നോബിൾ തോമസ് എവിടെയെന്നറിയാതെ താൻ എങ്ങനെ അവനെ കൊണ്ടുകൊടുക്കും? രാഹുൽ, നീ എന്താ മിണ്ടാത്തത്? വീണ്ടും വേലായുധ മാസ്റ്റർ ശബ്ദം. രാഹുലിന് പെട്ടെന്ന് ഒരു ആശയം തോന്നി. നോബിളിനെ വിട്ടുതരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മാസ്റ്ററെ. പക്ഷേ 2 ദിവസത്തെ സാവകാശം വേണം എനിക്ക്. അതെന്തിന്? മാസ്റ്റർ ശബ്ദത്തിലെ അക്ഷമ കേട്ടറിഞ്ഞു രാഹുൽ. അവനെ അകലെ ഒരിടത്താണ് രഹസ്യമായി താമസിപ്പിച്ചിരിക്കുന്നത്. അവിടുന്ന് കൊണ്ടുവരണ്ടേ? അത് എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകാം. അത് ശരിയാവത്തില്ല, ഞാൻ രാവിലെ വിളിക്കാം. പറഞ്ഞതും രാഹുൽ കാൽ മുറിച്ചു. പിന്നെ വിക്രമനെയും സാദിഖിനെയും നോക്കി. ആ ചെറുക്കൻ എവിടെയുണ്ടെന്ന് അറിയണം നോബിൾ. പക്ഷേ എങ്ങനെ? ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാം സാറേ. സാറ് അകത്തേക്ക് പോയിക്കോ. എന്തെങ്കിലും വിവരവും കൊണ്ടേ ഞങ്ങൾ വരും. രാഹുലിന് സന്തോഷമായി. ഗ്ലാസ്സിൽ അവശേഷിച്ചത് കൂടി ഊറ്റി കുടിച്ചിട്ട് അവൻ എഴുന്നേറ്റു. വിക്രമനും സാദിഖും ഒരു ഹീറോ ഹോണ്ട ബൈക്കിൽ അവിടെ നിന്നിറങ്ങി. തങ്ങൾക്ക് പരിചയമുള്ള ചില ചോട്ട ഗുണ്ടകളോട് സംശയകരമായ വിധത്തിൽ ആരെങ്കിലും അടുത്ത ദിവസങ്ങളിൽ കണ്ടോ എന്ന് തിരക്കാനായിരുന്നു അവരുടെ യാത്ര. എന്നാൽ അവർ ഗേറ്റ് കടന്നതും ഇരുളിൽ മറഞ്ഞു നിന്നിരുന്ന ഒരാൾ ആർക്കോ ഒരു കോൾ അയച്ചു. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ SI വിജയ്ക്ക് SP-യുടെ മെസ്സേജ് കിട്ടി. അപ്പോൾ തന്നെ തൻ്റെ സഹപ്രവർത്തകരെയും വിളിച്ച് വിജയ എവിടേക്കോ പാഞ്ഞു. ഇലന്തൂർ അടുക്കാറായപ്പോൾ വിജയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. അത് എടുത്തു നോക്കിയിട്ട് അവൾ പിങ്ക് പോലീസ് ഡ്രൈവർ സുമത്തിൻ്റെ തോളിൽ തട്ടി. വലത്തേക്ക്. ഇന്നോവ നെടുവേലിമുക്കിൽ നിന്ന് വലത്ത് തിരിഞ്ഞ് ഇലന്തൂർ വഴി പ്രക്കാന റോഡിലേക്ക് തിരിഞ്ഞു. അതിനിടെ ഒരു തവണ കൂടി SP അരുണാചലം വിജയയെ വിളിച്ചു. വിജയ, ഞാൻ നാളെ 10 മണി കഴിഞ്ഞ് റിലീവ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് പോകൂ. അതിനു മുമ്പ് എനിക്ക് എന്നും സന്തോഷത്തോടെ ഓർത്തിരിക്കുവാൻ ഒരു നല്ല വാർത്ത ഉണ്ടായാൽ നന്ന്. വിജയുടെ ചുണ്ടിൽ ഒരു ചിരി മിന്നി. എനിക്ക് മനസ്സിലായി. ഐ വിൽ ട്രൈ സാർ. ഓക്കെ. SP കാൾ മുറിച്ചു. കാർ ഗണപതി അമ്പലവും പിന്നിട്ട് ഇലന്തൂർ റോഡിലൂടെ പായുകയാണ്. ആ സമയം വിജയ്ക്ക് ഒരു മെസ്സേജ് കൂടി വന്നു. അതും വായിച്ചിട്ട് അവൾ മുന്നോട്ട് നോക്കി. അകലെ നിന്നോ പാഞ്ഞെടുക്കുന്ന ഒരു ബൈക്കിൻ്റെ ഒറ്റ വെളിച്ചം കണ്ടു. സുമം, ഒരു ബൈക്ക് വീഴ്ത്തണം. പക്ഷേ നമ്മുടെ വണ്ടി തട്ടുകയും അരുത്. അത് കേട്ടതേ പിങ്ക് പോലീസിലെ മറ്റുള്ളവരും ജാഗരൂകരായി. ബൈക്ക് അടുത്തു വരുംതോറും സുമ ഇന്നോവയുടെ വേഗത ക്രമത്തിൽ വർദ്ധിപ്പിക്കുകയും പരമാവധി ഇടത്തേക്ക് ഒതുക്കുകയും ചെയ്തു. എതിരെ വരുന്നവർക്ക് ആപത്ശങ്ക തോന്നുകയേ അരുത്. എന്നാൽ അത് 10 മീറ്ററോളം ബൈക്ക് അടുത്തെത്തിയതും സുമ ഇന്നോവ അതിനു നേർക്ക് വെട്ടിത്തിരിച്ചു. ബൈക്കിലിരുന്നവർ ഞെട്ടിപ്പോയി. അത് ഓടിച്ചുകൊണ്ടിരുന്ന സാദിഖ് മിന്നൽ വേഗത്തിൽ ഇടത്തേക്ക് വെട്ടിച്ചു. ബൈക്ക് പോലെ തിരിയുന്നത് വിജയെ കണ്ടു. പിന്നെ കേൾക്കുന്നത് ഒരു ഇടിയൊച്ചയും നിലവിളിയും. നിയന്ത്രണം തെറ്റിയ ബൈക്ക് ഇടതുഭാഗത്തെ മതിലിൽ ചെന്നിടിച്ചു മറിഞ്ഞു. അതിലുണ്ടായിരുന്ന 2 പേരും റോഡിലേക്ക് തെറിച്ചു വീണു. സുമ ബ്രേക്ക് പെഡൽ ആഞ്ഞമർത്തി. ടയർ തറയിലൊരിഞ്ഞ് ഇന്നോവ നിന്നു. മിന്നൽ വേഗത്തിൽ പിങ്ക് പോലീസ് ഡോറുകൾ തുറന്ന് പുറത്തേക്ക് ചാടി. വിക്രമനും സാദിഖും റോഡിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയും മുൻപ് പെൺ പോലീസ് അവരെ വളഞ്ഞു. വിജയയും നിർമ്മലയും ഇരുവരെയും ചവിട്ടിപ്പിടിച്ചു. അമലയും ശാന്തിനിയും അവരുടെ കൈകൾ പിന്നിലേക്ക് പിടിച്ചു തിരിച്ചു വിലങ്ങിട്ടു. അപകടത്തിൻ്റെ ആഘാതത്തിൽ എന്താണുണ്ടായതെന്ന് ഇരുവർക്കും വ്യക്തമാകും മുമ്പ് പിങ്ക് പോലീസ് അവരെ വലിച്ചുയർത്തി ഇന്നോവയിലേക്ക് എറിഞ്ഞു. എതിർദിശയിൽ നിന്ന് ഒരു ബൈക്ക് കൂടി വന്ന് അവർക്കരികിൽ നിന്നു. എല്ലാം ഓക്കെയാണല്ലോ വിജയ? അതിലിരുന്ന ആൾ തിരക്കി. ഓക്കെയാണ്. ശരി, SP സാർ കാത്തിരിക്കും. അയാൾ അത്രമാത്രം പറഞ്ഞിട്ട് ബൈക്ക് നേരെ വിട്ടുപോയി. വിക്രമനും സാദിഖിനും ശരീരം ഒടിഞ്ഞു നുറുങ്ങിയതുപോലെ തോന്നി. ഇരുവരും ഞരങ്ങുകയും എന്തോ ചോദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. വിജയ പിന്നിലേക്ക് തിരിഞ്ഞു. മിണ്ടി പോകരുത്, കൊന്നുകളയും. സുമം അപ്പോഴേക്കും ഇന്നോവ വീണ്ടും മുന്നോട്ടെടുത്ത് കഴിഞ്ഞിരുന്നു. ആറന്മുളയിലെ പഴയ പോലീസ് സ്റ്റേഷൻ അറ്റകുറ്റപ്പണികൾക്കായി തൽക്കാലം അത് ഒഴിച്ചിട്ടിട്ട് മറ്റൊരിടത്താണ് പ്രവർത്തനം. തുരുമ്പിച്ചതും പകുതി തുറന്നതുമായ ഗേറ്റിന് മുന്നിൽ ഇന്നോവ നിന്നു. CPO നിർമ്മല ഇറങ്ങി ഗേറ്റ് തുറന്നു. ബദാം മരത്തിൻ്റെ കരിയിലകൾ നിരന്നു കിടക്കുന്ന മുറ്റത്തേക്ക് കയറി ഇന്നോവ അല്പം മുന്നോട്ട് നീങ്ങി ബ്രേക്കിട്ടു. ഇപ്പോൾ മതിലുള്ള കാരണം റോഡിൽ കൂടി പോകുന്നവർക്ക് അങ്ങനെ ഒരു വാഹനം അവിടെ ഉള്ളതായി അറിയില്ല. നിർമ്മല ഗേറ്റുകൾ ചേർത്തടച്ചു. വിജയ ഡോർ തുറന്ന് ആദ്യം ഇറങ്ങി. പിന്നെ പോക്കറ്റിൽ നിന്ന് ഒരു താക്കോലെടുത്ത് സ്റ്റേഷൻ്റെ മുന്നിലെ ഗ്രില്ല് തുറന്നു. അത് ഇരുവശത്തേക്കും തള്ളി അകറ്റി. അപ്പോഴേക്കും മറ്റുള്ളവർ വിക്രമനെയും സാദിഖിനെയും വലിച്ചിറക്കി കൊണ്ടുവന്നു. മൊബൈൽ വെളിച്ചത്തിൽ അവരെ അകത്തേക്ക് കൊണ്ടുപോയി. വിജയ ഗ്രില്ല് അകത്തു നിന്ന് അടച്ചുപൂട്ടി. ശേഷം ചെന്ന് അകത്തെ മുറിയിലെ ലൈറ്റ് തെളിച്ചു. വിക്രമനും സാദിഖും 2 ചാക്കുകെട്ടുകൾ പോലെ അവിടേക്ക് വീണു. മുറിയിലെ വെളിച്ചത്തിൽ വിക്രമനും സാദിഖും തല തിരിച്ചു നോക്കി. കൈകൾ പിന്നിലേക്ക് തിരിച്ച് വിലങ്ങിട്ടിരുന്നതിനാൽ അവർക്ക് തിരിയാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. മുന്നിൽ കാക്കിയണിഞ്ഞ സ്ത്രീകളെ മാത്രം കണ്ടപ്പോൾ അവർ അമ്പരന്നു. SI വിജയ ഒരു കസേരയിലെ പൊടി തട്ടിക്കളഞ്ഞ് അവർക്ക് മുന്നിലേക്ക് നീക്കിയിട്ട് അതിലിരുന്നു. ഞാൻ വിജയ.
അവൾ പറഞ്ഞു. പെട്ടെന്ന് വിക്രമനും സാദിക്കും അവളെ തിരിച്ചറിഞ്ഞു. രാഹുൽ സാറ് ഇവളെക്കുറിച്ചാണ് പറഞ്ഞത്. കാക്കിക്കുള്ളിൽ കടഞ്ഞെടുത്തതുപോലെയുള്ള മേനി. വിജയുടെ ശബ്ദം അവരെ ചിന്തയിൽ നിന്നുയർത്തി. ഇനി നിന്നെയൊക്കെ രക്ഷിക്കാൻ മുഖ്യമന്ത്രിയല്ല, അവൻ്റെ അപ്പൻ മുൻ ആഭ്യന്തരമന്ത്രി ഇനിയൊരു ജന്മമെടുത്ത് വന്നാൽ പോലും നടക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഉത്തരങ്ങൾ മണിമണിയായി പറഞ്ഞോളണം. വളരെ പെട്ടെന്ന്. വിജയ ശാന്തിനിക്ക് നേരെ തിരിഞ്ഞു. അതിങ്ങ് കൊണ്ടുവാ. ശാന്തിനി 2 അടി നീളവും 1.5 ഇഞ്ച് കനവുമുള്ള ഒരു ഇരുമ്പ് കമ്പി കൊണ്ട് വന്ന് വിജയെ ഏൽപ്പിച്ചു. വിക്രമിൻ്റെയും സാദിഖിൻ്റെയും കണ്ണുകൾ കുറുകി. പോലീസിനെ ആധുനികവൽക്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സർക്കാർ. പിസ്റ്റൾ ഇടതുഭാഗത്തെ നിന്ന് വലത്തേക്ക് മാറ്റുന്നു. പഴയ ബ്രിട്ടീഷ് പോലീസിൻ്റെ മർദ്ദനമുറകൾ അവസാനിപ്പിക്കുന്നു. പത്രം വായിക്കുന്നുണ്ടെങ്കിൽ നീയൊക്കെ അത് അറിഞ്ഞു കാണും. അതിനുവേണ്ടി കുറച്ച് ദിവസത്തെ ട്രെയിനിങ് ഉണ്ട് ഞങ്ങൾക്ക്. അത് കഴിഞ്ഞാൽ നിന്നെയൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ? അതുകൊണ്ട് തൽക്കാലം പഴയ ബ്രിട്ടീഷ് പോലീസ് ആകുകയാണ് ഞങ്ങൾ. പറഞ്ഞതും വിജയ കമ്പിവടി ഉയർത്തി ഒറ്റയടി. വിക്രമിൻ്റെ കാൽമുട്ടിൽ ചിരട്ടപ്പൊട്ടും പോലെ ഒരു ശബ്ദം. ആ അയാൾ അലറാനായി വാ പകുതി തുറന്നതേയുള്ളൂ. വിജയ കമ്പിവടിയുടെ അഗ്രം വിക്രമിൻ്റെ വായിലേക്ക് കുത്തിക്കയറ്റി. അയാളുടെ പല്ലുകൾ കമ്പിയിൽ മുറുകി. മുട്ടു തകർന്ന കാൽ നടുവിന് അടിയേറ്റ പാമ്പിനെ പോലെ പിടഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്താലും നിന്റെ ഒന്ന് ശബ്ദം പുറത്തു വരരുത്, മനസ്സിലായോ? വിക്രമന് മിണ്ടാൻ സാധിച്ചില്ല. ഇരുമ്പൊടി വായിൽ ഇരിക്കുന്നതിനാൽ. സാദിഖിനാണെങ്കിൽ ഭീതി കാരണം നാവ് വരണ്ടുപോയി. ഈ അടി എന്തിനെന്ന് നീയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഒരു ടോക്കൺ അഡ്വാൻസ്. ഞങ്ങൾ വളരെ ക്രൂരമായി പെരുമാറും എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പ്. വിക്രമിൻ്റെ വായിൽ നിന്ന് കമ്പി മാറ്റി. സമയം വളരെ കുറവാണ്. ഇനി ചോദ്യം തുടങ്ങുന്നു. അതിനിടയിൽ നീയൊക്കെ മരണപ്പെട്ടാലും ഞങ്ങൾക്കൊന്നുമില്ല. കാരണം നിങ്ങളെ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തതിന് സാക്ഷികളോ തെളിവുകളോ ഇല്ല. വിജയ കസേരയിൽ നിവർന്നിരുന്നു. ഇരുമ്പുവടിയുടെ ഒരറ്റം തറയിലൂന്നി. പിങ്ക് പോലീസിലെ ബാക്കി 5 പേരും ചുറ്റും നോക്കി നിന്നു. വിജയ തിരക്കി. ഈ രാത്രിയിൽ നിൻ്റെയൊക്കെ യജമാൻ്റെ എന്ത് കൽപ്പന നടപ്പാക്കാനടാ ഇറങ്ങി പുറപ്പെട്ടത്? ഒരു നിമിഷം ഇരുവരും മിണ്ടിയില്ല. വിജയ വീണ്ടും വടി ഉയർത്തി. അടിക്കല്ലേ സാർ? സാദിഖ് കേണു. ഞാൻ പറയാം. മുൻ മുഖ്യമന്ത്രിയുടെ ജാരസന്ധതി എവിടെയാണെന്നറിയാൻ. വിജയ പുരികം ചൊളിച്ചു. അതെന്തിന്? അദ്ദേഹത്തെ തിരികെ ഏൽപ്പിക്കാൻ. അങ്ങനെയായിരുന്നു അവർ തമ്മിലുള്ള ഉടമ്പടികളിലൊന്ന്. വിജയ സാദിഖിനെ സൂക്ഷിച്ചു നോക്കി. പിന്നെ എന്തൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് അവൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? സാദിഖ് പതറി. സാർ, അത് അടി വേണോടാ? അയ്യോ വേണ്ട. എങ്കിൽ പറയ്. മാഡത്തിനെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ എത്തിക്കണമെന്ന്. വിജയ ഒന്ന് ഞെട്ടി. എങ്കിലും അത് പുറത്ത് കാട്ടിയില്ല. അവൻ്റെ മുന്നിലോടാ അതോ അവൻ്റെ കിടപ്പറയിലോ? അവളുടെ തീക്ഷ്ണമായ നോട്ടത്തെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞില്ല സാദിഖിന്. അയാൾ എല്ലാം പറഞ്ഞു. അപ്പോൾ അതാണ് അവൻ്റെ ഉള്ളിൽ. വിജയ ക്രൂരമായി ചിരിച്ചു. അവർക്കിടയിൽ ഏതാനും നിമിഷത്തെ മൗനം. വിജയ ഒഴികെയുള്ള പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥകൾ പരസ്പരം നോക്കി. പിന്നെ വിജയുടെ മുഖത്തേക്കും. അവിടെയാണെങ്കിൽ കല്ലിച്ച ഒരു ഭാവം കണ്ടു. മുഖ്യമന്ത്രിയായിട്ടും നിൻ്റെയൊക്കെ യജമാന് യാതൊരു മാറ്റവുമില്ല അല്ലേടാ? വിജയ കടപ്പല്ല് ഞെരിച്ചുകൊണ്ട് കമ്പിവടി തറയിൽ കുത്തി എഴുന്നേറ്റു. വിക്രമനും സാദിഖും അനങ്ങിയില്ല. വിജയ മുരണ്ടു. ഞാൻ പോകുന്നുണ്ട്. ആരും കൊണ്ടുപോകാതെ തന്നെ. അവൻ്റെ അന്തപുരത്തിലേക്കോ അവൻ്റെ കുഴിമാടത്തിലേക്കോ. അവസാനത്തെ മുഖാമുഖത്തിന്. പിന്നെ അവനുണ്ടാവില്ല ഒരാളുടെയും മാനത്തിന് വില പറയാൻ. അവൾ പോക്കറ്റിൽ നിന്ന് സെൽഫോൺ എടുത്തു. ഇരുമ്പുവടി ശാന്തിനിയെ ഏൽപ്പിച്ചിട്ട് മുറി വിട്ടു. പുറത്തേക്കുള്ള ഗ്രില്ലിന് അടുത്തെത്തി. തണുത്ത കാറ്റ് അകത്തേക്ക് വീശി വരുന്നുണ്ടായിരുന്നു. ചെങ്ങന്നൂർ കോഴഞ്ചേരി റൂട്ടിലൂടെ ഇടയ്ക്കിടെ പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ. വിജയ SP അരുണാചലത്തെ വിളിച്ചു. കാത്തിരുന്നതുപോലെ 2ാമത്തെ ബെല്ലിന് ഫോൺ അറ്റൻഡ് ചെയ്യപ്പെട്ടു. സാർ. അവൾ അതുവരെ സംഭവിച്ചത് അയാളോട് പറഞ്ഞു കേൾപ്പിച്ചു. ഗുഡ്, SP പറഞ്ഞു. നേരം പുലരാൻ ഇനിയും സമയമുണ്ടല്ലോ. ചതച്ചിട്ടായാലും അവന്മാരുടെ ഉള്ളിലുള്ളത് പുറത്തു ചാടിക്കണം. രാഹുലിനെ പൂട്ടാനുള്ളത് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. ശബ്ദം താഴ്ത്തി വേറെ ചില കാര്യങ്ങൾ കൂടി SP പറഞ്ഞു കൊടുത്തു. ശരി സാർ. ഒരു പുതിയ ഉന്മേഷത്തോടെ വിജയ പഴയ റൂമിൽ മടങ്ങിയെത്തി. അടിയേറ്റ് മുട്ടുചിരട്ട തകർന്ന വിക്രമൻ്റെ കാൽ നീരുവെച്ച് വീർക്കാൻ തുടങ്ങിയിരുന്നു. വിജയ വീണ്ടും ചെയറിലിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് നിങ്ങൾ പിടിച്ച ഒരു ഗുണ്ടയുണ്ടല്ലോ, എന്താ അവൻ്റെ പേര്? ആ, പഴവങ്ങാടി ചന്ദ്രൻ അല്ലേ? അവനെവിടെയുണ്ട്? വിക്രമനും സാദിഖും വല്ലാതെ നടങ്ങുന്നത് വിജയെ കണ്ടു. അയാൾ ഞങ്ങൾക്കറിയില്ല സാർ. സാദിഖിൻ്റെ തൊണ്ട വരണ്ടു. വിജയ നിർമ്മലയെ നോക്കി കണ്ണുകൊണ്ട് ഒരു അടയാളം കാട്ടി. അടുത്ത നിമിഷം നിർമ്മല മുന്നോട്ട് നീങ്ങി വിക്രമൻ്റെയും സാദിഖിൻ്റെയും തലമുടിയിൽ കുത്തിപ്പിടിച്ചു. ശേഷം ഇരുതലകളും ചേർത്ത് ആഞ്ഞടിച്ചു. 2 കല്ലുകൾ കൂട്ടിമുട്ടുന്നത് പോലെ ഒരു ശബ്ദം. ഇരുവരും അലറി കരയാനായി വാ തുറന്നെങ്കിലും ഭയം കാരണം ശബ്ദമടക്കി. ഇനി നിങ്ങളുടെ തലയിൽ പതിക്കുന്നത് ഇരുമ്പ് കമ്പിയായിരിക്കും. അത് വേണോടാ? നിർമ്മല വിരൽ ചൂണ്ടി. വേണ്ട, ഞാൻ പറയാം. ഇത്തവണ വിക്രമൻ്റെ ചുണ്ടനങ്ങി. പഴവങ്ങാടി ചന്ദ്രൻ്റെ ശരീരം രാഹുൽ സാറിൻ്റെ വീടിൻ്റെ പിന്നിലുണ്ട്. അയാളെല്ലാം തുറന്നു പറഞ്ഞു. വിജയുടെ കണ്ണുകളിൽ ഒരു തീപ്പൊട്ട് പാറി വീണു. അവിടെ കിടന്ന് അത് ജ്വലിക്കാൻ തുടങ്ങി. നേരം പുലരുന്നതേയുള്ളൂ. ആളിനെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള ഇരുട്ട് അപ്പോഴും പ്രപഞ്ചത്തിൽ ബാക്കി നിന്നു. ആ സമയം
ഡസനിലധികം വാഹനങ്ങൾ ഹെഡ്ലൈറ്റുകൾ തീ എരിയിച്ചുകൊണ്ട് പാഞ്ഞെത്തി. മുഖ്യമന്ത്രി രാഹുലിൻ്റെ വീട്ടുവളപ്പിലേക്ക് അവ വെട്ടിത്തിരിഞ്ഞു. ആറ്റുചരൽ വിരിച്ച മുറ്റത്ത് തലേന്ന് രാജസ്ഥാൻ്റെ ശവദാഹത്തിനോടനുബന്ധിച്ച് നിർമ്മിച്ചിരുന്ന പന്തലിന് താഴെ അവ ബ്രേക്കിട്ടു. ഏറ്റവും പിന്നിലെ കാറിൽ നിന്ന് ആദ്യം ചാടിയിറങ്ങിയത് അരുണാചലമാണ്. പിന്നിലെ വാഹനങ്ങളിൽ നിന്ന് പോലീസ് പടയും മീഡിയക്കാരും ഇറങ്ങി. കമോൺ ക്വിക്ക്, അരുണാചലം തിടുക്കം കൂട്ടി. പോലീസ് പാർട്ടി ബംഗ്ലാവിന് പിന്നിലേക്ക് പാഞ്ഞു. തൊട്ടു പിന്നാലെ ഗേറ്റ് കടന്ന് ഒരു JCBയും അകത്തേക്ക് വന്നു. നല്ല ഉറക്കത്തിലായിരുന്നു രാഹുൽ. വാതിൽ ആരോ തിടുക്കത്തിൽ മുട്ടുന്നത് കേട്ട് അസ്വസ്ഥതയോടെ അവൻ എഴുന്നേറ്റു. മൊബൈലിൽ സമയം നോക്കിയിട്ട് ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ സാവിത്രി. എന്താണ് ഇതൊക്കെ? മുറ്റം നിറയെ പോലീസ്, മണ്ണുമാന്തി യന്ത്രവും കൊണ്ട്. രാഹുലിന് ഒന്നും മനസ്സിലായില്ല. അവൻ പുറത്തേക്ക് ഓടി. ഹാൾ പിന്നിട്ട് രാഹുൽ സിറ്റൗട്ടിലേക്കുള്ള വാതിൽ വലിച്ചു തുറന്നു. പൊടുന്നനെ അവൻ ഞെട്ടി പിന്നിലേക്ക് മാറി. മുന്നിൽ പണം വിരിച്ചു നിൽക്കുന്ന മൂർഖൻ കണക്കെ SP അരുണാചലം. ഗുഡ് മോർണിംഗ് സാർ, ഉറക്കം സുഖമായിരുന്നോ? പരിഹാസത്തോടെയുള്ള ചോദ്യത്തിൽ രാഹുലിന് എന്തോ സംശയം തോന്നി. എങ്കിലും ഒന്നും പുറത്തു ഭാവിച്ചില്ല. എന്താടോ, അതിരാവിലെ വന്ന് കാല് പിടിച്ചാൽ തൻ്റെ ട്രാൻസ്ഫർ ഞാൻ ക്യാൻസൽ ചെയ്യുമെന്ന് കരുതിയോ? അത് കേട്ട് അരുണാചലം ചിരിച്ചു. ആരുടെയൊക്കെ കാല് പിടിക്കേണ്ടി വരുമെന്നത് കാലമാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ നമ്മളല്ലല്ലോ സാർ. രാഹുൽ എന്തോ പറയുവാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്ന് JCBയുടെ മുരൾച്ച കേട്ടു. അരുണാചലത്തിൻ്റെ തോളിന് മുകളിലൂടെ രാഹുൽ നോക്കി. മദമിളകിയ കൊമ്പനെ പോലെ മുറ്റത്തേക്ക് വരുന്ന JCB, ചുറ്റും ധാരാളം പോലീസുകാർ. എന്താണ് ഇതൊക്കെ? ഇവിടെ ഏതാണ്ട് നിധിയിരിക്കുന്നോ മാന്തി പൊളിച്ചെടുക്കാൻ? അവൻ ശബ്ദമുയർത്തി. ഒരു പക്ഷെ ഉണ്ടെങ്കിലോ സാർ? ഒരുപാട് കാലം കേരള രാഷ്ട്രീയത്തിലിരുന്ന് കട്ടുമുടിച്ച ഒരാളുടെ വീടല്ലേ, നിധി കണ്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. രാഹുലിൻ്റെ കടപ്പല്ലുകൾ ഞെരിഞ്ഞു. കൊണ്ടുപോയിക്കോണം JCBയും കുന്തവും കൊടച്ചക്രവും തൻ്റെ പോലീസുകാരെയുമൊക്കെ. ഇതിപ്പോൾ ചീഫ് മിനിസ്റ്ററുടെ വീടാണെന്ന് മറക്കണ്ട. ഈ മുറ്റത്ത് കാല് കുത്തണമെങ്കിൽ പോലും ഉണ്ട് ഒരുപാട് ഫോർമാലിറ്റീസ്. അവൻ കഴിച്ചുകൊണ്ടി. അറിയാമേ, അരുണാചലം വിനയം ഭാവിച്ചു. അതിനൊക്കെ വേണ്ട മരുന്നുമായാണേ അടിയൻ വന്നിരിക്കുന്നത്. SP പോക്കറ്റിൽ നിന്ന് ഒരു ബ്രൗൺ കവർ വലിച്ചെടുത്തു. പിന്നെ അത് രാഹുലിനെ നീട്ടി. സാറിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം ഇതിലുണ്ട്. വെറുതെ സംസാരിച്ച് സമയം പാഴക്കണ്ടെന്ന് കരുതി കൊണ്ടുവന്നതാണേ. റാഞ്ചി എടുക്കും പോലെ രാഹുൽ ആ കവർ വാങ്ങി. തുടർന്ന് അതിനുള്ളിൽ നിന്ന് 4ആയി മടക്കി വെച്ചിരുന്ന ഒരു കടലാസ് എടുത്ത് നിവർത്തി. അവൻ്റെ കണ്ണുകളിൽ ഒരു നടുക്കം മിന്നി. സെർച്ച് വാറണ്ട്. ഈ വെളുപ്പം കാലത്ത് മജിസ്ട്രേറ്റിൻ്റെ കയ്യിൽ നിന്ന് ഇത്തരം ഒരു വാറണ്ട് വാങ്ങിക്കൊണ്ട് അരുണാചലം എത്തണമെങ്കിൽ കാര്യം ഗൗരവമുള്ളത് തന്നെ, രാഹുൽ ഉറപ്പിച്ചു. പക്ഷേ സംഗതി എന്താണെന്ന് മാത്രം പിടികിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് പണി തുടങ്ങാമല്ലോ അല്ലേ സാറേ? അരുണാചലത്തിൻ്റെ ചോദ്യത്തിന് രാഹുൽ ഉത്തരം നൽകിയില്ല. മീഡിയക്കാർ ക്യാമറകളുമായി സിറ്റൗട്ടിലേക്ക് കയറി വന്നു. എന്താ സാറേ ഇതിൻ്റെയൊക്കെ അർത്ഥം? അവരിൽ ഒരാൾ രാഹുലിനോട് തിരക്കി. നിങ്ങളെ ഇവിടേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നത് ഇയാളല്ലേ? ഇയാളോട് തന്നെ ചോദിക്കേ. പറഞ്ഞതും രാഹുൽ വെട്ടിത്തിരിഞ്ഞു. ഭയങ്കര ഒച്ചയിൽ ഡോർ അടഞ്ഞു. ആ സമയം പത്തനംതിട്ട TVയിൽ മുൻ മുഖ്യമന്ത്രി വേലായുധൻ മാസ്റ്ററുടെ ഫോൺ നിർത്താതെ ശബ്ദിച്ചു. ഉറക്കം ഞെട്ടിയ മാസ്റ്റർ അസ്വസ്ഥയോടെ ഫോൺ എടുത്തു. ഹലോ. ഉറക്കത്തിൽ ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കണം സാർ. ഞാൻ കൽക്കിയുടെ ഭാര്യ. താങ്കൾക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ മുഖ്യമന്ത്രി രാഹുലിൻ്റെ വീട്ടിലേക്ക് ചെന്നാൽ അത് നേരിൽ കാണാം. സാറിൻ്റെ ശത്രുവിൻ്റെ പതനം. മാസ്റ്റർ ചാടി എഴുന്നേറ്റിരുന്നു. പറയൂ, വിഷയം എന്താണ്? പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ നല്ലത് കണ്ടറിയുന്നതാണ് സാർ. വേഗം ചെല്ല്. സാറ് വീണ്ടും മുഖ്യമന്ത്രിയാകുവാൻ അധിക സമയം വേണ്ടി വരില്ല. ആ സ്ത്രീ ശബ്ദം മുറിഞ്ഞു. ഒപ്പം കാളും. ഹലോ ഹലോ. മാസ്റ്റർ ഫോണിലേക്ക് തുറച്ചു നോക്കി. രാഹുലിൻ്റെ വീട്. ജീപ്പിൽ നിന്ന് വിക്രമനെയും സാദിഖിനെയും വിലങ്ങുവച്ച നിലയിൽ പോലീസ് പുറത്തിറക്കി. നടക്കടാ, SI കൽപ്പിച്ചു. വിക്രമന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. SPയുടെ നേതൃത്വത്തിൽ അവരെ വീടിന് പിന്നിലേക്ക് കൊണ്ടുപോയി. തൊട്ടുപിറകെ JCBയും. 2ാം നിലയിലെ ജനാല കർട്ടന് പിന്നിൽ നിന്ന് ഇത് കാണുന്നുണ്ടായിരുന്നു രാഹുൽ. അവൻ്റെ തലച്ചോറിനുള്ളിൽ വെള്ളടി പോലെ ഒരു സ്ഫോടനം നടന്നു. ഒറ്റ ദിവസം കൊണ്ട് തൻ്റെ മുഖ്യമന്ത്രി കസേര തെറിക്കുമോ? രാഹുലിന് അതായിരുന്നു ഏറ്റവും പേടി. വിക്രമിനെയും സാദിഖിനെയും ചതച്ചു പിഴിഞ്ഞിട്ട് അരുണാചലം എന്തൊക്കെ സത്യങ്ങൾ ഛർദ്ദിപ്പിച്ചിട്ടുണ്ടാവും. അടുത്ത നിമിഷം ഒരു കാർ കൂടി ഗേറ്റ് കടന്നു വന്നു. രാഹുൽ എത്തിനോക്കി. പന്തലിൻ്റെ വിടവിലൂടെ കാറിൽ നിന്നിറങ്ങുന്ന ആളിനെ കണ്ടു. വേലായുധൻ മാസ്റ്റർ. അയാളും അരുണാചലവും എല്ലാവരും കൂടിയുള്ള ഒരു ഒത്തുകളിയാവും ഇതെന്ന് പെട്ടെന്ന് അവന് തോന്നി. അരുണാചലം മീഡിയക്കാരുടെ എന്തോ ചോദിക്കുന്നതും അവർ തൻ്റെ വീടിന് പിന്നിലേക്ക് കഴിച്ചുകൊണ്ടുന്നതും രാഹുൽ ശ്രദ്ധിച്ചു. അരുണാചലവും അവർക്കൊപ്പം വീടിന് പിന്നിലേക്ക് പോകുന്നു. മോനെ. തൊട്ടു പിന്നിൽ സാവിത്രിയുടെ ശബ്ദം കേട്ടപ്പോൾ പോലും അവൻ ശക്തിയിൽ ഞെട്ടി. എന്തൊക്കെയാടാ ഇവിടെ നടക്കാൻ പോകുന്നത്? ബദിരിനെ പോലെ രാഹുൽ കൈമലർത്തി. തുടർന്ന് അടുത്ത ജനാലയ്ക്കിലേക്ക് മാറി നിന്ന് താഴേക്ക് നോക്കി. എവിടെയാടാ? അരുണാചലം വിക്രമിൻ്റെയും സാദിഖിൻ്റെയും നേർക്ക് തിരിഞ്ഞു. ദാ അവിടെ. സാദിഖ് ഒരു ഭാഗത്തേക്ക് കൈ ചൂണ്ടി. അരുണാചലം JCBയുടെ ഡ്രൈവർക്ക് നേരെ തിരിഞ്ഞു. ആ സ്ലാബ് മാറ്റ്. JCBയുടെ കോരി ഞണ്ടിൻകാൽ കണക്കെ മുന്നോട്ട് നീങ്ങുന്നത് കണ്ടപ്പോൾ രാഹുലിൻ്റെ നട്ടലിനുള്ളിൽ ഒരു പെരുപ്പുണ്ടായി. അവരുടെ ലക്ഷ്യം പഴവങ്ങാടി ചന്ദ്രൻ്റെ ബോഡിയാണെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു.
തലേന്നാൾ SP അരുണാചലത്തോട് അങ്ങനെ പെരുമാറേണ്ടിയിരുന്നില്ലെന്നും ഇപ്പോൾ അവന് തോന്നി. വേലായുധൻ മാസ്റ്ററും അരുണാചലത്തിൻ്റെ അരികിൽ വന്നു നിന്നു. JCBയുടെ പല്ലുകൾ സേഫ്റ്റി ടാങ്കിൻ്റെ സ്ലാബിനടിയിലേക്ക് കടന്നു. തൊട്ടടുത്ത ഏതോ ദിവസം അത് ഇളക്കി മാറ്റിയിരുന്നെന്ന് ഒറ്റ നോട്ടത്തിൽ അരുണാചലത്തിന് ബോധ്യമായി. അയാൾ കർച്ചീഫ് എടുത്ത് മുഖമമർത്തി. അടുത്ത നിമിഷം സ്ലാബ് ഒരു വശത്തേക്ക് മാറി. കടുത്ത ദുർഗന്ധം. സകലരും മൂക്കുപൊത്തി. അരുണാചലം JCBയുടെ ഡ്രൈവർക്ക് നേരെ ഒരു ആംഗ്യം കാണിച്ചു. JCBയുടെ കോരി ടാങ്കിലേക്ക് ഇറങ്ങി. എല്ലാവരും ആകാംക്ഷയോടെ അവിടേക്ക് ശ്രദ്ധിച്ചു നിന്നു. സെക്കൻഡുകൾ. കോരി ഉയർന്നു വന്നു. അതിൽ പഴുത്തു വീർത്ത തവളയെപ്പോലെ ഒരു മനുഷ്യരൂപം തൂങ്ങിക്കിടക്കുന്നു. അരുണാചലത്തിൻ്റേത് മാത്രമല്ല, വേലായുധ മാസ്റ്ററുടെ കണ്ണുകളിലും വല്ലാത്തൊരു തിളക്കം വന്നു. ബോഡി അവിടെ കിടത്ത് സൂക്ഷിച്ച് അരുണാചലം ടിപ്പർ ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി. മീഡിയക്കാർ എല്ലാം ഷൂട്ട് ചെയ്യുകയാണ്. ഇത് ആരുടെ ബോഡിയാണ് സാർ? അവർക്ക് അതറിയാൻ തിടുക്കമായി. പറയാറായിട്ടില്ല. അരുണാചലം ഒഴിഞ്ഞുമാറി. എന്നാൽ വേലായുധൻ മാസ്റ്റർ പ്രതിവചിച്ചു. ഞങ്ങൾക്ക് കിട്ടിയ ഉത്തരവ് അനുസരിച്ച് ഇത് രാഹുലിൻ്റെ ഗുണ്ടകളിൽ ഒരാളാണ്. ഇവനെക്കൊണ്ട് ഇനി പ്രയോജനമില്ലെന്ന് തോന്നിയപ്പോൾ കൊന്നു തള്ളിയതാവാം. അരുണാചലം മാസ്റ്റർ രൂക്ഷമായി ഒന്ന് നോക്കി. പിന്നെ അടുത്തേക്ക് നീങ്ങി ആ കാതിൽ മന്ത്രിച്ചു. പഴവങ്ങാടി ചന്ദ്രൻ ആരുടെ ഗുണ്ടയായിരുന്നെന്ന് പോലീസ് കസ്റ്റഡിയിലുള്ളവർ മൊഴി തന്നിട്ടുണ്ട്. കവിളടക്കം അടിയേറ്റതുപോലെ മാസ്റ്റർ ഞെട്ടി. അരുണാചലം അയാളെ തീർത്തും അവഗണിച്ചു. കുറച്ച് പോലീസുകാരെയും കൂട്ടി വീടിന് മുന്നിലേക്ക് പോയി. മാസ്റ്ററും പിറകെ ചെന്നു. അരുണാചലം വാതിലിൽ തട്ടി. രാഹുൽ വാതിൽ തുറക്കുമ്പോൾ ചിത്രങ്ങളെടുക്കാൻ മീഡിയക്കാർ തയ്യാറായിരുന്നു. എന്നാൽ വാതിൽ തുറന്നത് സാവിത്രിയാണ്. രാഹുൽ എവിടെ? അരുണാചലം തിരക്കി. ആ സ്വരത്തിലെ അധികാരഭാവം സാവിത്രി തിരിച്ചറിഞ്ഞു. അവനിന്ന് മുഖ്യമന്ത്രിയാണ്, ആ സ്ത്രീ ഓർമ്മപ്പെടുത്തി. അതുമാത്രമല്ല, കറ തീർന്ന ക്രിമിനലും. SPയും പോലീസുകാരും ഹാളിലേക്ക് കയറി. സാവിത്രി നിസ്സഹായിയായി നിന്നു. സ്റ്റെയർ കേസിന് മുകളിൽ താഴേക്ക് നോക്കി നിൽക്കുകയായിരുന്നു രാഹുൽ. താൻ ഇങ്ങോട്ട് വരണമെന്നില്ല, ഞാൻ അവിടേക്ക് വരാം. എന്തോ കരുതിക്കൂട്ടിയ മട്ടിൽ രാഹുൽ താഴേക്കിറങ്ങി വന്നു. ഇമകൾ പോലും ചലിപ്പിക്കാതെ രാഹുലിനെ നോക്കി നിന്നു SP അരുണാചലം. രാഹുൽ താഴെ എത്തി. പോലീസിൻ്റെ പിന്നിലേക്ക് വേലായുധൻ മാസ്റ്ററും വന്നു നിന്നു. എൻ്റെ വീടിന് പിന്നിലെ സേഫ്റ്റി ടാങ്കിൽ നിന്ന് നിങ്ങൾ ആരുടെയോ ബോഡി കണ്ടെടുത്തു എന്നുള്ളത് സത്യം. പക്ഷേ അത് ഞാൻ ചെയ്തതോ ചെയ്യിപ്പിച്ചതോ ആകണമെന്നില്ലല്ലോ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ തലസ്ഥാനത്തായിരുന്നു, അച്ഛൻ്റെ ഒപ്പം മെഡിക്കൽ കോളേജിൽ. അറിയാം. അരുണാചലം തലയാട്ടി. പക്ഷേ വിക്രമൻ, സാദിഖ് എന്നീ 2 ഗുണ്ടകളുണ്ടായിരുന്നു ഈ വീട്ടിൽ, പഴവങ്ങാടി ചന്ദ്രന് കാവലായിട്ട്. അവരോട് നിങ്ങൾ അവനെ സേഫ്റ്റി ടാങ്കിൽ കളഞ്ഞേക്കാൻ പറഞ്ഞതെല്ലാം സൈബർ പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. തനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി രാഹുലിന്. അവൻ ചകിതഭാവത്തിൽ അമ്മയെ നോക്കി. സാവിത്രിയാണെങ്കിൽ അവിടുത്തെ സംഭാഷണങ്ങൾ കേട്ട് പകച്ചു നിൽക്കുകയാണ്. ശരി. രാഹുലിൻ്റെ മുഖം മുറുകി. നിങ്ങൾ ബാക്കി നടപടികൾ സ്വീകരിച്ചോളൂ. എന്ത് ചെയ്യണമെന്ന് ഞാൻ കോടതിയിൽ പറഞ്ഞോളാം. അരുണാചലം പുഞ്ചിരിച്ചു. ഇത് തങ്ങൾ മാത്രം ചെയ്തതാണെന്ന് ആ ഗുണ്ടകളെ കൊണ്ട് പറയിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിന് നടക്കില്ല രാഹുൽ. മീഡിയ പ്രസൻസിൽ അവർ എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അരുണാചലം TVക്ക് നേരെ കൈ ചൂണ്ടി. ഒക്കെ ഇപ്പോൾ വാർത്താ ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നിന്നിടത്ത് നിന്ന് അനങ്ങാൻ കഴിഞ്ഞില്ല രാഹുലിന്. അവൻ കുടുകുടെ വിയർത്തു തുടങ്ങി. ചാനലുകാർ ഓരോ ഭാവവും അപ്പോൾ ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു. വേലായുധൻ മാസ്റ്റർ ഇടം കണ്ടുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് അരുണാചലം തുടർന്നു. ഇനിയുള്ളത് ഞങ്ങൾ പോലീസിൻ്റെ നടപടി. നിങ്ങളെ കസ്റ്റഡിയിലെടുക്കുകയാണ്. അത് കേട്ട് രാഹുൽ പൊട്ടിച്ചിരിച്ചു. ഒരു മുഖ്യമന്ത്രിയെ കസ്റ്റഡിയിലെടുക്കാൻ പീറ SPയോ? അതിന് സ്പീക്കറുടെ പെർമിഷൻ വേണം മിസ്റ്റർ. പിന്നെ DGP റാങ്കിങ്ങിലും ഉള്ള ഉദ്യോഗസ്ഥനും. അരുണാചലം തല കുടഞ്ഞു. തന്നെപ്പോലെ ഒരുത്തനെ വിലങ്ങ് വയ്ക്കാൻ തന്തയ്ക്ക് പിറന്ന ഒരു പോലീസുകാരന് പെർമിഷൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസസ് അത് അനുഭവിക്കാൻ ഞാൻ ഒരുക്കവുമാണ്. എന്നാലും തന്നെയും കൊണ്ടേ ഞാൻ പോകൂ. പറഞ്ഞതും SP രാഹുലിൻ്റെ കയ്യിൽ പിടുത്തമിട്ടു. ശേഷം പോക്കറ്റിൽ നിന്ന് ഒരു വിലങ്ങ് വലിച്ചെടുത്ത് രാഹുലിൻ്റെ മുഖത്തിന് നേർക്ക് പിടിച്ചു. അതിൻ്റെ വളയത്തിലൂടെ അരുണാചലത്തിൻ്റെ കത്തുന്ന മുഖം കണ്ടു രാഹുൽ. ഈ ആഭരണം നിന്നെ അണിയിച്ച് ഞാൻ പൊതുജനങ്ങൾക്ക് മുന്നിൽ നിർത്തും. പാവപ്പെട്ടവനും അത്താഴ പട്ടിണിക്കാരനും മാത്രമല്ല ഇതെന്നും തറവഴി കാണിക്കുന്ന ഏത് പൊന്നുമോനും കൂടി ഉള്ളതാണെന്നും ജനം അറിയട്ടെ. അങ്ങനെ അവർക്ക് അല്പമെങ്കിലും നീതിബോധം ഉണരട്ടെ. രാഹുൽ അരുണാചലത്തിൻ്റെ പിടിയിൽ നിന്ന് കുതറാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ കഴിഞ്ഞില്ല. വേലായുധ മാസ്റ്റർ ചിരിക്കുന്നത് രാഹുൽ ശ്രദ്ധിച്ചു. അവന് ആകെ പെരുത്തു കയറി. നിങ്ങൾ ചിരിക്കേണ്ട മാസ്റ്ററെ, ഇത് കേരളമാണ്. എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും രാഷ്ട്രീയക്കാർക്ക് ഒരു ചുക്കുമില്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി തെളിയിക്കും. എൻ്റെ കസേരയിൽ കയറി ഞെളിഞ്ഞിരിക്കാമെന്ന് ആരും കരുതണ്ട. മാസ്റ്റർ മറുപടി പറഞ്ഞില്ല. ആ മുഖത്തെ പുഞ്ചിരി മാഞ്ഞുമില്ല. നിന്നെ ഈ സ്റ്റീൽ കാപ്പ് അണിയിക്കാൻ എന്നേക്കാൾ യോഗ്യതയുള്ള ഒരാൾ കൂടിയുണ്ട് രാഹുൽ. പറയുന്നതിനിടയിൽ രാഹുലിനെ പിടിവിടാതെ അരുണാചലം പിറകോട്ട് തിരിഞ്ഞു. അല്പം ശബ്ദമുയർത്തി വിളിച്ചു. വിജയ. രാഹുലിൻ്റെ മുഖം മുറുകി. സിറ്റൗട്ടിൽ കനത്ത കാലൊച്ച കേട്ടു. പിങ്ക് പോലീസ് SI വിജയ അകത്തേക്ക് കയറി വന്ന് SPക്ക് മുന്നിൽ അറ്റൻഷനായി. ടേക്ക് ഹിം. വിലങ്ങ് അവൾക്ക് നീട്ടിക്കൊണ്ട് അരുണാചലം ഉത്തരവിട്ടു. രാഹുലിൻ്റെ മുഖത്തേക്ക് നോട്ടം നട്ടുകൊണ്ട് വിജയ വിലങ്ങ് വാങ്ങി. ശേഷം അത് അവൻ്റെ കയ്യിൽ ഇടാൻ ഭാവിച്ചു. പെട്ടെന്ന് അപ്രതീക്ഷിതമായി അത് സംഭവിച്ചു.
മിന്നൽ വേഗത്തിൽ രാഹുൽ വിജയെ തള്ളി മാറ്റി. ഒപ്പം തൊട്ടരികിൽ നിന്നിരുന്ന SP അരുണാചലത്തിൻ്റെ അരയ്ക്ക് നേരെ കൈനീട്ടി. എന്താണ് സംഭവിക്കുന്നതെന്ന് അരുണാചലം അറിയും മുമ്പ് അയാളുടെ അരയിലെ തുകൽ ഉറയിൽ നിന്ന് രാഹുൽ പിസ്റ്റൾ വലിച്ചെടുത്തു. എടാ, അരുണാചലം ഗർജിച്ചു. ഷ്! രാഹുൽ ക്രൂരമായി ചിരിച്ചുകൊണ്ട് പിസ്റ്റൾ അയാൾക്ക് നേരെ ചൂണ്ടി. മിണ്ടരുത്. മിണ്ടിയാൽ ഒരു ഡസൻ ബുള്ളറ്റുകൾ തന്നെ കൊണ്ട് ഞാൻ തീറ്റിക്കും. അരുണാചലം മാത്രമല്ല, SI വിജയും മുൻ മുഖ്യമന്ത്രി വേലായുധ മാസ്റ്ററും അടക്കം കണ്ടു നിന്നിരുന്നവർ ആകെ നടുങ്ങിപ്പോയി. അരുണാചലത്തിന് നേർക്കുനിന്ന് പിസ്റ്റൾ മാറ്റാതെ രാഹുൽ വിജയെ നോക്കി. നിനക്ക് എൻ്റെ കയ്യിൽ വിലങ്ങിടണം അല്ലേടി? തുടർന്ന് രാഹുൽ വിളിച്ചത് കാതു പൊട്ടുന്ന പച്ചത്തെറി. നീയും ഈ നിൽക്കുന്നവന്മാരും മാത്രമല്ല, നിൻ്റെയൊക്കെ അപ്പന്മാർ വിചാരിച്ചാലും രാഹുലിൻ്റെ ഒരു രോമത്തിൽ തൊടില്ലടി. അവൻ്റെ മുഖം മുറുകി. മാറി നിൽക്കങ്ങോട്ട്, അല്ലെങ്കിൽ ഇവിടം ഞാൻ ചോരക്കളമാക്കും. മോനെ, സാവിത്രി ഭീതിയോടെ വിളിച്ചു. അമ്മ ചുമ്മാതിരിക്കേ, ഇവന്മാരൊന്നും എന്നെ ഒന്നും ചെയ്യില്ല. പറയുന്നതിനിടയിൽ തന്നെ അവൻ എല്ലാവർക്കും ഇടയിലൂടെ പുറത്തേക്ക് കുതിച്ചു. ആ ക്ഷണം ഗേറ്റ് കടന്ന് ഒരു സുമോ വാൻ പാഞ്ഞു വന്നു. തമിഴ്നാട് രജിസ്ട്രേഷനുള്ളത്. ആറ്റുചിറയിൽ വിരിച്ച മുഖത്ത് വാഹനങ്ങൾക്കിടയിൽ അത് വട്ടം തിരിഞ്ഞു. പിൻചക്രങ്ങൾക്കിടയിൽ നിന്നും ചരലുകൾ ബുള്ളറ്റ് പോലെ ചിതറി മറ്റു വാഹനങ്ങളിൽ ചെന്നുകൊണ്ടു. ഓടിയെത്തിയ മീഡിയക്കാർ ആ രംഗവും ക്യാമറയിൽ പകർത്തി. ഒരു സിനിമ കാണുന്നത് പോലെയാണ് എല്ലാവർക്കും തോന്നിയത്. തിരിയുന്നതിനിടയിൽ തന്നെ സുമോയുടെ പിന്നിൽ വലതു ഭാഗത്തെ ഡോർ തുറക്കപ്പെട്ടു. രാഹുൽ അതുവഴി അകത്തേക്ക് പറന്നു വീണു. ഡോർ അടഞ്ഞു. വന്നതിൻ്റെ ഇരട്ടി വേഗത്തിൽ സുമോ തിരിച്ചു ഗേറ്റ് കടന്നു. ആദ്യത്തെ മരവിപ്പിൽ നിന്ന് പിടഞ്ഞുണർന്ന അരുണാചലം കൺട്രോൾ റൂമിലേക്ക് വയർലെസ് മെസ്സേജ് പാസ് ചെയ്തു. ആ സുമോയെ പിടിക്കാൻ. എന്നാൽ 1/2 കിലോമീറ്റർ പിന്നിട്ടപ്പോഴേക്കും റിംഗ് റോഡിലെ മരത്തണലിൽ ഒരു ഇന്നോവ സ്റ്റാർട്ട് ചെയ്തു. അതിനടുത്ത് സുമോ ബ്രേക്കിട്ടു. ഇന്നോവയിൽ എല്ലാവരും ചാടിക്കയറി. സുമോ അവിടെ ഉപേക്ഷിച്ച് അവർ ഇന്നോവയിൽ പാഞ്ഞകന്നു. കുതിച്ചെത്തിയ പോലീസിന് ഉപേക്ഷിക്കപ്പെട്ട സുമോ മാത്രമാണ് കിട്ടിയത്. TV-യിലൂടെ അപ്പോൾ വാർത്ത അറിഞ്ഞ ജനങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചു. കേരളത്തിൽ ഇത്തരം ഒരു സംഭവം ആദ്യം. കേരളവും ഉത്തരേന്ത്യൻ മാതൃകയിലേക്ക് ചൂടുമാറുകയാണോ എന്ന് പലരും സംശയിച്ചു. പഴവങ്ങാടി ചന്ദ്രൻ്റെ മൃതദേഹം പോലീസ് മോർച്ചറിയിലേക്ക് മാറ്റി. കാൽമുട്ട് തകർന്ന വിക്രമനെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം പോലീസ് കസ്റ്റഡിയിൽ ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. സാദിഖിനെ റിമാൻഡും ചെയ്തു. വിജയ, എല്ലാം കഴിഞ്ഞപ്പോൾ SP അരുണാചലം അവളെ നോക്കി. ഞാൻ പോകുന്നത് ഒരു ദിവസത്തേക്ക് കൂടി മാറ്റിവെക്കാൻ തീരുമാനിച്ചു. അതിനർത്ഥം ഈ പകലിൻ്റെ ബാക്കിയും മുന്നിലുള്ള രാത്രിയും കൂടി എനിക്കുണ്ടെന്നാണ്. അത്രയും സമയത്തിനുള്ളിൽ നിനക്ക് ചെയ്യാവുന്നത് ചെയ്യണം. ഷുവർ സാർ, ഞാൻ അത് ചെയ്തിരിക്കും. നാളെ നേരം പുലരുമ്പോൾ കാൻസറിനേക്കാൾ മാരകമായി കേരളത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ചില നരാധമന്മാർ ഈ മണ്ണിൽ ബാക്കി കാണില്ല. പ്രതിജ്ഞ പോലെയായിരുന്നു അവളുടെ ശബ്ദം. അരുണാചലം അഭിമാനത്തോടെ തലയാട്ടി. 1/2 മണിക്കൂർ കഴിഞ്ഞു. മുൻ മുഖ്യമന്ത്രി വേലായുധ മാസ്റ്റർ TPയിൽ മടങ്ങിയെത്തി. പ്രാദേശിക നേതാക്കന്മാരിൽ പലരും അയാളെ സന്ദർശിക്കുവാൻ അവിടെ എത്തിയിരുന്നു. മാസ്റ്റർ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫോൺ ശബ്ദിച്ചു. അയാൾ അറ്റൻഡ് ചെയ്തു. ഹലോ. കൽക്കി. അപ്പുറത്തുനിന്ന് സ്ത്രീ ശബ്ദം കേട്ടു. സാറ് മകനുമൊത്തല്ലേ മടങ്ങുകയുള്ളൂ? മാസ്റ്റർക്ക് ഹൃദയത്തുടിപ്പേറി. അത്രയേ ഉള്ളൂ. അവൻ എവിടെയുണ്ട്? മറുപടിക്കായി മാസ്റ്റർ അക്ഷമയോടെ കാതോർത്തു. അവൻ. അപ്പുറത്തുനിന്ന് മുറുക്കമുള്ള സ്ത്രീ ശബ്ദം കേട്ടു. അവനെ 6 മണിക്കൂറിനുള്ളിൽ ഞാൻ രാഹുലിൻ്റെ തടവിൽ നിന്ന് മോചിപ്പിക്കും. വേലായുധ മാസ്റ്റർ ഉള്ളിൽ കുളിര് കോരി. അയാൾ വാക്കു നൽകി. എങ്കിൽ നിങ്ങൾ ആരെന്ന് അറിയില്ലെങ്കിലും ഞാൻ പറയുകയാണ്. എൻ്റെ മകനെ എൻ്റെ പക്കൽ ഏൽപ്പിക്കുന്ന നിമിഷം നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് തന്നിരിക്കും ഞാൻ. മാസ്റ്റർ ഒച്ച താഴ്ത്തി. പുറത്ത് കാറ്റിൽ തെങ്ങോലകൾ ഇളകുന്നത് മാസ്റ്റർ കണ്ടു. മറുപുറത്തു നിന്ന് വീണ്ടും ശബ്ദം വന്നു. അങ്ങനെ പ്രതിഫലം മോഹിച്ചല്ല സാർ അങ്ങയെ സഹായിക്കുന്നത്. താങ്കൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്. മാസ്റ്റർ കൂടുതൽ സന്തോഷവാനായി. തന്നെക്കുറിച്ച് നല്ലത് പറയാനും ഇവിടെ ആളുകളുണ്ട്. അയാളുടെ ചിന്തയെ മുറിച്ചുകൊണ്ട് സ്ത്രീസ്വരം വീണ്ടും കേട്ടു. പക്ഷേ സാറ് എനിക്കൊരു വാക്ക് തരണം. എന്താണ്? മാസ്റ്റർ മുന്നിലിരുന്ന പ്രാദേശിക നേതാക്കളെ ഇടം കണ്ണിട്ട് നോക്കി. അവരാരും താൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല. തനിക്ക് കാൾ വന്നപ്പോൾ അവർ സ്വകാര്യ സംഭാഷണത്തിലാണ്. സ്ത്രീ ശബ്ദം തുടർന്നു. ഞാനാണ് അങ്ങയുടെ മകനെ രക്ഷിച്ചതെന്നോ ഞാൻ ആരാണെന്നോ പുറം ലോകം അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സാറ് ഒറ്റയ്ക്കേ വരാവൂ. ഞാനും തനിച്ചായിരിക്കും. സമ്മതം. മാസ്റ്റർ ഉറപ്പ് നൽകി. എങ്കിൽ തയ്യാറായിരുന്നുള്ളൂ. ഞാൻ വിളിക്കും. സമയവും സ്ഥലവും അപ്പോൾ പറയാം. എന്താ? ഓക്കെ. അപ്പുറത്ത് കാൾ മുറിഞ്ഞു. മാസ്റ്റർ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അപ്പുറത്ത് ഫോൺ കട്ട് ചെയ്തിട്ട് വിജയ ക്രൂരമായി ചിരിച്ചു. ഇങ്ങ് വരട്ടെ ചെകുത്താൻ. തൻ്റെ കൂടെയുള്ള പിങ്ക് പോലീസ് ടീമിന് നിർദ്ദേശങ്ങൾ നൽകിയിട്ട് വിജയ വീട്ടിലേക്ക് മടങ്ങി. കുളിച്ച് വേഷം മാറി വന്ന് ചായ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാലിനി മകളെ സൂക്ഷിച്ചു നോക്കി. എന്താ അമ്മ ഇങ്ങനെ നോക്കുന്നത്? അവൾക്ക് ചിരി വന്നു. നീ ചിരിക്കേണ്ട. മാലിനിയുടെ മുഖം മുറുകി. നിന്റെ തീരുമാനം എന്താ? അതറിയണം എനിക്ക്. വിജയുടെ മുഖത്ത് ഗൗരവം വന്നു. അമ്മ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാതെ ഞാൻ എന്ത് മറുപടി പറയാൻ? ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്ന ആ കൊച്ചിനെ കുറിച്ചാണ് എനിക്കറിയേണ്ടത്. ആരാവൻ? എന്തിനിവിടെ താമസിച്ചിരിക്കുന്നു? വിജയ ചായക്കപ്പ് ടേബിളിൽ വെച്ചു. പിന്നെ ടേബിളിന് മീതെ കൈപ്പടം കുത്തി എഴുന്നേറ്റു. ഈ 2 ചോദ്യങ്ങൾക്കും തൽക്കാലം ഉത്തരം പറയാൻ നിവൃത്തിയില്ല അമ്മേ.
ഒരു രാത്രി കൂടി അമ്മ കാത്തിരിക്കണം. നാളെ രാവിലെ ഞാൻ എല്ലാം പറയും. മാലിനിയുടെ മറുപടിക്ക് കാക്കാതെ വിജയ എഴുന്നേറ്റ് പോയി. സമയം സന്ധ്യ കഴിഞ്ഞു. നീർവിളാകം. പുഞ്ചയ്ക്ക് നടുവിലുള്ള ഒരു തുരുത്ത്. അവിടെ ഒരു വീടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് രാജസേനൻ ബിനാമി പേരിൽ 50 ഏക്കർ പുഞ്ചപ്പാടവും ആ തുരുത്തും ചേർത്ത് വിലയ്ക്ക് വാങ്ങിയതാണ്. പിന്നെ അവിടെ ഒരു കൊച്ചു വീടും പണിയിപ്പിച്ചു. രാജസേനൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വേനൽക്കാല വസതി, കള്ളു കുടിക്കാനും വ്യഭിചരിക്കാനുമുള്ള കേന്ദ്രം. പുഞ്ചയ്ക്ക് നടുവിലെ ചിറയിലൂടെ മാത്രമേ അവിടെ എത്താൻ കഴിയൂ. അതും നടന്ന്. ചിറ തുടങ്ങുന്ന ഭാഗത്ത് പുഞ്ചപ്പാടത്തെ നടുവെ പിളർത്തിപ്പോകുന്ന ടാർ റോഡ്. അതിനിരുവശത്തും അക്കേഷ്യ മരങ്ങൾ വളർന്ന് വനം പോലെ നിൽക്കുന്നു. തുരുത്തിലെ വീടിനുള്ളിലുണ്ടായിരുന്നു രാഹുലും ഉത്തമപാളയക്കാരായ ഗുണ്ടകളും. രാഹുൽ പത്തനംതിട്ട ജില്ലയുടെ ഒരു മാപ്പ് എടുത്ത് ഗുണ്ടകൾക്ക് മുന്നിൽ വെച്ചു. അതിൽ തേക്ക് തോട് റൂട്ട് അവരെ കാണിച്ചു. നമ്മളിനി അവിടേക്ക് പോകും. പക്ഷേ അപ്പോൾ ഒരാൾ കൂടി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമുക്ക് ആനന്ദിക്കാനും അവസാനം ചതച്ചു കൊല്ലാനും. അവൻ്റെ കണ്ണുകൾ ക്രൂരമായി തിളങ്ങി. യാര് സാർ? SI വിജയ. എന്നെ വിലങ്ങണിയിക്കാൻ വന്നവൾ. അവളുടെ വീട് നിങ്ങൾക്കറിയാം. ആ SIമാരെ ബോംബ് വെച്ച് കൊന്ന സ്ഥലം. ഗുണ്ട നേതാവ് തലയാട്ടി. രാഹുൽ തുടർന്നു. തേക്ക് തോട് കഴിഞ്ഞാൽ അപ്പുറം തമിഴ്നാട് അതിർത്തിയാണ്. കുറേ ദൂരം വനത്തിലൂടെ സഞ്ചരിച്ച് വേണം അവിടെ എത്തുവാൻ. അതുകൊണ്ട് നമ്മളെ തിരക്കി ഒറ്റയാൾ പോലും അവിടേക്ക് വരാൻ പോകുന്നില്ല. അവൻ കുറച്ച് കാര്യങ്ങൾ കൂടി അവരെ പറഞ്ഞു മനസ്സിലാക്കി. ഉത്തമപാളയം ടീം എല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്നു. സമയം രാത്രി 8 മണി. പിങ്ക് പോലീസിൻ്റെ ജീപ്പ് മുറ്റത്ത് വന്നു നിന്നു. വിജയ പെട്ടെന്ന് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. അനന്തരം അകത്തെ മുറിയിൽ നിന്ന് നോബിൾ തോമസിനെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് ഇന്നോവയിൽ കയറ്റി. പിന്നെ വീണ്ടും മെയിൻ സ്വിച്ച് ഓൺ ചെയ്തു. ആ ചെറുക്കനെ നീ എങ്ങോട്ട് കൊണ്ടുപോകുകയാ വിജയെ? മാലിനി നെറ്റി ചുളിച്ചുകൊണ്ട് അവളെ തുറച്ചു നോക്കി. കൊല്ലാൻ. എന്താ, അമ്മയ്ക്ക് വല്ല പ്രശ്നവുമുണ്ടോ? മാലിനി മിണ്ടിയില്ല. ദേഷ്യത്തോടെ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് നടന്നു. വിജയ യൂണിഫോമിലായിരുന്നു. അവളും ചെന്ന് ഇന്നോവയുടെ ഫ്രണ്ട് സീറ്റിൽ കയറി. സുമം വണ്ടി വിട്ടു. സമയം രാത്രി 8:15. പത്തനംതിട്ട TVയിൽ തന്നെ കാണാൻ വന്നവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഫോണിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു മുൻ മുഖ്യമന്ത്രി വേലായുധൻ മാസ്റ്റർ. അടുത്ത നിമിഷം ഫോൺ ശബ്ദിച്ചു. മാസ്റ്റർ അതെടുത്ത് നോക്കി. അപരിചിതമായ നമ്പർ. വിങ്ങുന്ന ഹൃദയത്തോടെ അദ്ദേഹം കാൾ അറ്റൻഡ് ചെയ്തു. യെസ്, ഞാനാ സാറേ, കൽക്കി. പതിഞ്ഞ സ്ത്രീ ശബ്ദം. സാർ വണ്ടിയെടുത്ത് നേരെ കോഴഞ്ചേരിക്ക് വരിക. കോളേജ് ഗേറ്റിൽ ഞാനുണ്ടാവും. പെട്ടെന്ന് വരണം. രാഹുലിൻ്റെ ആളുകൾ എന്നെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉടൻ വരും. തിടുക്കത്തിൽ മാസ്റ്റർ കാറിൻ്റെ കീയും എടുത്ത് പുറത്തേക്ക് നടന്നു. സാറ് ഒറ്റയ്ക്ക് പുറത്തു പോവുകയാണോ? കൂടെ ആരെങ്കിലും? മുറ്റത്ത് നിന്നിരുന്ന TB മാനേജരെ പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല മാസ്റ്റർ. ഞാൻ മാത്രം മതി. പെട്ടെന്ന് തിരിച്ചു വരും. തൽക്കാലം താൻ ഇതാരോടും പറയണ്ട. എന്നെ തിരക്കി ആരെങ്കിലും വന്നാൽ ഇന്നിനി കാണാൻ പറ്റില്ലെന്നും എനിക്ക് തലവേദനയാണെന്നും പറയണം. മാസ്റ്റർ അയാളുടെ തോളിൽ തട്ടി. അയാൾ സമ്മതിച്ചു. മാസ്റ്ററുടെ സ്കോർപിയോ കോഴഞ്ചേരിക്ക് പാഞ്ഞു. സമയം 8:35. സ്കോർപിയോ കുന്നുകയറി കോളേജിൻ്റെ ഗേറ്റിൽ ബ്രേക്കിട്ടു. പെട്ടെന്ന് ഗേറ്റ് തുറക്കപ്പെട്ടു. മുന്നിലുള്ളത് കാക്കി അണിഞ്ഞ ഒരു യുവതിയാണെന്ന് മാസ്റ്റർ കണ്ടു. അകത്തേക്ക് പോയിക്കോളൂ, അവൾ തിടുക്കത്തിൽ അറിയിച്ചു. CPO നിർമ്മലയായിരുന്നു അത്. സ്കോർപിയോ മുന്നോട്ട് നീങ്ങിയതും അവൾ വേഗം ഗേറ്റ് അടച്ച് പൂട്ടിയിട്ട് ഇരുളിൽ മറഞ്ഞു. മുന്നോട്ട് ചെന്ന മാസ്റ്റർ പൊടുന്നിനെ വണ്ടി നിർത്തി. മരച്ചോട്ടിൽ ഒരാൾ നിൽക്കുന്നു. ഒറ്റ നോട്ടത്തിൽ അയാൾക്ക് ആളിനെ മനസ്സിലായി. തൻ്റെ പുത്രൻ നോബിൾ തോമസ്. പെട്ടെന്ന് മാസ്റ്റർ സാൽമയെ ഓർത്തു. താനും അവളും കൂടി കഴിഞ്ഞ മണിക്കൂറുകൾ ഓർത്തു. അങ്ങനെ താൻ അവൾക്ക് കൊടുത്ത സമ്മാനമാണിവൻ. രാഷ്ട്രീയ രംഗത്ത് ഇവൻ തൻ്റെ ഒപ്പം വളരണമെന്ന് താൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി കൊലപാതകം വരെ നടത്തി. പൊടുന്നനെ മാസ്റ്റർ ഒന്നും ഞെട്ടി. ഇവന് പ്രതിയോഗിയാകും എന്ന് കരുതിയ യുവാവിനെ ഈ കോളേജിൽ വച്ചാണല്ലോ കൊലപ്പെടുത്തിയത്. അതോടെ മാസ്റ്ററുടെ നട്ടലിനുള്ളിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടു. ഒട്ടും സമയം കളയാതെ ഇവനെയും കൊണ്ടുപോകണം. മനസ്സ് എന്തോ ഒരു അപായ സന്ദേശം നൽകുന്നതുപോലെ. മാസ്റ്റർ ചുറ്റും നോക്കി. തനിക്ക് ഫോൺ ചെയ്ത ഗേറ്റ് തുറന്നു തന്ന സ്ത്രീ എവിടെ? ചിന്തിച്ചിരിക്കാൻ നേരമില്ല. അയാൾ സ്കോർപിയോയിൽ നിന്നിറങ്ങി നോബിളിന് നേർക്ക് ഓടിച്ചെന്നു. വണ്ടിയുടെ ലൈറ്റ് അണഞ്ഞിരുന്നില്ല. മോനെ! മാസ്റ്റർ അടുത്തെത്തി ആവേശത്തോടെ വിളിച്ചു. ആ സെക്കൻഡിൽ അയാൾക്ക് ഒരിക്കൽ കൂടി സംശയത്തിൻ്റെ ചൂരടിച്ചു. വേലായുധൻ മാസ്റ്റർ മൂക്ക് വിടർത്തി ശ്വാസം വലിച്ചെടുത്തു. അതെ, തൻ്റെ സംശയമല്ല, പെട്രോളിൻ്റെ രൂക്ഷഗന്ധം. മാത്രമല്ല, സ്കോർപിയോയുടെ വെളിച്ചത്തിൽ മാസ്റ്റർ കണ്ടു നോബിളിൻ്റെ ശരീരം നനഞ്ഞിരിക്കുന്നു. ഇവൻ പെട്രോളിൽ കുളിച്ചു നിൽക്കുകയാണ്. മോനെ, എന്താണിത്? ആരെങ്ങനെ ചെയ്തത്? ഒറ്റ ശ്വാസത്തിൽ അയാൾ തിരക്കി. നോബിൾ മെല്ലെ മുഖമുയർത്തി. എന്നെ രാഷ്ട്രീയക്കാരനാക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ? അതിനുവേണ്ടി ഒരു നിരപരാധിയെ കൊല്ലണമെന്ന് ആവശ്യപ്പെട്ടോ? മോനെ, ഞാൻ... അയാൾ പരിങ്ങി. നീ വാ, ഒക്കെ പിന്നീട് വിശദമായി പറയാം. എത്രയും വേഗം നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അയാൾ കൈനീട്ടി. നോബിൾ തല കുളഞ്ഞു. അപ്പോൾ മുടിയിൽ നിന്ന് വെള്ളത്തുള്ളികൾ പോലെ പെട്രോൾ ചിതറി. മാസ്റ്റർ കണ്ടു മകൻ്റെ തലയ്ക്ക് മുകളിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന ഒരു കന്നാസ്. അതിൻ്റെ ചുവട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന സുഷിരത്തിലൂടെ അപ്പോഴും അവൻ്റെ ശിരസിലേക്ക് പെട്രോൾ ഇറ്റു വീഴുന്നു. ഇങ്ങോട്ട് മാറടാ, ഇതിൻ്റെ ചുവട്ടിൽ നിന്ന്. മാസ്റ്റർ അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. പക്ഷേ നോബിളിന് ഒരിഞ്ച് പോലും നീങ്ങാൻ കഴിഞ്ഞില്ല.
മാസ്റ്റർ പറഞ്ഞു. നോബിളിനെ കട്ടിക്കുറഞ്ഞ കമ്പി കൊണ്ട് മരത്തോട് ചേർത്ത് കെട്ടിയിരിക്കുകയാണ്. ബഹുമാനായ മുൻ മുഖ്യമന്ത്രി. അടുത്ത നിമിഷം ഇരുട്ടിൽ നിന്ന് ഒരു സ്ത്രീ സ്വരം കേട്ടു. മാസ്റ്റർ വെട്ടിത്തിരിഞ്ഞു. ആരെയും കണ്ടില്ല. സ്കോർപിയോയ്ക്ക് പിന്നിലെ ഇരുട്ടിൽ നിന്നാണ് ആ ശബ്ദം കേട്ടതെന്ന് വ്യക്തം. നീ ആരാടി? വെളിച്ചത്തിലേക്ക് വാ. മാസ്റ്റർ പെട്ടെന്ന് ഒരു റിവോൾവർ വലിച്ചെടുത്തു. ഇരുളിൽ നിന്ന് ചിരി കേട്ടു. ഞാൻ വരും നിന്റെ മുന്നിലേക്ക്. തൻ്റെ മരണത്തിന് തൊട്ടു മുൻപുള്ള നിമിഷത്തിൽ സ്വന്തം താല്പര്യത്തിനു വേണ്ടി കൊന്നും കൊല്ലിച്ചും മതിച്ചു നടന്ന തൻ്റെ അവസാന ശ്വാസത്തിനു മുൻപ്. എന്നാൽ അതിനു മുൻപ് താൻ അറിയണം, സ്വന്തം ചോര കൺമുന്നിൽ പിടഞ്ഞു വീഴുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ആഘാതം. ശബ്ദം കേട്ട ഭാഗത്തേക്ക് മാസ്റ്റർ റിവോൾവർ ചൂണ്ടി. അപ്പോൾ മറ്റൊരു ഭാഗത്തു നിന്ന് സ്ത്രീ സ്വരം. തനിക്കെന്താടോ, മരിക്കാൻ പേടിയാണോ? കാലിൻ്റെ കണക്ക് പുസ്തകത്തിൽ പോലും ആയുസ് തീർന്നു പോയ താൻ ഇനി എങ്ങനെ ജീവിച്ചിരിക്കും? മാസ്റ്റർ അവിടേക്കും തിരിഞ്ഞ് റിവോൾവർ ചൂണ്ടി. ഉടൻ മൂന്നാമതൊരിടത്ത് നിന്നായി സ്ത്രീ ശബ്ദം. ആ റിവോൾവറിലെ ബുള്ളറ്റുകൾ മുഴുവൻ ചുറ്റും വെടിവെച്ച് തീർത്താലും തനിക്ക് എന്നെ തൊടാൻ പറ്റത്തില്ല. മാസ്റ്റർക്ക് തല മരവിക്കുന്നത് പോലെ തോന്നി. സംസാരിക്കുന്നത് ഒറ്റ ഒരാളോ അതോ പലരോ എന്ന് വ്യക്തമാകുന്നില്ല. അത് തന്നെയായിരുന്നു വിജയ ആവിഷ്കരിച്ച തന്ത്രവും. തൻ്റെ സബോർഡിനേറ്റേഴ്സിനെ പലയിടത്തും നിർത്തുക, സത്യത്തിനും മിഥ്യയ്ക്കുമിടയിൽ വേലായുധ മാസ്റ്ററെ പരിഭ്രാന്തനാക്കുക. ചുണയുണ്ടെങ്കിൽ നീ വെളിച്ചത്തിലേക്ക് വാടി, മാസ്റ്റർ ഭീഷണിപ്പെടുത്തി. ചുണയുള്ളത് കൊണ്ടാണല്ലോ തന്നെ ഇവിടെ വരെ എത്തിച്ചത്. നിനക്ക് എന്തു വേണം? മാസ്റ്ററിൽ അസ്വസ്ഥത പുകഞ്ഞു. ജീവൻ, നിൻ്റെയും നിൻ്റെ മകൻ്റെയും. ഇവിടെ പിടഞ്ഞു വീണു മരിച്ച ഒരു പാവം യുവാവിൻ്റെ പ്രാണനു പകരമായിട്ട്. ഒരുപാട് അലിഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആത്മാക്കൾക്ക് നിത്യശാന്തിക്ക് വേണ്ടിയിട്ട്. അതിനുവേണ്ടി മാസ്റ്ററെ, താനും തൻ്റെ ജാരസന്തതിയും ഇന്നിവിടെ സ്വന്തം പ്രാണൻ ഉപേക്ഷിച്ചേ മതിയാവൂ. മനസ്സിലടി. മാസ്റ്റർ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു. എന്നെ ഒന്ന് തൊടാൻ പോലും നിനക്കാവില്ല. അയാൾ കരുതലോടെ നിന്നുകൊണ്ട് കടപ്പല്ലി ഞെരിച്ചു. എങ്കിൽ അത് തന്നെ അറിയാം ആദ്യം. പറഞ്ഞതും കുറച്ചകലെ ഇരുളിൽ ഒരു ലൈറ്റർ തെളിഞ്ഞു. മാസ്റ്റർ അവിടേക്ക് നിറയൊഴിക്കാൻ ഭാവിച്ചു. എന്നാൽ നേർരേഖ കണക്കെ ഒരു തീപ്പാമ്പ് ഓടി വരുന്നതാണ് കണ്ടത്. പാഞ്ഞു വന്നെത്തിയ തീ നേരെ മുകളിലേക്ക് പാഞ്ഞു കയറി നോബിളുടെ ശരീരത്തിലേക്ക്. മോനെ, വേലായുധ മാസ്റ്റർ അലറിക്കരഞ്ഞു. പക്ഷേ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി വീണു. മുന്നിൽ ചൂട്ടുപോലെ കത്തിയെരിയുന്നതിനോടൊപ്പം പിടയുന്നുണ്ട് നോബിൾ തോമസ്. അപ്പോൾ തീ പിടിച്ച പെട്രോൾ തുള്ളികൾ ചുറ്റും ചിതറി. അടുത്ത നിമിഷം അവൻ്റെ ശരീരത്തിലേക്ക് ഇറ്റ് വീണുകൊണ്ടിരുന്ന പെട്രോൾ കന്നാസ് പൊട്ടിത്തെറിച്ചു. തീയും പെട്രോളും മാസ്റ്ററുടെ ശരീരത്തിലേക്ക് വീണു. വസ്ത്രങ്ങളിൽ തീ പിടിക്കും മുൻപ് മാസ്റ്റർ പിന്നോട്ട് തെഞ്ഞു മാറി. തീത്തുണ്ടുകൾ തട്ടിക്കളഞ്ഞു. അതിനിടെ അയാളുടെ കയ്യിലിരുന്ന റിവോൾവർ പിടിവിട്ടുപോയി. അച്ഛാ! അവസാനമായി എന്നവണ്ണം നോബിളിൽ നിന്നൊരു ഞരക്കം കേട്ടു. കത്തിക്കരിയുന്ന മാംസത്തിൻ്റെ അതിരൂക്ഷഗന്ധം. മാസ്റ്റർ തലയിൽ കൈവച്ചുകൊണ്ട് തറയിൽ കുത്തിയിരുന്നു. ഇത്രയും കാലം ചെയ്തു കൂട്ടിയ അസംഖ്യം പാപങ്ങൾ അയാളുടെ മനസ്സിലൂടെ മിന്നൽ പോലെ കടന്നുപോയി. തൻ്റെ മകനെ പെട്രോളിൽ കുളിപ്പിച്ച ശേഷം ഒരു വര കണക്കെ അകലേക്ക് മണ്ണിലും പെട്രോൾ ഒഴിച്ചിരിക്കുകയായിരുന്നു എന്ന് അയാൾക്കുറപ്പായി. പിന്നെ ആ വരയുടെ അങ്ങേയറ്റത്ത് തീ കൊളുത്തുകയായിരുന്നു അവൾ. നോബിളിനെ കെട്ടിയിരുന്ന മരത്തിൻ്റെ ശിഖരങ്ങൾക്ക് പോലും തീ പിടിച്ചിരുന്നു. വസ്ത്രങ്ങൾ മുഴുവൻ കരിഞ്ഞിട്ടും നോബിളുടെ ശരീരത്തിൽ തീ ബാക്കി നിന്നു. സ്കോർപിയോയുടെ വെളിച്ചം അപ്പോഴും അവനിൽ തന്നെ പതിഞ്ഞിരുന്നു. മാസ്റ്ററുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരയായി കവിളിലേക്കിറ്റു. അയാളുടെ പല്ലുകൾ ഞെരിഞ്ഞു. പെട്ടെന്ന് കണ്ണീർ വറ്റി. കണ്ണുകളിൽ നിന്ന് തീയാളി. എവിടെയാടി നീ? വെട്ടിത്തിരിഞ്ഞ് അയാൾ ചാടി എഴുന്നേറ്റു. അപ്പോൾ കണ്ടു, സ്കോർപിയോയുടെ ഹെഡ്ലൈറ്റുകൾക്ക് നടുവിൽ ഒരാൾ. പിന്നിൽ വെളിച്ചമായതിനാൽ ആളിനെ തിരിച്ചറിയാൻ വയ്യ. തൻ്റെ റിവോൾവറിനായി മാസ്റ്റർ ചുറ്റും പരുതി. കണ്ടില്ല. സ്കോർപിയോയ്ക്ക് മുന്നിൽ കണ്ട രൂപം സാവകാശം അടുത്തെത്തി. ഒരു കാക്കിധാരി. ഇപ്പോൾ മാസ്റ്റർക്ക് ആളിനെ വ്യക്തമായി. രാഹുലിനെ വിലങ്ങണിയിക്കാൻ SP അരുണാചലം വിളിച്ചു വരുത്തിയവൾ. പിങ്ക് പോലീസ് SI വിജയ. എടി, മാസ്റ്റർ ഗർജിച്ചു. നീ എൻ്റെ മോനെ? ഷട്ടപ്പ്! വിജയ കഴിച്ചുകൊണ്ടി. നീ ഓർക്കുന്നുണ്ടോ ഈ കോളേജ് വളപ്പിൽ വെച്ച് നിരപരാധിയായ ഒരു യുവാവിനെ കൊത്തിയരിഞ്ഞത്? നിന്റെ ഈ കരിഞ്ഞു കിടക്കുന്ന ജാരസന്തതിക്ക് വേണ്ടിയിട്ട്? മാസ്റ്റർക്ക് ഉമിനീർ പറ്റി. വിജയുടെ ശബ്ദം തീക്കാറ്റായി ചീറിയടിച്ചു. എൻ്റെ അനുജൻ്റെ മൃതദേഹം കണ്ട നിമിഷം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാണ് കണക്കു തീർക്കാൻ. ആർക്കു വേണ്ടിയാണോ എൻ്റെ അനുജനെ കൊന്നത്, അവനെയും അത് ചെയ്യിപ്പിച്ചവനെയും ഇതേ സ്ഥലത്ത് വെച്ച് തീർക്കുമെന്ന്. വിജയുടെ ശബ്ദം ഏറ്റുപിടിച്ചതുപോലെ ഒരു കാറ്റ് വീശി. കോളേജ് വളപ്പിലെ മരച്ചില്ലകൾ വല്ലാതെ ഒലഞ്ഞു. പെട്ടെന്ന് അയാൾക്ക് ചുറ്റും 5 കാക്കിധാരികൾ കൂടി പ്രത്യക്ഷപ്പെട്ടു. മാസ്റ്ററുടെ കണ്ണുകൾ കുറുകി. എല്ലാം യുവതികൾ, പോലീസുകാരികൾ. കേട്ടോ മുൻ മുഖ്യമന്ത്രി, CPO നിർമ്മല പറഞ്ഞു. നിങ്ങൾ പുരുഷന്മാർക്ക് എന്തുമാകാം അല്ലേ? ഇവിടെ ഞങ്ങൾ സ്ത്രീകളും തെളിയിക്കാൻ പോകുകയാണ് ഞങ്ങൾക്കും എന്തു കഴിയുമെന്ന്. എടി, മാസ്റ്റർ കൈവീശി ഒറ്റയടി. അങ്ങനെ എന്നെ തോൽപ്പിക്കാമെന്ന് ഒരുവളും കരുതണ്ടടി. എന്നാൽ മിന്നൽ വേഗത്തിൽ നിർമ്മല താഴേക്കൊഴിഞ്ഞു. ആ സെക്കൻഡിൽ വിജയ ഒറ്റ ചവിട്ട് അയാളുടെ പുറത്ത്. ഹാ! മാസ്റ്റർ മുന്നോട്ട് വെച്ചു. പക്ഷേ വിജയ പിന്നിൽ നിന്ന് അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. പിന്നെ കാൽ മടക്കി ആഞ്ഞു ചവിട്ടി. അടച്ച ഒരു നിലവിളിയോടെ വേലായുധ മാസ്റ്റർ വില്ലുപോലെ പിന്നിലേക്ക് വളഞ്ഞു. വിജയ അയാളുടെ ഷർട്ടിലെ പിടിവിട്ടില്ല. ചവിട്ടി അമർത്തിയ കാൽ മടക്കിൽ നിന്ന് തൻ്റെ ഷൂസ് അണിഞ്ഞ കാൽ പിൻവലിച്ചതുമില്ല.
അടുത്ത നിമിഷം അവൾ വലതു കൈപ്പത്തിയിൽ ലംബമാക്കി. പിന്നെ മാസ്റ്ററുടെ കഴുത്തിനു മുന്നിൽ ഒറ്റവെട്ട്. ചൂടുപാത്രത്തിനുള്ളിൽ നിന്ന് എന്ന വണ്ണം മാസ്റ്ററുടെ വായിൽ നിന്ന് തിളച്ച വായു പുറത്തു ചാടി. ചാകാൻ പോകുന്ന ചീങ്കണ്ണിയെപ്പോലെ അയാൾ വാ പിളർന്നു. വിജയെ പിടിവിട്ടു. മാസ്റ്റർ മണ്ണിൽ മലർന്നു വീണു. 1-2 മിനിറ്റ് നേരത്തേക്ക് അയാൾക്ക് അനങ്ങാനേ കഴിഞ്ഞില്ല. പിന്നെ മീനിൻ്റെ ചകിള അനങ്ങുന്നതുപോലെ നേരിയ അനക്കം കഴുത്തിൽ കണ്ടു. ഏതോ ഗുഹയിൽ നിന്നെന്നവണ്ണം വികൃതമായ ശബ്ദം പുറത്തു വന്നു. അധികാരമേ കൈവിട്ടിട്ടുള്ളൂ ഞാൻ. എൻ്റെ പവർ എന്താണെന്ന് നീയൊക്കെ അറിയാൻ പോകുന്നതേയുള്ളൂ. അയാൾ ശ്വാസം വലിച്ചെടുത്തു. എൻ്റെ മകൻ്റെ ശവത്തിന് മുന്നിൽ വെച്ച് ഞാൻ പറയുകയാ, കൊല്ലും നിന്നെയൊക്കെ, 6 പേരെയും. ഇതുപോലെ പച്ചയ്ക്ക് പെട്രോൾ ഒഴിച്ച് കത്തിച്ച്. അതും പട്ടാപ്പകൽ, കോഴഞ്ചേരി ടൗണിന് നടുവിൽ വെച്ച്. അയാൾക്ക് ബാക്കി കൂടി പറയാനുള്ള സമയം കൊടുത്തില്ല SI വിജയ. കാലുയർത്തി നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. ഒരു കരിങ്കല്ല് അവിടെ പതിഞ്ഞതുപോലെ തോന്നി വേലായുധൻ മാസ്റ്റർക്ക്. അയാൾ അറിയാതെ വാ തുറന്നുപോയി. അതുവഴി കട്ടച്ചോര കവിളിലേക്ക് ഒഴുകി. വിജയ ചീറി. താനൊരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ആരെയും പച്ചയ്ക്ക് കത്തിക്കത്തുമില്ല. തന്നെ പോലെ അധികാര ഭ്രാന്ത് പിടിച്ച് മതനേതാക്കളുടെ കാല് നക്കി ഭരണം ഉറപ്പിക്കാൻ വെമ്പുന്നവർക്കുള്ള ഒരു പാഠമാകും തൻ്റെ ജീവിതം. 5 വർഷം കൂടുമ്പോൾ പല്ലിളിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ചെന്ന് കഴിയാത്ത വാഗ്ദാനങ്ങൾ നൽകി ജയിക്കുമെന്ന് വിചാരിക്കുന്നവന്മാർക്ക് ഒരു മുന്നറിയിപ്പാകണം തൻ്റെ ജീവിതം. വികാരവിക്ഷോഭത്താൽ വിജയുടെ മാറിടം വല്ലാതെ വേഗത്തിൽ ഉയർന്നു താണു. അത്താഴ പട്ടിണിക്കാരുടെയും ആദിവാസികളുടെയും വരെ അരിക്കലത്തിൽ കൈയിട്ട് വരുന്ന നിന്നെപ്പോലെയുള്ള നികൃഷ്ടരുടെ പരമ്പര ഇവിടെ അവസാനിക്കണം. അന്തമായ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലിയും തലക്കീറിയും കുടൽമാല വലിച്ചെടുത്തും നിനക്കൊക്കെ വേണ്ടി രക്തസാക്ഷികളെ സൃഷ്ടിച്ച് വോട്ട് ബാങ്ക് ആക്കുന്നവരുണ്ടല്ലോ, അണികൾ. നീയൊക്കെ എരിക്കേറ്റി വിടുന്ന പാവങ്ങൾ. തിരിച്ചറിവിൻ്റെ ബാലപാഠങ്ങൾ പോലും തലച്ചോറിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് അവിടെ രാഷ്ട്രീയത്തിൻ്റെ വിഷം കുത്തിനിറച്ച് തെരുവിലേക്ക് നീയൊക്കെ ഇറക്കിവിടുന്ന പുതിയ തലമുറക്കാർ. അവർ തിരിച്ചറിയണം, സ്വന്തം ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത നേതാക്കന്മാർക്ക് അണികളെ രക്ഷിക്കാൻ കഴിയില്ലെന്ന്. വിജയ ഒന്ന് നിർത്തി. തറയിൽ കിടന്നുകൊണ്ട് മാസ്റ്റർ അവളെ തുറച്ചു നോക്കി. അവൾ തൻ്റെ മുന്നിൽ ഒരു കുന്നോളം വളർന്നു നിൽക്കുന്നത് അയാൾ കണ്ടു. വിജയുടെ കടിച്ചു പിടിച്ച പല്ലുകൾക്കിടയിലൂടെ ചതഞ്ഞറിഞ്ഞ വാക്കുകൾ വീണ്ടും പുറത്തു ചാടി. സംരക്ഷിക്കാൻ ആളില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ എതിരാളിയെ വകവരുത്തുന്ന രീതി അണികൾ ഉപേക്ഷിക്കണം. അതിനുള്ള പുതിയ പരീക്ഷണമാണ് നിന്നിലൂടെ ഞാൻ നടത്താൻ പോകുന്നത്. നിനക്ക് ശേഷം രാഹുൽ. ഈ രാത്രി അവസാനിക്കുമ്പോൾ കേരളത്തിന് ഒരു പുതിയ മുഖമായിരിക്കും. കിതച്ചുകൊണ്ട് വിജയ മാസ്റ്റർ നെഞ്ചിൽ നിന്ന് കാൽ മാറ്റി. ഇനി നിനക്ക് ചെയ്തതും ചെയ്യിച്ചതും ഓർക്കാൻ ഒരു മിനിറ്റ് പറഞ്ഞുകൊണ്ട് വിജയ പിന്നോട്ട് കൈനീട്ടി. ഡ്രൈവർ സുമം ഒരു കനമുള്ള പ്ലാസ്റ്റിക് കയറിൻ്റെ അഗ്രം അവിടേക്ക് വെച്ചു കൊടുത്തു. വിജയ അതുയർത്തി മാസ്റ്ററെ കാണിച്ചു. ഇത് കാലപാശം, കൽക്കിയുടെ കാലപാശം. അങ്ങ് നരകത്തിൽ നിനക്ക് എളുപ്പത്തിൽ എത്താനുള്ള റൂട്ട് ക്ലിയറാക്കി കഴിഞ്ഞു. മാസ്റ്റർ വല്ലാതെ ഭയന്നു. വിജയ, എന്നെ കൊല്ലരുത്. അവളത് ശ്രദ്ധിച്ചില്ല. കയറിൻ്റെ അറ്റത്തിൽ ഒരു കുടുക്ക് ഉണ്ടാക്കി. വിജയ പ്ലീസ്, നീ എന്ത് ചോദിച്ചാലും ഞാൻ തരാം. കൊല്ലപ്പെട്ടവരുടെ പ്രാണനൊഴിച്ച്. വിജയുടെ കല്ലിച്ച മുഖവും കുരുക്കു തീർത്ത കയറും കണ്ട് വേലായുധ മാസ്റ്റർ വിലപിച്ചു. അതൊക്കെ ഇനി നടക്കാത്ത കാര്യം. നിങ്ങളുടെ മരണസമയം നിശ്ചയിക്കപ്പെട്ടു പോയി. വിജയ ക്രൂരമായി ചിരിച്ചുകൊണ്ട് അയാളുടെ കഴുത്തിലേക്ക് കയർ കുരുക്കിട്ടു. മാസ്റ്റർ പൂക്കിലെ പോലെ വിറച്ചു. വിജയ, ഞാനിനി ആരെയും ദ്രോഹിക്കില്ല. നീ പറയുന്നത് പോലെ ഞാൻ ജീവിച്ചോളാം. വേണമെങ്കിൽ എല്ലാം ഇവിടെ ഉപേക്ഷിച്ച് ഈ രാജ്യം വിട്ടോളാം. എന്നെ കൊല്ലരുത്. അയാൾ തൊഴുതുപോയി. ഈ രാജ്യം വിട്ടാൽ സുഖമായി ജീവിക്കാമെന്ന് നിനക്കറിയാം. കള്ളപ്പണക്കാരും ജനങ്ങളെയും ബാങ്കുകളെയും കബളിപ്പിച്ചവരും ഇപ്പോൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അതിനൊന്നുമുള്ള അവസരം നിനക്ക് ഞാൻ തരില്ല. ആത്മാവ് എന്ന് ഒന്നുണ്ടെങ്കിൽ നീ ഇവിടെ തന്നെ അലഞ്ഞു തിരിയണം. അതാണ് എൻ്റെ തീരുമാനം. നിറവേറ്റാൻ പോകുന്നതും അതുതന്നെ. പറഞ്ഞിട്ട് വിജയ സുമത്തിന് നേർക്ക് തിരിഞ്ഞ് ഒരു ആംഗ്യം കാട്ടി. അവൾ തൻ്റെ കയ്യിലിരുന്ന പ്ലാസ്റ്റിക് കയറിൻ്റെ ചുരുൾ തൊട്ടടുത്ത വാഗമരത്തിൻ്റെ ശിഖരത്തിലേക്ക് എറിഞ്ഞു. പാമ്പ് ചുറ്റൊഴിഞ്ഞ് വീഴുന്നതുപോലെ കനത്ത ശിഖരത്തിന് മുകളിലൂടെ അപ്പുറത്തേക്ക് വീണു കയർ. വിജയ ചെന്ന് ആ അഗ്രത്തിൽ പിടിച്ചു. നിങ്ങളും വരീൻ. ബാക്കി 5 പിങ്ക് പോലീസുകാരികളും അവളെ സഹായിക്കാനെത്തി. പ്രാണവെപ്രാളത്തോടെ വേലായുധ മാസ്റ്റർ ചാടി എണീറ്റു. പക്ഷേ ആ ക്ഷണം അവർ 6 പേരും ചേർന്ന് മരശിഖരത്തിലൂടെ കയർ താഴേക്ക് വലിച്ചു. മാസ്റ്ററുടെ വായിൽ നിന്ന് ഒരു അർദ്ധവിലാപം പുറത്തു വന്നു. അപ്പോഴേക്കും അയാളുടെ കാൽ തറയിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞിരുന്നു. റോക്കറ്റ് വേഗതയിൽ അയാൾ മുകളിലേക്ക് പോയി. കൈക്കാലുകൾ കൊണ്ട് അയാൾ അന്തരീക്ഷത്തിൽ ചുരമാന്തി. പിന്നെ സ്വന്തം കാലുകൾ മാന്തി പൊളിച്ചു. 5 സെക്കൻഡ്. ഒന്ന് വെട്ടിപ്പിടഞ്ഞു മാസ്റ്റർ. പിന്നെ കഴുത്തോടിഞ്ഞതുപോലെ ഒരു വശത്തേക്കായി പിടച്ചിൽ നിന്നു. താറാവിനെ കൊന്ന് കെട്ടി തൂക്കിയതുപോലെ അയാൾ കയറിൽ തൂങ്ങിക്കിടന്നു. വിജയ കയറിൻ്റെ അഗ്രം വാഗമരത്തിൻ്റെ ചൂട്ടിൽ മുറുക്കിക്കെട്ടി. ശേഷം മറ്റുള്ളവരെ നോക്കി. നേരം പുലരും മുൻപ് നമുക്ക് അവനെയും പിടിക്കണം, രാഹുലിനെ. തിടുക്കത്തിൽ അവർ തിരിഞ്ഞു. ഇന്നോവയിൽ കയറി. മാസ്റ്റർ വന്ന സ്കോർപിയോയുടെ തെളിഞ്ഞു നിന്നിരുന്ന ലൈറ്റുകൾ മങ്ങിത്തുടങ്ങിയിരുന്നു. ഇതേ സമയം വിജയുടെ വീട്ടിൽ മകൾ എവിടേക്കാണ് പോയതെന്നറിയാതെ ഹാളിൽ തന്നെ ഇരിക്കുകയാണ് മാലിനി. ആ പയ്യനെ അവൾ എന്ത് ചെയ്തു കാണും എന്ന ഉത്കണ്ഠയുണ്ട്. അച്ഛൻ്റെയും സഹോദരങ്ങളുടെയും മരണശേഷം അവൾ ആകെ മാറിയെന്ന് മാലിനി ഓർത്തു. ചിരിയോ സംസാരമോ തീരെ കുറവ്.
എപ്പോഴും കടുത്ത ചിന്തയും വല്ലാത്തൊരു തിടുക്കവും. മാലിനിയുടെ ചിന്തയെ മുറിച്ചുകൊണ്ട് ഒരു വാഹനത്തിൻ്റെ ശബ്ദം കേട്ടു. അതിൻ്റെ വെളിച്ചം ജനാല ചെല്ലിൽ പ്രതിഫലിച്ചു. മാലിനി ആശ്വാസത്തോടെ നിശ്വസിച്ചു. വിജയ തിരിച്ചു വന്നല്ലോ. അവർ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. അതേ സെക്കൻഡിൽ 2 അടി പിന്നിലേക്ക് നടുങ്ങി മാറി. മുന്നിൽ 3 പേർ. അവരിൽ നടുക്കു നിൽക്കുന്നത് കാളക്കൂട്ടിനെ പോലെ കറുത്ത ഒരാൾ. അയാൾ മൂക്കു കിഴിച്ച് ഒരു ചെറിയ റിങ് ഇട്ടിരുന്നു. എന്തോ ചവയ്ക്കുന്നതിൻ്റെ രൂക്ഷഗന്ധം. അമ്മ, വിജയെങ്കില്ലയ്യാ? അയാൾ തിരക്കി. മാലിനി ഒന്ന് ഭയന്നു. ഇല്ല. അവരുടെ ചുണ്ടനങ്ങി. പിന്നെ എങ്കേ? മാലിനി മിണ്ടിയില്ല. ആ ക്ഷണം അയാൾ കൈനീട്ടി മാലിനിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. പിന്നെ ഒരു പക്ഷിക്കുഞ്ഞിനെ എന്നവണ്ണം മുകളിലേക്ക് ഉയർത്തി. ഇരുമ്പ് കൊളുത്ത് മുറുക്കുന്നത് പോലെയുള്ള വേദന. മാലിനിക്ക് ഒന്ന് നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല. തറയിൽ നിന്ന് ഒരടി ഉയരത്തിലെത്തിയിരുന്നു മാലിനിയുടെ കാലുകൾ. ഒറ്റക്കൈയിൽ അവരെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് കറുത്ത തമിഴൻ തടിയാൻ. കൊല്ലാൻ പിടിച്ച കോഴിയെപ്പോലെ മാലിനി കൈക്കാൽ അടിച്ചു പിടഞ്ഞു. പ്രമാദം. ചിരിച്ചുകൊണ്ട് അയാൾ അവരെ താഴെ നിർത്തി. തൊണ്ടയിൽ തടവിക്കൊണ്ട് മാലിനി ശക്തമായി ചുമച്ചു. വായിൽ ചോരയുടെ രുചി അനുഭവപ്പെട്ടു. പിന്നെ തടിയൻ സംസാരിച്ചത് മലയാളത്തിൽ. അമ്മ, നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് ഞങ്ങൾക്ക് ഒട്ടും ആഗ്രഹമില്ല. പക്ഷെ അവളുണ്ടല്ലോ, SI വിജയ, കാക്കിക്ക് പ്രാണൻ്റെ വില കൽപ്പിക്കുന്നവൾ. അവളെ ഞങ്ങൾക്ക് വേണം. മാലിനി വല്ലാതെ ഞെട്ടിവിറച്ചു. അവളിവിടെ ഇല്ല. തടിയൻ തല കുടഞ്ഞു. പിന്നെ അനുചരന്മാരോട് കൽപ്പിച്ചു. കയറി നോക്ക്. ഇരത്തേടുന്ന കാട്ടുമൃഗത്തെ പോലെ അനുചരന്മാർ 2 പേരും അകത്തേക്ക് പാഞ്ഞു. അകത്തെ എന്തൊക്കെയോ തല്ലിയുടയ്ക്കുകയോ തള്ളി വീഴ്ത്തുകയോ ചെയ്യുന്നതിൻ്റെ ശബ്ദം മാലിനി കേട്ടു. നിങ്ങളാരാ? പേടിയോടെയെങ്കിലും മാലിനി തടിയനെ നോക്കി. ഞങ്ങൾ ടൂർ വന്നാമച്ചി. തടിയൻ പല്ലിറമി. എൻ്റെ പേര് മുരുകൻ. ഉത്തമപാളയം മുരുകൻ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് മുഴുവൻ അറിയും. എൻ്റെ മോള് നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? മുരുകൻ നാവ് വളച്ച് മേൽപ്പല്ലിൽ മുട്ടിച്ചുകൊണ്ട് പല്ലി ചിലയ്ക്കും പോലെ ഒരു ശബ്ദമുണ്ടാക്കി. അടടി, എല്ലാം അറിഞ്ഞേ പറ്റുമോ? ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം. അവളെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും. ചോദിക്കുന്ന പണം തന്ന് അവളെ വിലയ്ക്ക് വാങ്ങാൻ അവിടെ ആളുകൾ ക്യൂ നിൽക്കും. മാലിനി ഒന്നുകൂടി വിരണ്ടു. ഇപ്പോഴെങ്ങും വിജയ് എവിടേക്ക് വരില്ലേ എന്ന് ആറന്മുളയപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അകത്തേക്ക് പോയവർ മടങ്ങിയെത്തി. അവളില്ല തലൈവരെ. മുരുകൻ അമർത്തി മൂളി. സാരമില്ല, നമുക്ക് കാത്തിരിക്കാം. ഈ രാത്രിയിൽ അവൾ നമ്മുടെ കൂടെ ഉണ്ടായാലേ പറ്റൂ. ഇല്ലെങ്കിൽ നിനക്കൊന്നും ഉറക്കം വരത്തില്ലടാ. പെട്ടെന്ന് ഇരുളിൽ ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം. ഗുണ്ടകൾ മൂവരും തിരിഞ്ഞ് അവിടേക്ക് നോക്കി. ഇരുളിൽ നിന്ന് ഒരാൾ വെളിച്ചത്തിലേക്ക് വന്നു. കറുത്ത ജീൻസും വെള്ള ഹാഫ് ടൈ ഷർട്ടും ധരിച്ച ഒരാൾ. പറ്റേ വെട്ടിയ മുടിയും കട്ടി മീശയും. മീശത്തുമ്പുകൾ മുകളിലേക്ക് അല്പം തള്ളി വെച്ചിരുന്നു. മാലിനി അയാളെ സൂക്ഷിച്ചു നോക്കി. എവിടെയോ കണ്ടതുപോലെയുള്ള തോന്നൽ. പെട്ടെന്ന് അവർക്ക് ആളെ മനസ്സിലായി. SI ജെയിംസ്. പഴയ ആറന്മുള SI. ജെയിംസിന് പിന്നാലെ കുറച്ചു പേർ കൂടി മുറ്റത്തേക്ക് വന്നു. അവരെ മാലിനി തിരിച്ചറിഞ്ഞു. അയൽക്കാരായ ചെറുപ്പക്കാർ. നിനക്കൊക്കെ ഞങ്ങളുടെ വിജയ സാറിനെ കൊണ്ടുപോകണം അല്ലടാ? ചെറുപ്പക്കാരിൽ ഒരുത്തൻ ചീറി. മുരുകനും സംഘത്തിനും അപകടം ബോധ്യമായി. മുരുകൻ ഷർട്ടിൻ്റെ കോളറിന് പിന്നിലേക്ക് കൈ കടത്തി അല്പം കൂർത്തു വളഞ്ഞ ഒരു മടവാൾ വലിച്ചെടുത്തു. വേണമടാ, അവളെയും കൊണ്ടേ ഞങ്ങൾ പോകൂ. അയാൾ മടവാൾ നീട്ടിപ്പിടിച്ചു. അതിൻ്റെ വായത്തല ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ വെള്ളി പോലെ വെട്ടിത്തിളങ്ങി. നീയൊക്കെ അല്ലെങ്കിലും കൊണ്ടേ പോകൂ. ചെറുപ്പക്കാർ പിന്നിൽ മറച്ചു പിടിച്ചിരുന്ന ആയുധങ്ങൾ നീട്ടി. കുറുവടികൾ, ക്രിക്കറ്റ് ബാറ്റുകൾ, സ്റ്റമ്പുകൾ. SI ജെയിംസ് കരുതലോടെ 2 അടി മുന്നോട്ട് വെച്ചു. ശേഷം മാലിനിയോട് പറഞ്ഞു. അമ്മ, അകത്തേക്ക് പോ. തമിഴരെ ഒന്ന് നോക്കിയിട്ട് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ മാലിനി അകത്തേക്ക് ഓടി. അപ്പോൾ തുടങ്ങാം അംഗം. ജെയിംസ് ചിരിച്ചു. ഉത്തമപാളയം മുരുകൻ മടവാളിൻ്റെ പിടിയിൽ അമർത്തിപ്പിടിച്ചു. ഒപ്പം തൻ്റെ ആളുകളെ ഇടം കൈകൊണ്ട് തൻ്റെ പിന്നിലേക്ക് മാറ്റി. ഒരു യോദ്ധാവിനെ പോലെ നെഞ്ചും വിരിച്ചു നിന്ന് മടവാൾ വീശി കാണിച്ചു. വാൾ കൊണ്ട് അന്തരീക്ഷത്തിൽ ഒരു ഗുണചിഹ്നമുണ്ടാക്കി. അതേനേരം ജെയിംസ് തറയിൽ കാലുകൾ ആഞ്ഞമർത്തി മുകളിലേക്ക് കുതിച്ചു ചാടി. ആ ക്ഷണം ഒരിക്കൽ കൂടി മുരുകൻ വാൾ വീശി. ജെയിംസിൻ്റെ ഷൂസ് അണിഞ്ഞ കാലിൽ അത് തട്ടി. വല്ലാത്തൊരു ശബ്ദത്തോടെ വാൾ പിടിവിട്ടു വീണു. ഈ തക്കത്തിന് ചെറുപ്പക്കാർ കുറുവടിയും ക്രിക്കറ്റ് ബാളുകളും മറ്റും വീശിക്കൊണ്ട് പാഞ്ഞു വന്നു. തുടരെ അടി വീണു. ഗുണ്ടകൾ ചിതറി. അവരുടെ വിലാപങ്ങളും ചെറുപ്പക്കാരുടെ ആക്രോശങ്ങളും ക്ഷണത്തിൽ അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ജെയിംസ് മുരുകൻ്റെ അടിവയറ്റിൽ ആഞ്ഞു ചവിട്ടി. അയാൾ പിന്നോട്ട് നിരങ്ങിപ്പോയി. എന്നാൽ ബാലൻസ് പിടിച്ചു നിന്നിട്ട് പ്രത്യാക്രമണത്തിനൊരുങ്ങി. പക്ഷേ വൈകിപ്പോയിരുന്നു. ജെയിംസിൻ്റെ ചുരുട്ടിയ കൈപ്പത്തി ചീറി വന്നു. അത് മുരുകൻ്റെ മേൽചുണ്ടും മൂക്കും ചേർത്ത് കനത്ത ആഘാതം തീർത്തു. ഹാ! അയാളിൽ നിന്ന് അമർത്തിയ ഒരു ശബ്ദമുണ്ടായി. തൻ്റെ അനുചരന്മാർ അടിയേറ്റ് പിടയുന്നത് അയാൾ കണ്ടു. പിടിച്ചു നിൽക്കുക അസാധ്യം. അപ്പോൾ പിന്നിൽ നിന്ന് ക്രിക്കറ്റ് സ്റ്റമ്പ് കൊണ്ടുള്ള ഒരടി പുറത്തേറ്റു. അതോടെ അനുചരരെ വിളിച്ചുകൊണ്ട് അയാൾ തങ്ങൾ വന്ന സുമോയ്ക്ക് നേരെ പാഞ്ഞു. ഡോർ വലിച്ചു തുറന്ന് സ്റ്റിയറിംഗ് വീലിന് പിന്നിലേക്ക് പറന്നു വീണു. എഞ്ചിൻ മുരണ്ടു. ഉത്കണ്ഠയുടെ വേഗത്തിൽ പിന്നിലേക്ക് വന്നു. അവിടെ നിന്നിരുന്നവർ ഓടിമാറി. മുരുകൻ്റെ അനുചരർ വണ്ടിയിലേക്ക് ചാടിക്കയറി. മുരുകൻ മിന്നൽ പോലെ അത് മുന്നോട്ട് പായിച്ചു. എന്നാൽ ഒരുത്തിന് മാത്രമേ പൂർണ്ണമായി സുമയ്ക്കുള്ളിൽ കയറാൻ കഴിഞ്ഞുള്ളൂ. ജെയിംസ് രണ്ടാമൻ്റെ ഷർട്ടിൽ പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു. ഒപ്പം സുമയുടെ കൂടെ ഓടി. രണ്ടാമൻ്റെ കാൽ വഴുതി. വണ്ടിയിലെ പിടിവിട്ടു. അയാൾ മലർന്നു വീണു. എങ്കിലും സുമോ നിർത്തിയില്ല മുരുകൻ.
ഒന്നുകൂടി ആക്സിലേറ്റർ ഞെരിച്ചു. തറയിൽ വീണവനെ വലിച്ചു പൊക്കി ഇരുക്കവിളിലും ആഞ്ഞടിച്ചു ജെയിംസ്. ഇവനെ ഇങ്ങോട്ട് താ സാറേ, ഞങ്ങൾ കൈകാര്യം ചെയ്യാം, ചെറുപ്പക്കാർ പറഞ്ഞു. അവർ അവനെ തല്ലിക്കൊല്ലുമെന്ന് ജെയിംസിനറിയാം. നാളെ മീഡിയക്കാർ അത് ആൾക്കൂട്ട കൊലപാതകമെന്നോ സദാചാര പോലീസ് ഗുണ്ടായിസമെന്നോ ഒക്കെ വ്യാഖ്യാനിച്ചേക്കാം. വേണ്ട, ജെയിംസ് പറഞ്ഞു. ഇവൻ ജീവനോടെ ഉണ്ടാവണം. എന്തിനും വിജയ് വരട്ടെ. എന്തായിരുന്നു ശരിക്കും ഇവൻ്റെയൊക്കെ ലക്ഷ്യമെന്ന് അറിയണമല്ലോ. ജെയിംസ് അയാളെ ഭിത്തിയോട് ചേർത്ത് തറയിലിരുത്തി. കൈകൾ പരസ്പരം കോർത്ത് തലയ്ക്ക് പിന്നിൽ അമർത്തി വെച്ചു. ഇവിടെ നിന്ന് നീ ഇനി അനങ്ങിയാൽ ഉത്തമപാളയം പോയിട്ട് തമിഴ്നാട് ബോർഡർ പോലും കാണില്ല, കനത്ത താക്കീത് നൽകി. 5 മിനിറ്റ് കഴിഞ്ഞു പിങ്ക് പോലീസിൻ്റെ ഇന്നോവ അവിടേക്കെത്തി. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ മുറ്റത്തെ ആൾക്കൂട്ടം കണ്ടപ്പോൾ തന്നെ വിജയ്ക്ക് മനസ്സിലായി വീട്ടിൽ അരുതാത്തതെന്തോ നടന്നിരിക്കുന്നു. അവൾക്ക് നെഞ്ചിടിപ്പേറി. ഇന്നോവ നിന്നയുടൻ അവൾ മാത്രമല്ല, ഡ്രൈവർ സുമം ഉൾപ്പെടെയുള്ളവർ ചാടിയിറങ്ങി. മുന്നിൽ ജെയിംസിനെ കണ്ടപ്പോൾ അവൾക്ക് ആശ്ചര്യമായി. സാർ, ഞാൻ വരാൽപ്പം വൈകിപ്പോയി. വിജയുടെ കണ്ണുകൾ തറയിൽ ഇരിക്കുന്നവനിലേക്ക് നീണ്ടു. ഇത് ജെയിംസ് കാര്യം ചുരുക്കി പറഞ്ഞു. അകത്തുനിന്ന് നനഞ്ഞ കണ്ണുകളോടെ മാലിന്യമെത്തി. ഇവനെ ജനങ്ങൾക്ക് മുന്നിൽ വച്ച് ചോദ്യം ചെയ്തുകൂടാ. വിജയ് തീരുമാനിച്ചു. തങ്ങളുടെ ലക്ഷ്യം പാളിപ്പോകാൻ അത് മതി. വിജയ് തമിഴിനെ വിലങ്ങിട്ട് കസ്റ്റഡിയിലെടുത്തു. താങ്ക്സ്, ഒരുപാട്. തമിഴിനെ ഇന്നോവയിലേക്ക് കയറ്റുന്നതിനിടയിൽ SI വിജയ് അയൽക്കാരായ ചെറുപ്പക്കാരെ നോക്കി ചിരിച്ചു. ഇവനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട വിജയ് സാറേ, ഒരാൾ തിരക്കി. വേണം, അതിനുവേണ്ടി SP ഓഫീസിലേക്ക് കൊണ്ടുപോകുകയാ, അവൾ അറിയിച്ചു. ഇവിടെ വെച്ച് ചോദ്യം ചെയ്താൽ ഇവൻ്റെ ആളുകളെന്നെ ഇരുളിൽ മറഞ്ഞു നിന്ന് ഇവൻ്റെ നേരെ നിറയൊഴിച്ചേക്കും. അത് പിന്നെ നമുക്ക് പൊല്ലാപ്പാകും. അവൾ പറഞ്ഞത് അയൽക്കാർ വിശ്വസിച്ചു. വിജയ സിറ്റൗട്ടിൽ നിൽക്കുന്ന മാലിനിയെ നോക്കി. അമ്മ അകത്ത് പോയിക്കോളൂ, ഞാനല്ലാതെ ഇനി ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കണ്ട. വിജയ ഇന്നോവയുടെ നടുവിലെ സീറ്റിൽ കയറി. മുൻ സീറ്റിൽ ജെയിംസും. ഇരുളിൽ വെളിച്ചത്തിൻ്റെ ഒരു തുരങ്കം സൃഷ്ടിച്ചുകൊണ്ട് ഇന്നോവ പാഞ്ഞുപോയി. ഏഴിക്കാട് ലക്ഷം വീട് കോളനിക്ക് അപ്പുറം പുഞ്ചയ്ക്ക് നടുവിലുള്ള പാലത്തിൽ വെച്ചായിരുന്നു തമിഴിനെ ചോദ്യം ചെയ്തത്. ജെയിംസ് അയാളെ വണ്ടിയിൽ നിന്ന് വലിച്ചിറക്കി പാലത്തിൻ്റെ കൈവരിയിൽ ചേർത്ത് ഒരു ഇടിയടിച്ചു. ആ, വാ വിളർന്നു പോയി തമിഴൻ. അയാളുടെ നെറ്റിയിലൂടെ ചോര ചീറ്റി. ചോദിക്കുന്നതിന് എത്രയും വേഗം ഉത്തരം തന്നില്ലെങ്കിൽ അടുത്ത ഇടിക്ക് നിന്റെ തലയോട് പിളരും. പിന്നെ പൊക്കിതാ താഴത്തെ തോട്ടിലേക്കിടും, ജെയിംസ് മുന്നറിയിപ്പ് നൽകി. തമിഴൻ താഴേക്ക് നോക്കി. 25 അടിയോളം താഴെ വെള്ളത്തിൻ്റെ തിളക്കം കണ്ടു. ഞാൻ പറയാം, അയാൾ പിറുപിറുത്തു. എങ്കിൽ പറയടാ, നീയൊക്കെ SI വിജയെ പിടിച്ചുകൊണ്ട് പോകുവാൻ വന്നപ്പോൾ അത് ആരുടെ കൊട്ടേഷനായിരുന്നു? രാഹുൽ സാറിൻ്റെ, അയാൾ അറിയിച്ചു. ജെയിംസും വിജയും ഉൾപ്പെടെ എല്ലാവരും നടുങ്ങി നിന്നു. തമിഴൻ ഉണ്ടായതത്രയും പറഞ്ഞു. മിന്നൽ വേഗത്തിൽ വിജയ അയാളുടെ കവിളടക്കം ഒന്ന് പൊട്ടിച്ചു. പറ, അവനിപ്പോൾ എവിടെയുണ്ട്? രാഹുൽ. സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല, കാണിച്ചു തരാം. തമിഴിൻ്റെ ശബ്ദം കരച്ചിൽ പോലെയായി. തൻ്റെ മുഖം കോടിയതുപോലെ അയാൾക്ക് തോന്നി. എന്താ നിൻ്റെ പേര്? വിജയ് അവനെ സൂക്ഷിച്ചു നോക്കി. ഷൺമുഖൻ. ഓഹോ, ദൈവത്തിൻ്റെ പേരാണല്ലോടാ. പറഞ്ഞുകൊണ്ട് വിജയ അയാളെ വീണ്ടും ഇന്നോവയിലേക്ക് വലിച്ചു കയറ്റി. പോലീസ് സംഘവും കയറി. അവിടെ തന്നെയിട്ട് വളരെ ബുദ്ധിമുട്ടി സുമം വണ്ടി തിരിച്ചു. നീർവിളാകത്താണ് യാത്ര അവസാനിപ്പിച്ചത്. ഇവിടെ നിർത്തണം, ഷൺമുഖം പറഞ്ഞു. അവിടെ അക്കേഷ്യ മരത്തിൻ്റെ ശിഖരങ്ങൾക്ക് താഴെ സുമോ കിടപ്പുണ്ടായിരുന്നു. അതിനരികിൽ സുമം ഇന്നോവ നിർത്തി. എല്ലാവരും ഇറങ്ങി. ഷൺമുഖനെയും ഇറക്കി. ഇനി ഈ വഴി നടന്നു പോകണം, അയാൾ വരമ്പിലേക്ക് കൈ ചൂണ്ടി. വിജയയും ജെയിംസിൻ്റെയും മറ്റും കണ്ണുകൾ അകലേക്ക് നീണ്ടു. അവിടെ തുരത്ത് മങ്ങിയ നാട്ടുവെളിച്ചത്തിൽ കണ്ടു. ഒപ്പം ഇരുൾക്കെട്ട് പോലെ ഒരു കെട്ടിടവും. അവർ ഇവിടെ ഉണ്ടെന്നുള്ളത് ഉറപ്പാണല്ലോ? ജെയിംസ് ഒരിക്കൽ കൂടി ഷൺമുഖത്തോട് ഉറപ്പുവരുത്തി. ഉണ്ട് സാർ. ഇവനെ എന്ത് ചെയ്യണം? വിജയെ അല്പം അകലേക്ക് വിളിച്ചു മാറ്റിയിട്ട് ജെയിംസ് ശബ്ദം താഴ്ത്തി. നമ്മുടെ കൂടെ കൊണ്ടുപോകുന്നത് ബുദ്ധിയല്ല. അവർ ഷൺമുഖത്തിൻ്റെ അടുക്കൽ മടങ്ങിയെത്തി. പിന്നെ വിജയ പിസ്റ്റളിൻ്റെ പത്തി കൊണ്ട് അയാളുടെ പിൻകഴുത്തിൽ ഒറ്റയിടി. ഷൺമുഖൻ അവിടെ തന്നെ വീണു. ജെയിംസ് അയാളെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന പുഞ്ചയിലേക്ക് വലിച്ചിട്ടു. നമ്മളെക്കുറിച്ച് ഒരു സൂചനയും അവൻ ആർക്കും കൊടുക്കാൻ പാടില്ല. മാത്രമല്ല, അവനെപ്പോലെ ഉള്ളവർ ജീവിക്കാനും അർഹതയില്ല. ഷൺമുഖൻ വീണ ഭാഗത്ത് ഒരു സ്രാവ് പുളയുന്നത് പോലെയുള്ള ഇളക്കമുണ്ടായി. പിന്നെ ഒരു കൈപ്പത്തി വെള്ളത്തിന് മുകളിലേക്ക് ഉയർന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അതും താണുപോയി. വെള്ളത്തിലെ പുളച്ചിൽ നിന്നു. പിങ്ക് പോലീസ് അംഗങ്ങൾ 6 പേരും പിന്നെ SI ജെയിംസും കരുത്തിലൂടെ വരമ്പത്ത് കൂടി നടന്നു. വരമ്പിൽ ഇടയ്ക്കിടെ തെങ്ങുകളുണ്ടായിരുന്നു. നെഞ്ചറ്റം വെള്ളം കാണും പുഞ്ചപ്പാടത്ത് എന്നവർക്ക് തോന്നി. തണുത്ത കാറ്റ് വീശുന്നുണ്ട്. തെങ്ങോലകൾ നരച്ച ആകാശത്തിന് താഴെ ഇളകിക്കൊണ്ടിരുന്നു. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള സുമോ റോഡിൽ കിടക്കുന്നതിനാൽ അവർ തുരുത്തിൽ തന്നെയുണ്ട് എന്നത് ഉറപ്പ്. ജെയിംസ് ശബ്ദം താഴ്ത്തി മറ്റുള്ളവരോട് പറഞ്ഞു. നമ്മൾ വളരെ സൂക്ഷിക്കണം. അവിടെ എത്ര പേർ ഉണ്ടെന്നോ എന്തൊക്കെ ആയുധങ്ങളുണ്ടെന്നോ നമുക്കറിയില്ല. ഷൺമുഖനെ നമ്മൾ പിടിച്ചത് കാരണം ഏത് നിമിഷവും ഒരു അറ്റാക്ക് അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. വിജയ അമർത്തി മൂളി. വെള്ളത്തിൽ മീനുകൾ കുത്തിമറിയുന്നതിൻ്റെ ശബ്ദം ഇടയ്ക്കിടെ കേട്ടു. ആ സമയം തുരുത്തിലെ ചെറിയ കെട്ടിടത്തിനുള്ളിൽ രാഹുലിന് മുന്നിൽ തലത്താഴ്ത്തി നിൽക്കുകയാണ് ഉത്തമപാളയം മുരുകനും വിജയുടെ വീട്ടിൽ വന്ന അടുത്ത ഗുണ്ടയും. വേറെ 2 പേർ കൂടി അവിടെയുണ്ട്. അവർക്ക് മുന്നിൽ ഒരു എമർജൻസി ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നു. രാഹുൽ മുരുകനെ നോക്കി ചീറി. നീ വലിയ ഗുണ്ടയാണ്. നിന്റെ മടവാളിന് മുന്നിൽ ഒരുത്തനും രക്ഷപ്പെടില്ല എന്നൊക്കെ വീരവാദം പറഞ്ഞിട്ട് ഇപ്പോഴെന്തായി?
കൂടെ കൊണ്ടുപോയ ഒരുത്തനെ അവർക്ക് വിട്ടുകൊടുത്തിട്ട് വന്നിരിക്കുന്നു. മുന്നിൽ വന്നവനെയൊക്കെ വെട്ടിക്കീറാമായിരുന്നില്ലേ നിനക്ക്? ഉത്തമപാളയം മുരുകൻ കുറ്റബോധത്തോടെ തലയുയർത്തി. അപ്രതീക്ഷിതമായിരുന്നു സാർ എല്ലാം. അത്രയും പേർ പെട്ടെന്ന് അവിടെ വരുമെന്ന് കരുതിയില്ല. അക്കൂട്ടത്തിൽ ഒരുത്തൻ, അവനാണ് എല്ലാം നശിപ്പിച്ചത്. അവനെ കണ്ടിട്ട് ഒരു പോലീസ് ഓഫീസറാണെന്ന് തോന്നി. രാഹുലിൻ്റെ പുരികം ചുളിഞ്ഞു. എങ്ങനെ ചിന്തിച്ചിട്ടും അവിടെ ആ നേരത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വരാനുള്ള സാധ്യത അവന് പിടികിട്ടിയില്ല. അസ്വസ്ഥതയോടെ രാഹുൽ ഒരു സിഗരറ്റിന് തീപിടിപ്പിച്ചു. നിന്റെ അനുചരൻ ഷൺമുഖനെ കല്ലിൽ വെച്ച് അരച്ചിട്ടായാലും വിജയ എല്ലാം മനസ്സിലാക്കും. നമ്മൾ ഇവിടെയുണ്ടെന്നറിഞ്ഞ് അവൾ ഇങ്ങോട്ട് തന്നെ വരും. പോരെങ്കിൽ ആ SP അരുണാചലം അവൾക്ക് പിന്നിൽ ഉണ്ട് താനും. മുരുകൻ്റെ മുഖം മുറുകി. അപ്പോൾ എനിക്ക് അങ്ങനെയൊരു തെറ്റ് പറ്റിയെന്ന് നേര്. പക്ഷേ ഇങ്ങോട്ട് ആരെങ്കിലും വന്നാൽ അവർ പിന്നെ ജീവനോടെ തിരിച്ചു പോകില്ല. മാത്രമല്ല ഷൺമുഖൻ ഒന്നും വിട്ടുപറയുന്ന കൂട്ടത്തിലുമല്ല. രാഹുൽ തല കുടഞ്ഞു. ഏതായാലും ഇനി ഒരു ഭാഗ്യപരീക്ഷണത്തിന് ഞാനില്ല. എത്രയും വേഗം നമുക്ക് ഇവിടെ നിന്ന് പോകണം. നിന്റെ ഷൺമുഖൻ്റെ കാര്യം മറന്നേക്ക്. ചത്താലും ജീവിച്ചാലും അത് അവൻ്റെ വിധിയാണെന്ന് കരുതിക്കോ. തിടുക്കത്തിൽ 2-3 കവിൾ പുക വലിച്ചെടുത്തിട്ട് രാഹുൽ സിഗരറ്റ് വലിച്ചെറിഞ്ഞു. ശേഷം എഴുന്നേറ്റു. പുറത്തു പോയി നോക്ക്, സംശയകരമായി എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഒരാൾ പുറത്തെ മുറിയിലേക്ക് നടന്നു. ശബ്ദം കേൾപ്പിക്കാതെ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി. മങ്ങിയ നാട്ടുവെളിച്ചത്തിൽ ചിറ. ഒരനക്കം പോലുമില്ല. അയാൾ തിരികെ വന്നു. കുഴപ്പമൊന്നുമില്ല. അവർക്ക് അവിടെ നിന്ന് പ്രത്യേകിച്ച് എടുക്കുവാൻ ഒന്നുമില്ലായിരുന്നു. രാഹുൽ തൻ്റെ അരക്കെട്ടിൽ പിസ്റ്റൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി. ശേഷം ഉത്തമപാളയം മുരുകന് നേരെ തിരിഞ്ഞു. വണ്ടിയിൽ ഡീസലുണ്ടാകുമല്ലോ അല്ലേ? TV-യിൽ വാർത്തകൾ വന്നതിനാൽ പെട്രോൾ പമ്പുകളിലൊന്നും എനിക്ക് കയറുവാൻ കഴിയില്ല. നേരത്തെ പത്തനംതിട്ട റിംഗ് റോഡിൽ ഉപേക്ഷിച്ച സുമോ മുരുകൻ വീണ്ടെടുക്കുകയായിരുന്നു. അവരെ ഇവിടെ എത്തിച്ച ഇന്നോവ തിരിച്ചയക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സുമോയ്ക്ക് വ്യാജ നമ്പറാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഡീസൽ ഫുൾ ടാങ്ക് ഉണ്ട് സാർ, മുരുകൻ അറിയിച്ചു. എങ്കിൽ പോകാം. ആദ്യം 2 പേർ റോഡിൽ വരെ നടക്കണം. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മെസ്സേജ് തരണം, രാഹുൽ ഓർമ്മപ്പെടുത്തി. എല്ലാവരും ഒന്നിച്ച് വാതിൽക്കിലെത്തി. 2 പേർ പുറത്തിറങ്ങി. അടുത്ത നിമിഷം കേട്ടത് നിലവിളികൾ. നടുങ്ങിപ്പോയി രാഹുലും ഉത്തമപാളയം മുരുകനും. തൊട്ടുമുന്നിൽ കേട്ട നിലവിളിക്കൊപ്പം ശക്തമായി എന്തോ വാതിൽപ്പാളിയിൽ വന്നിടിച്ചു. മുരുക! രാഹുലിൻ്റെ പേടിച്ചരണ്ട ശബ്ദം ഇരുട്ടിൽ കേട്ടു. ഉത്തമപാളയം മുരുകൻ മടവാൾ വലിച്ചെടുത്തു. അപ്പോൾ അകത്തേക്ക് തുറക്കപ്പെട്ട വാതിൽപ്പാളിക്കൊപ്പം ചാക്കുകെട്ടുകൾ പോലെ എന്തോ അവരുടെ കാൽക്കൽ വന്നു വീണു. തലൈവരെ! കാൽച്ചുവട്ടിൽ നിന്ന് ഞരക്കം. ഞെട്ടലോടെ മുരുകൻ തിരിച്ചറിഞ്ഞു. അവിടെ വന്നു വീണത് തൻ്റെ ആളുകളാണ്. ഇടം കൈകൊണ്ട് മുരുകൻ രാഹുലിനെ തൻ്റെ പിന്നിലേക്ക് മാറ്റി. പിന്നെ തല അല്പം നീട്ടി പുറത്തേക്ക് നോക്കി. അവിടെ ആരുമില്ല. തെങ്ങോലകൾ പോലും ഇപ്പോൾ ചലിക്കുന്നില്ല. സാറിയുടെ നിൽക്ക്, രാഹുലിനോട് അടക്കത്തിൽ പറഞ്ഞുകൊണ്ട് മുരുകൻ മടവാൾ നീട്ടിപ്പിടിച്ച് പുറത്തേക്ക് കാൽവെച്ചു. തറയിൽ കിടന്നവർ വല്ല വിധേനയും എഴുന്നേറ്റു. 2-3 അടി മുന്നോട്ട് നീങ്ങി മുരുകൻ. പിന്നെ ചുറ്റുപാടും കണ്ണുകൾ കൊണ്ട് ഒഴിഞ്ഞു. ഇല്ല, സംശയകരമായി ഒന്നുമില്ല. ഇനി കെട്ടിടത്തിന് പിന്നിൽ ആരെങ്കിലും മറഞ്ഞു നിൽപ്പുണ്ടോ? ഞാൻ പറയാതെ ആരും പുറത്തേക്കിറങ്ങരുത്, അകത്തേക്ക് തിരിഞ്ഞു പറഞ്ഞിട്ട് മുരുകൻ വലതുഭാഗത്തുകൂടി കെട്ടിടത്തിന് പുറകിലേക്ക് നടന്നു. അടുത്ത നിമിഷം തൊട്ടുമുന്നിൽ ചില ഇരുൾക്കട്ടകൾ. മുരുകന് മടവാൾ വീശാനുള്ള നേരം കിട്ടിയില്ല. മിന്നൽ വേഗത്തിൽ ഒരു കാൽ ഉയർന്നു വന്നു, കൃത്യം മുരുകൻ്റെ കാലുകൾക്കിടയിൽ. അയാൾക്ക് വാതുറക്കാനുള്ള നേരം കിട്ടിയില്ല. പിന്നിൽ നിന്ന് ഒരു കയർ കഴുത്തിൽ ചുറ്റി വീണു. ഇരുവശത്തു നിന്നും 2 ഇരുണ്ട രൂപങ്ങൾ കയറിൻ്റെ അഗ്രങ്ങളിൽ പിടിച്ചു വലിച്ചു. മുരുകൻ്റെ കയ്യിൽ നിന്ന് വടവാൾ വഴുതി വീണു. അയാളുടെ വാ തുറക്കപ്പെട്ടു. കൈക്കാലടിച്ച് മുരുകൻ പിടഞ്ഞു. SI വിജയ കുനിഞ്ഞ് മടവാളെടുത്തു. വെളിയിൽ ചാവുമൃഗത്തിൻ്റേതുപോലുള്ള പിടച്ചിൽ രാഹുലും മറ്റും കേട്ടു. അവൻ അരയിൽ നിന്ന് പിസ്റ്റൾ വലിച്ചെടുത്തു. തുടർന്ന് ശബ്ദം താഴ്ത്തി വിളിച്ചു. മുരുക! മറുപടിയില്ല. നേരത്തെ കേട്ട പിടച്ചിലുമില്ല. എന്നാൽ തൊട്ടടുത്ത സെക്കൻഡിൽ പുഞ്ചപ്പാടത്തെ വെള്ളത്തിൽ എന്തോ പതിക്കുന്ന ശബ്ദം. രാഹുലിന് ശ്വാസം വിരുങ്ങി. തങ്ങളെ ശത്രുക്കൾ വലയം ചെയ്തിരിക്കുകയാണ് എന്നൊരു തോന്നൽ. അവൻ സമീപത്ത് നിന്നിരുന്ന 3 പേരോടും കൽപ്പിച്ചു. കാത്തു നിൽക്കാൻ സമയമില്ല. നിങ്ങൾ വേഗം ഇറങ്ങി നോക്ക്. മുന്നിൽ ഒരു നിഴൽ കണ്ടാൽ പോലും വെട്ടിയേര്. കരുതലോടെ ആയുധങ്ങളുമായി 3 പേരും പുറത്തിറങ്ങി. തലൈവരെ! ഒരാൾ വിളിച്ചു. കെട്ടിടത്തിനുള്ളിൽ നിന്ന് ഒരു മൂളൽ കേട്ടു. അവർ അങ്ങോട്ട് ചെന്നു. ഒരാൾ തറയിൽ കിടക്കുന്നു. തലൈവരെ! അവർ അയാൾക്ക് അരികിലേക്ക് കുനിഞ്ഞു. ആ ക്ഷണം പിന്നിൽ നിന്ന് എന്തോ ദണ്ടുകൊണ്ട് അവരുടെ ശിരസിൽ അടിയേറ്റു. അവരുടെ അലർച്ചയും ഒപ്പം തുരുതുരെ അടി വീഴുന്ന ഒച്ചയും. രാഹുൽ വിറയ്ക്കാൻ തുടങ്ങി. തറയിൽ കിടരുന്ന SI ജെയിംസ് എഴുന്നേറ്റപ്പോഴേക്കും പിങ്ക് പോലീസ് സംഘം 3 പേരെ അടിച്ച് പദം വരുത്തിയിരുന്നു. ആ ഗുണ്ടകളെയും അവർ പുഞ്ചപ്പാടത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇനി എലിയ മാളത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിക്കുന്ന വിജയ പിറുപിറുത്തു. അവർ 7 പേരും വാതിൽക്കിലേക്ക് നീങ്ങി. എന്നാൽ അത് അകത്തുനിന്ന് അടച്ച് ഓടാമ്പലിട്ട സ്ഥിതിയിലായിരുന്നു. 3 പേർ ഇവിടെ നിൽക്കണം. 4 പേർ പിറകിലേക്ക് പോകണം. അവിടുത്തെ വാതിൽ ചവിട്ടിപ്പൊളിക്കണം. അപ്പോൾ അവൻ്റെ ശ്രദ്ധ അവിടേക്കാവും. ആ സമയം മുന്നിൽ നിൽക്കുന്നവർ ഈ വാതിലും പൊളിക്കണം, വിജയ നിർദ്ദേശിച്ചു. ജെയിംസും അമലയും വിജയ്ക്ക് ഒപ്പം നിന്നു. സുമവും ശാന്തിയും നിർമ്മലയും വിജയമ്മയും പിറകിലേക്കും പോയി. അകത്തെ ഇരുട്ടിൽ രാഹുൽ പകച്ചു നിന്നു. പൊടുന്നനെ വാതിൽ തകർന്നു വീഴുന്ന ഒച്ച കേട്ടു. രാഹുൽ മുന്നോട്ട് കുതിച്ചു. മുന്നിലെ വാതിലിൻ്റെ ബോൾട്ട് നീക്കി. പിസ്റ്റളും ചൂണ്ടിക്കൊണ്ട് പുറത്തേക്ക് ചാടുന്നതിനിടയിൽ അട്ടഹസിച്ചു. എടി വിജയേ, ഇന്ന് നിന്റെ അന്ത്യമാടി.
പൂർത്തിയാക്കും മുൻപ് വാതിലിനോട് ചേർന്ന് നിന്നിരുന്ന വിജയ മുരുകൻ്റെ മടവാൾ വീശി വെട്ടി. രാഹുലിൻ്റെ പിസ്റ്റളും അത് പിടിച്ച കൈയും ഉൾപ്പെടെ തറയിൽ വീണു. ഹാ! രാഹുലിൻ്റെ അലർച്ച പുഞ്ചപ്പാടത്തിനു മീതെ നിരന്നുപോയി. അതിനു പകരം എന്നവണ്ണം കരയിൽ എവിടെ നിന്നോ ഒരു കുളക്കോഴിയുടെ ശബ്ദം കേട്ടു. ജെയിംസ് ഒരു ടോർച്ചെടുത്ത് തെളിച്ചു. വലത് കൈപ്പത്തിയില്ലാതെ നിൽക്കുന്നു രാഹുൽ. ഇടം കൈകൊണ്ട് അവൻ വലം കൈയിൽ മുറുകെ പിടിക്കുന്നു. പൈപ്പ് പൊട്ടിയതുപോലെ ചീറ്റിത്തെറിക്കുന്ന ചോര. അവിശ്വസനീയതയോടെ രാഹുൽ തൻ്റെ കൈയിലേക്ക് നോക്കി. ഒരുപാട് പെൺകുട്ടികളുടെ മാനവും ഒത്തിരി പേരുടെ പ്രാണനും കവർന്നെടുത്ത നിന്റെ കൈ. അവൻ്റെ തൊട്ടുമുന്നിൽ നിന്ന് ചോരയൊലിക്കുന്ന മടവാൾ നീട്ടി വിജയ കടപ്പല്ലമർത്തി. എൻ്റെ കൂട്ടുകാരി പ്രസീതയും അവളുടെ ഭർത്താവ് ആനന്ദരാജും നിനക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത്? എൻ്റെ അച്ഛനും ഏട്ടനും നിന്റെ തന്ത മരണം വിധിച്ചത് എന്തിനാടാ? വിജയുടെ ശബ്ദം മുറുകി. കണക്കുകൾ എത്ര കൂട്ടിയാലും കുറച്ചാലും മരണത്തിൽ കുറഞ്ഞതൊന്നും നിനക്ക് തരാതിരിക്കാനാവില്ല. വിജയെ, ഒരു കൈ പോയാൽ എനിക്ക് പുല്ലാടി. എന്നാലും നിന്നെ വിടില്ല ഞാൻ, രാഹുൽ വീറോടെ പറഞ്ഞു. അതിന് നിന്നെ ജീവനോടെ വിട്ടിട്ട് വേണ്ടേ? നാൽക്കാലിക്കൽ തോട്ടിൽ എൻ്റെ ഭാര്യയുടെയും പിഞ്ചു കുഞ്ഞുങ്ങളുടെയും ശവശരീരങ്ങൾ കിടക്കുന്നത് ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട്. അതിന് നിന്നോട് കണക്ക് തീർത്തില്ലെങ്കിൽ അവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടത്തില്ലടാ. ഗർജിച്ചുകൊണ്ട് ജെയിംസ് വിജയുടെ കയ്യിൽ നിന്ന് മടവാൾ പിടിച്ചു വാങ്ങി. ജെയിംസേ, വേണ്ട! രാഹുൽ രണ്ടടി പിന്നോട്ട് മാറി. ചോര വാർന്നു പോകുന്നതിനാൽ അവൻ തളർന്നു തുടങ്ങിയിരുന്നു. ജെയിംസ് ഒന്നും ശ്രദ്ധിച്ചില്ല. കണ്ണുകൾ രാഹുലിൻ്റെ ഭയന്ന വിറച്ച മുഖത്തായിരുന്നു. അവിടെ നിന്നും ടോർച്ചിൻ്റെ വെളിച്ചം മാറ്റാതെ ജെയിംസ് ഒറ്റവെട്ട് രാഹുലിൻ്റെ ശിരസിന് നടുകെ. ഒരു തടിയിൽ എന്ന വണ്ണം അവൻ്റെ തലയോട് നടുവേ പകുതി പിളർത്തി മടവാൾ അങ്ങനെ തന്നെ ഇരുന്നു. രാഹുൽ ഒരു നിമിഷം നിശ്ചലനായി. പിന്നെ ഒന്ന് പിടയുക പോലും ചെയ്യാതെ ഒരു വശത്തേക്ക് വീണു. മടവാളിലൂടെ രക്തം ഒലിച്ചിറങ്ങി തുടങ്ങി. ജെയിംസ് അവനെയും വലിച്ച് വെള്ളത്തിൽ കളഞ്ഞു. കോളിംഗ് ബെൽ നിർത്താതെ ശബ്ദിക്കുന്നത് കേട്ടിട്ടാണ് SP അരുണാചലം ഉണർന്നത്. ബെഡ്റൂം ലാമ്പ് തെളിയിച്ചിട്ട് അയാൾ സെൽഫോണിൽ സമയം നോക്കി. പുലർച്ചെ 4:10. അയാൾ പെട്ടെന്ന് ഹാളിലെയും സിറ്റൗട്ടിലെയും ലൈറ്റ് തെളിച്ചു. ശേഷം ക്വാർട്ടേഴ്സിൻ്റെ വാതിൽ തുറന്നു. ഏറ്റവും മുന്നിൽ വിജയ, അതിന് പിന്നിൽ ജെയിംസും പിങ്ക് പോലീസും. സാർ! എല്ലാവരും അറ്റൻഷനായി. വിജയുടെ ചുണ്ട് ചലിച്ചു. സാർ, ദി ഗെയിം ഈസ് ഓവർ. അരുണാചലത്തിൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കം വന്നു. വിജയ കൈകൾ അയാൾക്ക് മുന്നിലേക്ക് നീട്ടി. സാർ, ഞാൻ നിയമത്തെ അനുസരിക്കുന്നു. എല്ലാം ചെയ്തത് ഞാൻ മാത്രമാണെന്നേ ആകാവൂ. ഇവരെയൊന്നും കേസിൽ പെടുത്തരുത്. എന്നെ അറസ്റ്റ് ചെയ്യണം. പെട്ടെന്ന് വിജയെ തള്ളിമാറ്റി ജെയിംസ് മുന്നിലെത്തി. എല്ലാ കൊലപാതകങ്ങളുടെയും ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു സാർ. ഭാര്യയോ മക്കളോ കുടുംബമോ ഇല്ലാത്ത എനിക്ക് എന്ത് ശിക്ഷ കിട്ടിയാലോ ഇനിയുള്ള കാലം എവിടെ കഴിഞ്ഞാലോ എന്താണ്? വിജയ്ക്കൊക്കെ ജീവിതം ഒരുപാട് ബാക്കി കിടപ്പുണ്ടല്ലോ. പുഞ്ചിരിച്ചുകൊണ്ട് SP തല കുടഞ്ഞു. എത്രയോ കേസുകളിൽ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടും നമുക്ക് നിസ്സഹായരായി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് പ്രതികളെ കണ്ടുപിടിക്കാൻ കഴിയുന്നതേയില്ല. പോരെ? ജെയിംസ് മിണ്ടിയില്ല. അരുണാചലം തിരിഞ്ഞ് വിജയെ നോക്കി. വിജയ, ഈ കാക്കി കുപ്പായം ഉപേക്ഷിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. സാർ? വിജയ അമ്പരന്നു. അതെ, കാക്കി ഇട്ടുകൊണ്ട് നേരായ രൂപത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ബോധ്യമായല്ലോ. എന്തും ചെയ്യാൻ ഇന്ന് കഴിയുന്നത് രാഷ്ട്രീയത്തിനാണ്. വിജയ സന്ദേഹത്തോടെ നിന്നു. അരുണാചലം തുടർന്നു. രാജസേനൻ്റെ മരണത്തോടെ ഇവിടെ നടക്കാൻ പോകുന്ന ബൈ ഇലക്ഷനിലാകട്ടെ തുടക്കം. നിനക്കറിയാമല്ലോ, ആരെയും ജയിപ്പിക്കാനും തോൽപ്പിക്കാനും പോലീസ് നോക്കിയാൽ കഴിയും. ഇവിടെ പോലീസ് നിനക്കൊപ്പം ഉണ്ടാകും. നല്ല രാഷ്ട്രീയം എന്തെന്ന് നീ കാണിച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക്. നിന്നെ ആരും ഒന്നും ചെയ്യില്ല. ഇത് എൻ്റെ ഉറപ്പാണ്. അത് നന്നായി സാർ. ജെയിംസ് പിങ്ക് പോലീസ് അംഗങ്ങളും SP പിന്താങ്ങി. വിജയ മാത്രം അപ്പോഴും പ്രതികരിക്കാനാവാതെ നിന്നു. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു.